കുടിവെള്ളം നിലനിർത്താൻ നാടെല്ലാം പച്ചയാക്കൂ എന്ന നബിവചനവും ജൈവബന്ധങ്ങളിലെ പാരസ്പര്യത്തിന്റെ പൊരുളും നമുക്ക് വിശദമാക്കി തന്ന ശ്രീ ശിവപ്രസാദ് മാസ്റ്റർ ഭക്ഷണം ആയുധമാക്കിക്കൊണ്ട് നമ്മുടെ മേൽ സമർത്ഥമായി പ്രയോഗിക്കുന്ന സാമ്രാജ്യത്വ ഗൂഢാലോചനകളെ വിശദമാക്കി തന്നും ആയുർവേദത്തിലെ പാരമ്പര്യ അറിവുകൾ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ലളിതമായി ഉപയോഗിക്കാമെന്നും മുത്തലും മുക്കുറ്റിയും തെഴുതാമയും മാത്രമല്ല നാം നിത്യം ഉപയോഗിക്കുന്ന കറിവേപ്പില പോലും നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും ആലുമിലഞ്ഞിയും ചേരും പാന്നിയും കൂവളവും വേപ്പും അന്തരീക്ഷത്തെ എത്രമാത്രം ശുദ്ധമാക്കുന്നുവെന്നും മാഷ് നിരന്തരം ഓർമ്മിപ്പിച്ചു. വൈറസ് നമ്മുടെ ശത്രുവല്ലെന്നും അത് നമ്മുടെ ഏറ്റവും അടുത്ത മിത്രമാണെന്നും കാര്യകാരണ സഹിതം അദ്ദേഹം പഠിപ്പിച്ചു തന്നു. വളം ചെയ്യേണ്ടത് ചെടിക്കല്ല മണ്ണിനാണെന്നും കേവലം ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിയല്ല ജൈവ കൃഷിയെന്നും പുല്ലിനെയും പുൽച്ചാടിയെയും പശുവിനെയും കോഴിയെയും സർവോപരി മനുഷ്യനെയും ഉൾക്കൊള്ളുന്ന ജീവന് വേണ്ടിയുള്ളതാണ് അതെന്നും പഠിപ്പിച്ചു തന്ന അഭിവന്ദ്യ ഗുരു ശ്രീ KV ശിവപ്രസാദ് മാസ്റ്റർ പ്രകൃതിയിൽ വിലയം ചെയ്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് അറന്നു വീണ മൊഴിമുത്തുകൾ തലമുറകളിലേക്ക് പകരുക എന്ന ഉദ്യമത്തിന് തുടക്കമിട്ടുകൊണ്ട് സമർപ്പിക്കുകയാണ് ആദരപൂർവം. പ്രിയമുള്ള നമ്മുടെ പ്രാർത്ഥനയിലൂടെ തുടങ്ങാം. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചുഴ്ന്നു നിൽക്കുന്ന മരത്തിന്റെ തിരുമൂടിക്കിതാ തോഴുന്നെൻ നീലകണ്ഠസ്വാമിയെപ്പോൽ വിഷം താനേ ഭുജിച്ചിട്ട് പ്രാണവായു തരുന്നോനായിതാ തോഴുന്നെൻ നീലകണ്ഠസ്വാമിയെപ്പോൽ വിഷം താനേ ഭുജിച്ചിട്ട് പ്രാണവായു തരുന്നോനായിതാ തോഴുന്നെൻ കനിഞ്ഞു പൂക്കളും തേനും കനിയും നീട്ടി നിൽക്കും നിൻ നിറഞ്ഞ തൃക്കരങ്ങൾക്കായിതാ തോഴുന്നെൻ മഴവെള്ളക്കുത്തിലമ്മ ഇടിഞ്ഞാലിഞ്ഞൊലിക്കാതെ പിടിച്ചു നിർത്തിയും മണ്ണിലുയർന്നിറച്ചും തീകടാത്ത മാതൃഹൃത്തിൽ അമ്പരത്തിൻ സുധാവർഷ ധാരയൂറി നിറപ്പിച്ചും കരുതി വെച്ചും ഞങ്ങളെ കാത്തുകൊള്ളൂമാ തൃപ്പദങ്ങൾ തൊട്ടു ഞങ്ങൾ കണ്ണിൽ വെച്ചു കണ്ണുനീരോടിതാ തോഴുന്നെൻ ഞങ്ങളെ കാത്തുകൊള്ളൂമാ തൃപ്പദങ്ങൾ തൊട്ടു ഞങ്ങൾ കണ്ണിൽ വെച്ചു കണ്ണുനീരോടിതാ തോഴുന്നെൻ. ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ചരിത്രമുണ്ട്, ഭാവിയുണ്ട്, വർത്തമാനകാലമുണ്ട്, ഫിലോസഫി അഥവാ ദർശനമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മളൊന്നിച്ച് പറയാം. ഉപ്പ് ആണ് ശരീരത്തിന് കൂടുതൽ അപകടം എന്നതുകൊണ്ട് തലച്ചോർ ആദ്യം പുറന്തള്ളുക ഉപ്പായിരിക്കും. ഇപ്പൊ പഞ്ചസാര ബാക്കി കിടക്കും. പഞ്ചസാര കൂടിപ്പോയാൽ പഞ്ചസാര പുറന്തള്ളാൻ തുടങ്ങും, അപ്പോൾ ഉപ്പ് ബാക്കി കിടക്കും. അതുകൊണ്ട് പ്രമേഹക്കാർക്ക് BP സ്ഥിരമായിരിക്കും. കാരണം ഉപ്പ് എപ്പോഴും ബാക്കി വരുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ ഉണ്ടാവും. ഇതൊരു തത്വമാണ്. അതിനാണ് ആയുർവേദക്കാരൻ പറയുന്ന അരമണിക്കൂർ വിയർക്കുന്ന രീതിയിൽ അധ്വാനിക്കണം. വെറുതെ അധ്വാനിച്ചാൽ പോരാ, ഒരു നടത്തമൊന്നുമല്ല അതിന്റെ ശരിയായത്. അരമണിക്കൂറെങ്കിലും നന്നായി വിയർക്കണം. അപ്പൊ വിയർപ്പിലൂടെ ഉപ്പ് പുറത്തേക്ക് പോകും. അപ്പോ ഉപ്പ് പുറത്തേക്ക് വന്നതോടുകൂടി മൂത്രത്തിലൂടെ പഞ്ചസാരക്കം പുറത്തു പോകാൻ കഴിയും, ഷുഗർ കുറയും. കഠിനമായി അധ്വാനിക്കണം. ഈ അധ്വാനമില്ലായ്മയാണ് ശരീരത്തിൽ ഉപ്പ് കെട്ടിക്കിടക്കുന്നത്. നിങ്ങൾ വെറുതെ വേർത്തിട്ട് കാര്യമില്ല, അതിൽ ഉപ്പ് ഉണ്ടാവില്ല. അധ്വാനിച്ച് എല്ലാ കോശങ്ങളും ചൂടായി, മാംസപേശികൾ ചൂടായി, സ്വേദഗ്രന്ഥികൾ തുറന്ന് പുറത്തേക്ക് വരുന്ന ഇതിലാണ് ഉപ്പുണ്ടാവുക. അപ്പോൾ ഉപ്പ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ വേർക്കണം. അതുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞിട്ട് മഞ്ഞളിൽ നിന്ന് രാവിലെ കൈവീശി അരമണിക്കൂർ നടന്നിട്ടൊന്നും ഷുഗർ കുറയില്ല. അതൊന്നും ഷുഗറിനെ ബാധിക്കുന്ന കാര്യമില്ല. ബാധിക്കണമെങ്കിൽ പറമ്പിൽ 10 വാഴക്കൊള്ളിക്കുന്ന വേണം, 10 ചെടി നടുവെന്ന് വേണം. അധ്വാനം ആ രീതിയിലേക്ക് മാറണം. ശരിക്കും നല്ലോണം അധ്വാനിച്ച് ശരീരം ചൂടായി വേർക്കണം.
ആ വിയർപ്പിലാണ് ഉപ്പുണ്ടാവും. ഉപ്പ് പുറത്തു പോയാൽ പിന്നെ കാര്യം വളരെ എളുപ്പമായി. അപ്പൊ മധുരം കഴിക്കാതിരിക്കലല്ല ശരിയായ വഴി, മധുരം കുറേശ്ശെ കഴിക്കലാണ്. കാരണം നിങ്ങൾ പുളിയുള്ള എന്തെങ്കിലും ചവക്കുമ്പോഴേക്ക് നിങ്ങളുടെ ഉമിനീരിന്റെ സ്വഭാവം മാറുന്നു. ക്ഷാരഗുണമുള്ള ഉമിനീര് വരും. തലച്ചോറ് അപ്പോൾ ക്ഷാരഗുണമുള്ള ഉമിനീര് ഉൽപ്പാദിപ്പിക്കും. മധുരം കഴിക്കാത്തവർക്ക് ഇൻസുലിൻ ഉൽപാദനം കുറഞ്ഞു പോകും. അപ്പൊ മധുരം കഴിക്കണം, പക്ഷെ കഴിക്കുന്ന അളവ് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് വളരെ കുറവാണെന്നുള്ള ഓർമ്മ വേണം. ഇൻസുലിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന പെൻക്രിയാസിലെ ലിംഗർഹാൻ സൈലൻസിൽ വളരെ കുറച്ച് ഭാഗമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ കുറച്ചുള്ളത് സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയായിരിക്കും നമ്മുടെ പണി. അതുകൊണ്ട് തന്നെ മധുരം ഒന്നിച്ച് കൂടുതൽ കഴിക്കലല്ല, വളരെ കുറേശ്ശെ കഴിച്ചുകൊണ്ടിരിക്കാനാണ് ആയുർവേദക്കാർ വിധിക്കുന്നത്. അല്ല, മധുരം കഴിക്കുമ്പോഴാണ് സ്റ്റിമുലേഷൻ ഉണ്ടാവും, അതിന്റെ ആ ഉത്തേജനം കിട്ടുന്നത്. അല്പം വെല്ലം കഴിക്കുമ്പോൾ അപ്പോൾ റിഫൈൻഡ് ആയ മധുരം കഴിക്കാതിരിക്കുക, റിഫൈൻഡ് അല്ലാതെ. അതുകൊണ്ടാണ് ഡോക്ടർ ജോൺ ബേബിയൊക്കെ കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്നത്, പ്രമേയക്കാർക്ക് കരിമ്പിൻ ജ്യൂസ് കൊടുക്കുക. അപ്പോൾ റിഫൈൻഡ് അല്ല. നേരിട്ട് കരിമ്പ് ചവച്ച് തിന്നാൻ പറ്റുമോ? ഏറ്റവും മെച്ചായിരിക്കും. കാരണം അത്രയും ഉമിനീര് വരും, അത്രയും ഉമിനീര് വരണം. ഈ ദഹിക്കാൻ വേണ്ടുന്ന ഉമിനീരോട് കൂടി ഇതാക്കത്തണമെങ്കിൽ കരിമ്പ് ചവച്ച് ചാറ് കുടിക്കണം എന്നർത്ഥം. ഞാനിത് പറഞ്ഞ മറ്റൊന്ന് ഉദാഹരണം. അപ്പോ ശരീരത്തിന്റെ പ്രവർത്തനത്തെപ്പറ്റി അറിയായികയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങൾ മുഴുവൻ. രോഗത്തിന് ചികിത്സ എന്ന പേരിൽ നാം ചെയ്യുന്നത് മുഴുവൻ അബദ്ധമാവുന്നു. നമ്മൾ രോഗത്തിന് ചികിത്സ എന്ന പേരിൽ ഇപ്പോ ഒരു കുട്ടിക്ക് ശരീരത്തിൽ വെള്ളം കുറഞ്ഞുപോയി, ഛർദി കൊണ്ടോ വയറിളക്കം കൊണ്ടോ വെള്ളം കുറഞ്ഞു, നമ്മൾ ഉടനെ ഗ്ലൂക്കോസ് കൊടുക്കുന്നു, വേണ്ടി വരികയും ചെയ്യും. അത് വേണ്ടി വരും. ചിലപ്പോൾ തീരെ വെള്ളമില്ലാണ്ടായാൽ അക്യൂട്ട് ഷോർട്ടേജ് വന്നാൽ, അക്യൂട്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയും, വന്നു കഴിഞ്ഞാൽ ഇത് ആവശ്യമായിട്ട് വരും. പക്ഷേ ഇതൊന്നും ആവശ്യമില്ലാത്ത സമയത്ത് ഇത് കൊടുത്താലോ നമ്മുടെ സിസ്റ്റം പരാജയപ്പെടും. ഉമിനീരും ആമാശയരസങ്ങളും എല്ലാം ഉണ്ടാവുന്ന ആ രീതി അങ്ങ് പരാജയപ്പെട്ടു. പിന്നെ ദഹനമില്ല. ഇതിന്റെ ആവശ്യമില്ല. ഗ്ലൂക്കോസ് ഡയറക്റ്റായിട്ട് നേരിട്ട് തന്നെ ശരീരത്തിലേക്ക് കിട്ടുന്നതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ നമ്മളത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. തികച്ചും നിഷേധിക്കുന്നത് ശരിയായ വഴിയല്ല. പക്ഷെ ഇതിന്റെ ആവശ്യമില്ലാതെ വന്നാൽ ഇത് വരും. ഇങ്ങനെ ആപത്തുണ്ട്. അതുകൊണ്ട് മണിപ്പാലിലൊക്കെ ഇപ്പൊ പുതിയ ചികിത്സയിൽ വന്ന ഡോക്ടർമാരൊക്കെ ഇത്തരം രോഗികൾ വന്നാൽ അവര് നേരിട്ട് കരിക്കിന്റെ വെള്ളമല്ലാതെ ഗ്ലൂക്കോസ് കൊടുക്കുന്ന വളരെ കുറവാണ്. അത് നിർത്തിയവർ. കാരണം ഗ്ലൂക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു അപകടമുണ്ട്. ചിലപ്പോ പാൻക്രിയാസ് ഒക്കെ പൂർണ്ണമായി നിന്നുപോകും, പ്രമേഹം വന്നുപോകും, പൂർണ്ണമായി നിന്നളി, അന്തസ്രാവ ഗ്രന്ഥികളെ ആകെ അത് ബാധിക്കും. അതുകൊണ്ട് അവരൊക്കെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ മുഴുവൻ ഗ്ലൂക്കോസ് കൊടുക്കുന്നത് പോലും തീരെ രക്ഷയില്ലാതെ വന്ന അവസ്ഥയിൽ മാത്രമാണ്. അതുകൊണ്ട് ശരീരശാസ്ത്രം നമ്മൾ അറിയേണ്ട ഒരാവശ്യമാണ്. നമ്മുടെ ചികിത്സയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് ഗൃഹചികിത്സ എല്ലാവരും കുറെ മനസ്സിലാക്കിയേ പറ്റും. സാധാരണ രോഗങ്ങൾക്ക് എന്തു വേണം, അസാധാരണ രോഗങ്ങൾക്ക് അസാധാരണ ചികിത്സ വേണ്ടി വരും. പാമ്പ് കടിച്ചാൽ ഗൃഹചികിത്സ എന്നാലും നടക്കില്ല. അതുകൊണ്ട് അങ്ങനത്തെ സമയത്ത് നമുക്ക് ഏറ്റവും അപകടമുള്ള രോഗം വരുമ്പോൾ നമുക്കിത് ചെയ്യാം. അല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യം അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നാം കുടുങ്ങും. നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഇനി ചികിത്സ നിൽക്കില്ല. ഇൻഷുറൻസ് പോലും ഗവൺമെന്റിന്റെ കീഴിലുള്ള 4 ഇൻഷുറൻസ് കമ്പനികളും പുതിയ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞു. അവർ അംഗീകരിച്ച ആസ്പത്രിയെ ചികിത്സിച്ചാൽ മാത്രമേ റീഫണ്ട് ചെയ്യുള്ളൂ, അല്ലാത്തതിനൊന്നും റീഫണ്ടിങ് ഇല്ല. അവരംഗീകരിച്ച കുറച്ച് ആസ്പത്രിയുണ്ട്. അപ്പൊ നമ്മൾ രോഗിയും കൊണ്ട് ഈ ആസ്പത്രിയും തപ്പി നടക്കേണ്ടി വരും ഇത്തരം അവസ്ഥയിൽ, അല്ലാത്തതിനൊന്നും തരില്ല. ഇപ്പൊ ഇൻഷുറൻസ് പോലും ഇങ്ങനത്തെ അപകടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു രക്ഷയും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗൃഹചികിത്സ, പഴയ മുത്തശ്ശി ചികിത്സ, അതാ ഏറ്റവും നല്ല വാക്ക്, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും, അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും. അതിന്റെ ശാസ്ത്രീയതയും മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ പനിക്കുന്ന വയറ് ചീത്തയായ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ ദഹിക്കാതിരുന്നു, അജീർണം എന്ന് നമ്മൾ ജീർണിക്കണമല്ലോ ഭക്ഷണം, ജീർണിക്കാതപ്പോൾ അജീർണം എന്ന് നമ്മൾ പറഞ്ഞു. ഭക്ഷണം ശരീരത്തിന്റെ ഭാഗമാവുന്നില്ല. അപ്പോൾ എന്താവും?
ഇത് ചീഞ്ഞഴിയുകയും ഇതിന്റെ അകത്തുനിന്ന് വിഷവാതകങ്ങൾ വയറ്റിൽ നിറയുകയും ചെയ്യും. ഭക്ഷണം വിഷമായി മാറും, വിഷവാതകങ്ങൾ വയറ്റിൽ നിറയും. ഈ വിഷവാതകം ഒഴിവാക്കാൻ എന്താ വേണ്ടത്? എങ്ങനെയാണ് നമ്മൾ വിഷവാതകം ഒഴിവാക്കുന്നത്? സാധാരണ കരിക്കട്ട ഉപയോഗിച്ചിട്ടാണ്. മുഖത്ത് കരിക്കട്ടയുള്ള ഗ്യാസ് മാസ്ക് വെച്ച് കിട്ടുക ചെയ്യാം. കരിക്കട്ടയാണ് എല്ലാ വിഷവാതകവും വലിച്ചത്. അപ്പോൾ വയറ്റിൽ കരിക്കട്ട തിന്നാൻ പറ്റുമോ? പറ്റും. പപ്പടം ചുട്ടിട്ട് കൊടുക്കുക. പപ്പടം ചുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് അവിടെയൊക്കെ കുറച്ച് കരിഞ്ഞിട്ടുണ്ടാവും. അത്രയും കരി മതി ആമാശയത്തിൽ ഉണ്ടാവുന്ന വിഷവാതകങ്ങൾ നീക്കാൻ. നമ്മൾ ഗണപതി ഹോമത്തിന് പ്ലാവിന്റെ വിറക് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് പ്യൂർ കാർബൺ കിട്ടാവുന്നത് പ്ലാവിന്റെ വിറകിലാണ്. ആ പുക ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിൽ കാർബൺ എത്തുകയും കുറച്ച് തങ്ങുകയും ചെയ്യും. അതിന് അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതിന്റെ തെറ്റായ വശങ്ങൾ മുഴുവൻ, ആചാരപരമായ വിട്ടിത്തപരമായ ഭാഗങ്ങൾ മുഴുവൻ വിട്ടുകളയണം. ഒരുപാടുണ്ടാവും. ഇതിന്റെ ശാസ്ത്രീയത നമ്മൾ മനസ്സിലാക്കുകയും അത്രയും ശാസ്ത്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യണം എന്നർത്ഥം. അപ്പൊ പപ്പടം ചുട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ട്? വയറു ചീത്തയായ രോഗങ്ങൾ. പ്രകൃതി ചികിത്സയിൽ ചപ്പാത്തി ചുട്ട് ചെറിയ ചപ്പാത്തി ഉണ്ടാക്കും, കൈകൊണ്ട് ചെറിയ ചപ്പാത്തി ഉണ്ടാക്കി അത് കരിയുന്നത് വരെ ചൂടും, എന്നിട്ട് അത് കൊടുക്കാറുണ്ട്. വയറ് വളരെ ചീത്തയായിരിക്കുന്നു, വിഷവാതകങ്ങൾ വയറിൽ വരുന്നു. പ്രത്യേകിച്ച് മുട്ടയൊക്കെ തിന്ന് രാത്രി ഉടനെ കിടന്നുറങ്ങി അതിനകത്തുനിന്ന് മുട്ട വയറ്റുന്ന് ചീഞ്ഞളിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് വളരെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് പപ്പടം ചുട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലായാൽ ഒരു മെച്ചമുണ്ട്. എണ്ണയിൽ വറുക്കുമ്പോൾ പ്രോട്ടീനുണ്ട്. ആ പ്രോട്ടീൻ വൈറസിന് വളരെ ഉപകരിക്കും വളരാൻ. അതുകൊണ്ട് എണ്ണ ഒഴിവാക്കുന്നു. ഇതേ ഞാനും ധരിച്ചിട്ട് പോകും. ഇത്രയൊക്കെല്ലാണ്ട് അതിലെപ്പോഴും ധരിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് മനസ്സിലായി ചുട്ടുകൊടുക്കുന്നതിന് ഇങ്ങനൊരു ഉദ്ദേശമുണ്ട് എന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ആയുർവേദ ഡോക്ടർ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത്. കാർബൺ ആവശ്യമാണ്. ഏറ്റവും നല്ല കാർബൺ, ഫ്രീ കാർബൺ, ഇത്തരം സാധനങ്ങളൊക്കെ വലിച്ചെടുക്കാനും സ്വീകരിക്കാനും കഴിവുള്ള കാർബൺ ഒരാവശ്യമാണ് എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അപ്പോ പപ്പടം ചുട്ടുകൊടുക്കുന്നതിന് ഇങ്ങനൊരു നേട്ടം കൂടി ഉണ്ട്. മുത്തശ്ശിമാര് മനസ്സിലാക്കിയിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം. മനസ്സിലായാലും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഗുണം ഇതുകൊണ്ട് ഉണ്ട്. പനിക്കുമ്പോൾ അത് വയറ് ചീത്തയായിട്ട് പനി വരുമ്പോൾ പപ്പടം ചുട്ടുകൊടുക്കുന്നു. ബി കോംപ്ലക്സ് ഉള്ള നല്ല ബി ഉള്ള തവിടിന്റെ അടങ്ങിയ കഞ്ഞി വെള്ളവും കൊടുക്കുന്നു. കഞ്ഞി കൊടുക്കാറില്ല, വറ്റ് കൊടുക്കാറില്ല. സ്റ്റാർച്ച് കുറക്കും. പഴകിയ അരിയാണ് നല്ലത്. നെല്ല് പഴകും തോറും അതിനകത്ത് സ്റ്റാർച്ച് കുറയും, മധുരം കുറയും, സ്റ്റാർച്ച് കുറയും. അതിന്റെ അരി, പഴയ അരിയുടെ കഞ്ഞിയാണ് കൊടുക്കേണ്ടത് ഇത്തരം രോഗികൾക്ക്. അതിന്റെ വെള്ളമാണ് വേണ്ടത്, വറ്റല്ല വേണ്ടത്. ഇതിന്റെ കൂടെ അല്പം ശരീരശാസ്ത്രം കൂടി നമ്മൾ പഠിച്ചാൽ വളരെ ഉപകരിക്കും. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഓരോ ഘട്ടമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇത് പറയുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരവും കൂടിയാണ്. ശരീരത്തിലെ ഏറ്റവും മർമ്മമായ വസ്തു തലച്ചോറാണ്, നമുക്കറിയാം. അതിന്റെ പോഷണം തലച്ചോറിലെ ദ്രാവകമാണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. സാധനത്തിന്റെ പേരതാണ്. മസ്തിഷ്ക ദ്രവം എന്ന് ആയുർവേദക്കാർ പേരിട്ടിരിക്കുന്നു, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. കാരണം ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ തലച്ചോറിനകത്ത് മേലെ നിൽക്കുന്ന ഈ ദ്രാവകം നട്ടലിലൂടെ ഗുദം വരെ എത്തും. സ്പൈനൽ കോഡിന് അല്ലെങ്കിൽ ഇടി പറ്റിയാലോ അടി പറ്റിയാലോ പരിക്ക് പറ്റാതിരിക്കത്തക്കോണം അതിനെ പൊതിഞ്ഞുകൊണ്ട് നട്ടലിന്റെ നടുക്കേ കുഴലിലൂടെ ഗുദം വരെ എത്തും. ഈ ദ്രാവകം നമ്മൾ ഓരോ തവണ അനങ്ങുമ്പോഴും അലമാലയായിട്ട് തലച്ചോറിന് മേലെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കുലുക്കത്തിൽ അത് തലച്ചോറിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ അകത്ത് നല്ല സാധനങ്ങൾ തലച്ചോറിൽ കൊടുത്തുകൊണ്ടിരിക്കും. തലച്ചോറിലെ അഴുക്കുകളെ തിരിച്ച് എടുത്തുകൊണ്ടിരിക്കും. കാരണം തലച്ചോറിൽ വരുന്ന അഴുക്കുകൾ മിക്കവാറും ഫാറ്റ് സോളിബിൾ ആണ്. അല്ല, വെള്ളത്തിൽ അലിയുന്നത് മുഴുവൻ രക്തം അലിയിച്ചു കൊണ്ടുവരും. കൊഴുപ്പിൽ അലിയുന്നത് മുഴുവൻ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ലയിപ്പിച്ച് കൊണ്ടുപോയിക്കൊള്ളും. രണ്ടു തരം അഴുക്കാണ് ശരീരത്തിൽ ഉണ്ടാവുക. ഒന്ന് വെള്ളത്തിൽ അലിയുന്നത്, രണ്ടാമത് കൊഴുപ്പിൽ അലിയുന്നത്. ബ്രെയിൻ ഈസ് ദ ഫൈനസ്റ്റ് ഫോം ഓഫ് മാറ്റർ ആൻഡ് തിങ്കിങ് ഈസ് ദ ഫൈനസ്റ്റ് ക്വാളിറ്റി ഓഫ് മാറ്റർ എന്ന് മാർക്സ് എഴുതി വെച്ചത് ഈ അർത്ഥത്തിൽ. ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചാൽ അത് എവിടെ എത്തും? തലച്ചോറിലെത്തും. ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചാൽ, ഏറ്റവും നല്ല ഫ്രൂട്ട്സ്, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രകൃതി കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം, വേവിക്കാതെ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം. ഇവിടുന്ന് ഞാനൊരു ചാമ്പ കൊണ്ടുവരുന്നു, ഈ തരുന്നത് 2 ചാമ്പ കൊണ്ടുവരുന്നു. ഒന്നുണങ്ങിപ്പോയി, മറ്റത് പിടിച്ചു. ആ റോസ് നിറമുള്ള മുഴുവൻ അല്പം ചവർപ്പും മധുരമൊക്കെ ഉള്ള പഴമാണ്.
അപ്പോൾ നല്ല പഴുത്ത് കണ്ടപ്പോൾ ചെറിയ മോന് ഒന്നെടുത്ത് കൊടുത്തു. ചെറിയ കുട്ടിക്ക്, 2 വയസ്സുള്ള കുട്ടി. ഒരു പഴം പൂർണ്ണമായിട്ട് മൂപ്പിനെ തിന്നു. ചവർപ്പും പുളിയും മധുരവും ഒക്കെ ഉണ്ട് അതിന്. ഫലമെന്നറിയോ, നന്നായിട്ടൊന്ന് വയറിളകി. അത്രയും വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ് അതിനകത്തുണ്ടെന്നാണ്. ചീത്തയായ കൊഴുപ്പ് മുഴുവൻ ഒറ്റയടിക്ക് പോയി ഒരു പഴം കൊണ്ട്. അപ്പൊ ശരീരശുദ്ധിക്ക് എത്രമാത്രം ഉപകരിക്കുന്നതാണ് ആ പഴം. അപ്പോഴാണ് മനസ്സിലാകുന്നതിന്റെ പ്രാധാന്യം. ഇവിടെ നീട്ടുകയാണ് വിത്തില്ലാത്ത ഒരു ചാമ്പ തന്നതാണ്. ഓ, ഇത്തരം പഴങ്ങൾ ശരീരം അതാ സമയത്ത് ശുദ്ധീകരിച്ച് വയ്ക്കുന്നു. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് ഇത്തരം വസ്തുക്കൾ പോകുമ്പോൾ, ഒരു പ്രത്യേക രക്തത്തിലൂടെ പോകുമ്പോൾ കഴുത്തിൽ വെച്ച് അവിടെ പിടിച്ചു. തലച്ചോറിന് പറ്റാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അത് അരിച്ചിട്ട് മാത്രമേ തലച്ചോറിലേക്ക് വിടൂ. ഇതിന് ഒരു പ്രത്യേക സംവിധാനം കഴുത്തിലുണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും സ്ഥാനത്ത്. ഇതുകൊണ്ടാണ് നമുക്ക് ഏത് മരുന്ന് എങ്ങനെ ഇഞ്ചക്ട് ചെയ്താലും തലച്ചോറിലെത്തില്ല. ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്തതും കാര്യമില്ല. ഇൻട്രാവൈനസ് ആയാലും വേണ്ടില്ല, ഇൻട്രാമസ്കുലർ ആയാലും വേണ്ടില്ല, തലച്ചോറിലേക്ക് നേരിട്ട് പോവില്ല. ഇതിങ്ങനെ പോകുന്ന സാധനമുണ്ട്. ദഹന സിസ്റ്റത്തിന്റെ ആവശ്യമില്ലാത്ത സാധനം അത് ചാരായമാണ്. ചാരായം പ്രകൃതിയിലുള്ളതല്ല. മയക്കുമരുന്നുകൾ ഇതേപോലെ തന്നെ പോവും. എല്ലാ മയക്കുമരുന്നും പോകും. പക്ഷെ അത് രക്തത്തിലെത്തണം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് കടയിൽ കിട്ടുന്ന പുകയില ചേർന്ന എല്ലാ സാധനങ്ങളും, ഹാൻഡ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ പാക്കറ്റായിട്ട് വരുന്നത്, സാധനങ്ങളൊക്കെ കുപ്പി കഷ്ണം പൊടിച്ച് ചേർക്കും. ചവക്കുമ്പോൾ നാവിന്റെ മേലെ നിറയെ മുറിവുണ്ടാവും. ഈ മുറിവിലൂടെയാണ് പുകയിലയുടെ നിക്കോട്ടിൻ രക്തത്തിൽ കലർത്തുന്നത് തലച്ചോറിലേക്ക് എത്തുന്നത്. ഇത് അതിന്റെ ഒരു രീതിയാണ്. എന്നാൽ ഇതങ്ങ് എത്തുള്ളൂ. അല്ലെങ്കിൽ മൂക്കിലൂടെ കടക്കണം. നസ്യം ചെയ്യുന്ന രീതി. മൂക്കിനകത്തെ ഞരമ്പുകൾ ഇതിന്റെ അകത്തെ ലഹരി വസ്തുക്കൾ തലച്ചോറിലേക്ക് എത്തും. അതുകൊണ്ടാണ് നമ്മൾ പുകവലിക്കുന്നതോ മൂക്കിലേക്ക് കടത്തിവിടുന്നതൊക്കെ. ഇങ്ങനെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് മരുന്നെത്തിക്കുക വളരെ പ്രയാസം. അതുകൊണ്ടാണ് ഭ്രാന്തിന്, ശരിക്കും ഉന്മാദത്തിന് അലോപ്പതിയിൽ ചികിത്സയില്ല. ഉള്ള ചികിത്സ മുഴുവൻ എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ കൊടുക്കലാണ്. അത് സെഡേറ്റീവ്സ് ആയിരിക്കാം, ഹലൂസിനോജൻസ് ആവാം, ട്രാങ്കുലൈസേഴ്സ് ആവാം. 3 തരം മയക്കുമരുന്നാണ് ഉള്ളത്. ട്രാങ്കുലൈസർ എന്ന ഒരിനം, മറ്റൊന്ന് സെഡേറ്റീവ്സ്, മയക്കിയിരുത്തുന്നത്. ട്രാങ്കുലൈസർ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ എടുത്തുചാട്ടോ വിസ്ഫോടനം ഒക്കെ അടക്കിയിരുത്താൻ ഉപകരിക്കുന്ന സാധനം. ഹലൂസിനോജൻസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നു, പറക്കുന്നതായിട്ട്. കഞ്ചാവൊക്കെ അടിച്ചാൽ ആള് പറക്കുന്നതായി കാണും. അല്ലെങ്കിൽ പഴയ ദുഃഖമുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ആലോചിച്ചാൽ കരയാൻ തുടങ്ങും. സന്തോഷമുള്ളതാണെന്നെങ്കിലോ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ 3 തരമുള്ളത്. ഈ 3 തരം മാറി മാറി കൊടുക്കണം. അത് ആവശ്യത്തിനനുസരിച്ച് കൊടുത്തോണ്ട്. ശരിക്ക് ഉന്മാദം, ചിത്തഭ്രമം, ആ പല അവസ്ഥകളാണ്. ഈ അവസ്ഥകൾക്ക് അലോപ്പതിയിൽ കാര്യമായ ചികിത്സയൊന്നുമില്ല. ചികിത്സ ഉള്ളത് ഹോമിയോപ്പതിയിലോ ആയുർവേദത്തിലൊക്കെ. ഹോമിയോപ്പതിയിൽ ധാരാളം മരുന്നുണ്ട്, ആയുർവേദക്കാർക്കും മരുന്നുണ്ട്. ഇപ്പോ 10 ദിവസമായിട്ട് ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ മൂർധാവിൽ മരുന്നിട്ട് ഉറക്കാൻ ആയുർവേദക്കാർക്ക് കഴിയും. മൂർധാവിൽ മരുന്നിട്ടാണ്. അത്തരം മരുന്നുകളുണ്ട്. അഞ്ജനാഷ്ടമ ചോർണം അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. തീരെ ഉറക്കില്ലാണ്ടായി പോയിട്ട് മൂർധാവിൽ ഇട്ടാൽ അപ്പം ഉറങ്ങിപ്പോകും. കയ്യിൽ തന്നെ ഉറങ്ങും. നമ്മൾ നെല്ലിക്ക വെള്ളം ഒഴിക്കുന്നത് പോലും അതിനു വേണ്ടിയാണ്. തലയിൽ നെല്ലിക്ക വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറയില്ലേ. നെല്ലിക്ക തളം വെക്കുന്നത് അതിന്റെ 2ാമത്തെ ഘട്ടമാണ്. നെല്ലിക്ക അരച്ച് മുട്ടയടിച്ച് തലയിൽ ഇങ്ങനെ തളം ഉണ്ടാക്കിനകത്ത് നെല്ലിക്ക കഷായം നിർത്തും. അപ്പൊ തന്നെ ഉറങ്ങി. അപ്പോ തലച്ചോറിലെ വേസ്റ്റ് മുഴുവൻ നെല്ലിക്കയുടെ ചവർപ്പ് രസം തൊലിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അത് നെല്ലിക്കയുടെ പ്രവർത്തനം. ഇത് പറഞ്ഞത് മയക്കുമരുന്നുകൾ ഇങ്ങനെ പോവും, ചാരായം ഇങ്ങനെ പോവും. അതുകൊണ്ടാണ് ഹോമിയോ മരുന്നുകൾ ചാരായത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ദഹനത്തിന്റെ ആവശ്യമില്ല. ഈ മരുന്ന് അങ്ങ് ദഹിച്ചിട്ട് അങ്ങെത്തണ്ടേ എന്ന് ആ സിസ്റ്റം, ഹോമിയോയുടെ സിസ്റ്റം അറിയാത്തവർ പറയും. ആ സിസ്റ്റത്തെ പറ്റി, അതിന്റെ പ്രവർത്തന രീതിയെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്താ ഇപ്പോൾ ചാരായം കൊടുത്തിട്ട് എന്താ കിട്ടേണ്ടതെന്ന് ചിലപ്പോൾ ഡോക്ടർമാരോ ചിലപ്പോൾ ആയുർവേദക്കാരോ ഇത് അറിയാത്തവർ ഇത് പറഞ്ഞെന്ന് വരും. അതിന്റെ ആവശ്യമില്ല. ഇത് വായിൽ ഉറ്റിച്ചാൽ മതി. പുറത്ത് തടയാൽ പോലും മതി. പുറത്തല്പം തടയാൽ, ഇപ്പം മസിലൊക്കെ പിടിച്ചു പോയാൽ അപ്പോ ലഡം, നല്ല പൊട്ടൻഷ്യലുള്ള സാധനം പുറത്ത് തടവിയാൽ പോലും കല്ല് മസിലൊക്കെ കയറിക്കുന്ന അപ്പൊ തന്നെ മസിലിറങ്ങും. ഇത് കാട്ടിലൊക്കെ സൈൽഡോലിയിലൊക്കെ പോയി ഞങ്ങൾ ചെയ്യുന്നതാണ്. കാട്ടിനുള്ളിൽ മസിൽ കയറിപ്പോയാൽ അപ്പോൾ ചെയ്യും. മരുന്നുണ്ട്. പുറത്ത് തടയാൽ പോലും അത് നേരെ സ്വേദഗ്രന്ഥികളിലൂടെ അകത്ത് കടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനത്തെ മരുന്നുകളുണ്ട്. ഇത് ആയുർവേദക്കാർക്കും ഉണ്ട് മരുന്ന്. ധാരാളം മരുന്നുണ്ട് ഉന്മാദത്തിന് ചികിത്സ. അവിടെയൊക്കെ ചെയ്യുന്നത് ഈ മരുന്നുകളെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടത്തിയിട്ട് കൊണ്ടുപോകാനാണ് അവരെന്ത് ഉപയോഗിക്കുന്നത്? അതിലെ ചാരായത്തിന്റെ അംശം, പരിഷ്ടം
ഏത് അരിഷ്ടത്തിലും അല്പം ചാരായമുണ്ട്. 6% താഴെ ചാരായം ഉണ്ട്. അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന പിപ്പല്യാസവം, പിപ്പലി ചേർന്നത്. അത് ഒരു കാലത്ത് പോലീസ് വന്ന് എടുത്തുകൊണ്ടിട്ട് ടെസ്റ്റ് ചെയ്യായിരുന്നു. ആരോ പിപ്പല്യാസം എന്നിട്ട് ചാരായം ചേർത്ത് വിറ്റു. വെള്ളക്കാരന് വിചാരിച്ചു പിപ്പല്യാസമാണ് ഏറ്റവും ലഹരി. ഇത് ചെറിയ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. അതിനകത്ത് ലഹരി ഏറ്റവും കുറഞ്ഞ സാധനമാണ്. ആസവങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻ വേറെയാണ് നടത്തുന്നത്. അരിഷ്ടങ്ങളിലാണ് ഇത്തരം ലഹരി കൂടുതലുണ്ടാവുക, ആസവങ്ങളിലല്ല. ആസവങ്ങളിലും മധുരം തേനാണ്, അതുകൊണ്ട് അത്രയൊന്നും വരില്ല, വളരെ കുറച്ചേ വരും. ഈ ചാരായത്തിന്റെ കൂടെ മരുന്ന് ചെന്നാൽ ചാരായം പോകുന്ന കൂട്ടത്തിൽ ഇതും പോകും. മരുന്ന് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കാൻ ആയുർവേദത്തിന് കഴിയും എന്നർത്ഥം. ഇപ്പൊ തലച്ചോറിലേക്ക് ഒരു മരുന്ന് എത്തിക്കാൻ, ഒരു ലോഹാംശം എത്തിക്കാൻ ആയുർവേദം സ്വീകരിക്കുന്ന മാർഗം തലച്ചോറിലേക്ക് എത്തുന്ന സെറിബ്രോ ഫൈനൽ ഫ്ലൂയിഡിലേക്ക് എത്തുന്ന വസ്തുവിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ ബ്രഹ്മിയുടെ ചാറ് കൊടുക്കുന്നു കുട്ടികൾക്ക്, അല്ലെങ്കിൽ മുത്തലിന്റെ ചാറ് കൊടുക്കുന്നു. ബ്രഹ്മിയോ മുത്തലോ കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിലാണ് കൊടുക്കുന്നത്. 4 വയസ്സ് വരെ പാല് വേണ്ട. 4 വയസ്സ് വരെ റെനിൻ ഉണ്ടാവുന്ന പ്രായം, അണപ്പല്ല് വരുന്നവർ വരെ, ധാന്യം ചവച്ചു നിന്നാണ് സൗര്യം വരുന്നവരെ റെനിൻ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നേരിട്ട് തന്നെ ഇത് ദഹിക്കും. ബ്രഹ്മത്തെ ഉണർത്തുന്നതിനാണ് ബ്രഹ്മി എന്ന് പറയുന്നത്, ചെടി. എന്നാൽ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന സാധനം. അതിന്റെ അർത്ഥം ഇത് ഉള്ളിൽ കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഇതിന്റെ ചാറ് ജനിച്ച ഉടനെയുള്ള കുട്ടിക്ക് ഒരു 2 തുള്ളി വായിലേക്ക് ഉറ്റിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയുടെ വായിൽ പാല് നേരിട്ട് ദഹിക്കുന്ന, അമ്മയുടെ മുലപ്പാല് നേരിട്ട് ദഹിക്കുന്ന റെനിൻ ഉള്ളതുകൊണ്ട് ഇത് ശരീരം സ്വീകരിക്കും, നേരെ കുട്ടിയുടെ തലച്ചോറിലേക്ക് വെക്കും. ദിവസേന കുറച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിന്റെ രീതിയാണ്. ഒന്നിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, വയറിളക്കി പോകും. ദിവസേന കുറച്ച് കൊടുക്കുന്നു എന്നാണ്. തലച്ചോറ് 4 വയസ്സ് വരെ പാടുള്ളൂ. അതുകൊണ്ട് 4 വയസ്സ് വരെയാണ് കുട്ടിക്ക് ഇത് കിട്ടേണ്ടത്. വലുതായി കഴിച്ചാൽ ഉള്ളത് കുറയാതിരിക്കും. തലച്ചോറിന് അങ്ങനെ കുഴപ്പമുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ ബുദ്ധി ശക്തി കുറഞ്ഞു വരും. ഏറ്റവും മെച്ചപ്പെട്ടത് മുത്തള് തന്നെയാണ്, ബ്രഹ്മി. കേരളത്തിൽ മാത്രമേ നീർബ്രഹ്മി എന്ന ഈ ചെടിയുള്ളൂ. കേരളത്തിന് പുറത്തുപോയ ബ്രഹ്മി എന്ന് പറഞ്ഞാൽ മുത്തളാണ്. കാട്ടിൽ കാണുന്ന കരിമുത്തൾ എന്ന് പറഞ്ഞിട്ട് ചുവന്ന പഴത്തോടുകൂടിയ മറ്റേനുമുണ്ട്. വയലിൽ കാണുന്ന പൊന്നാങ്കണ്ണി എന്ന മറ്റു ചെടിയുമുണ്ട്. പൊന്ന് ചേർന്നുകൊണ്ടാണ് പൊന്നാങ്കണ്ണി എന്ന് പറയും. തലച്ചോറിൽ സ്വർണം വേണം. 300 കോടി സർക്യൂട്ട്സ് തലച്ചോറിൽ പ്രവർത്തിക്കുന്നു. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലും ഇല്ല കേട്ടോ. വിഷ്ണുക്രാന്തിയും ദശപുഷ്പങ്ങളിൽ പെട്ടതെല്ലാം ഇത്തരം സിദ്ധികളാണ്. 10 ചെടികളുണ്ട്. ദശപുഷ്പം എന്ന് പറഞ്ഞാൽ 10 പൂക്കളല്ല, ദശപുഷ്പങ്ങളെല്ലാം ഇത്തരം സിദ്ധികളുള്ളതാണ്. നമ്മൾ ടോൺസിലൈറ്റിസ് വന്നു, കുട്ടികൾക്ക് നീരിറങ്ങിയിട്ടുണ്ട്. നേരെ ചെന്ന് മുയൽ ചെവിയൻ പറിച്ചു കൊണ്ടുവന്ന് 4 തുള്ളി നീര് മൂർധാവിൽ ഇട്ടിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ 5 മിനിറ്റ് കൊണ്ട് തൊണ്ടവേദന കുറയും. 1 മണിക്കൂറിൽ ഇത് പോയിട്ടുണ്ടാവും. അത്രയേ വേണ്ടൂ. മുയൽസെവിയൻ എന്ന ചെടി ഇതിൽപ്പെട്ടതാണ്. അപ്പൊ സ്ഥിരമായിട്ടുള്ളവരാണെങ്കിൽ ഇതിന്റെ ഈ ചെടി ഇടിച്ചു പിഴിഞ്ഞ ചാറ് ചേർത്തിട്ട് വെളിച്ചെണ്ണ കാച്ചി മൂർധാവിന് തേച്ചു കഴിഞ്ഞാൽ ആ എണ്ണ തേച്ചാൽ ഇത് കുറയും. പക്ഷെ ഒരു കാര്യമുള്ളത്, വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ കുറെ ദിവസം കഴിയുമ്പോഴേക്ക് എണ്ണക്കകത്ത് വെള്ളമെത്തും. എണ്ണ കാറുക എന്നോ കനക്കുക എന്നൊക്കെ പറയും. അപ്പോ കുറച്ചേ ഉണ്ടാക്കാവൂ, കുറച്ച് ദിവസം ഉപയോഗിക്കാവും. ഒരു 2 ആഴ്ച 1 മാസത്തിൽ കൂടുതലൊന്നും ഉപയോഗിക്കരുത്. അത്രേ ഉള്ളൂ. ഇപ്പൊ മത്സ്യവിയന്റെ നീര് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്തെ ധാതുക്കളെല്ലാം നാനോ ലെവലിലാണ്. ദശപുഷ്പങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ആയുർവേദം പറഞ്ഞ എന്തുകൊണ്ട്, ഈ ഗ്രൂപ്പ് അങ്ങനെ ഇതിനകത്തുള്ള എല്ലാ ധാതുക്കളും നാനോ ലെവലാണ്. ഇത് പറിച്ചെടുത്താൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഈ ചെടി കയ്യിൽ വന്നു കഴിഞ്ഞാൽ ശബ്ദിക്കരുത്. ആ വൈബ്രേഷൻ ഇതിനകത്തെ ധാതുക്കളുടെ സ്വഭാവം മാറ്റിക്കളയും. അതുകൊണ്ട് മേൽച്ചെവിയൻ മൂർധാവിൽ ഇട്ടിക്കാൻ പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിക്കും മൂക്ക് കാണുന്നില്ല, അവൾ ചെരിഞ്ഞു നോക്കണ്ടേ. ഒരു കാര്യം, ഇത്തരം ചെടികൾ ദശപുഷ്പങ്ങൾ ഏതും വിഷ്ണുക്രാന്തി അടക്കം മൂർധാവിൽ അല്ലെങ്കിൽ ഏതാവശ്യം എടുക്കുമ്പോൾ പറിച്ചു കഴിഞ്ഞാൽ സംസാരിക്കരുത്. സൗണ്ട് വേവ്സ് ഊർജം തന്നെയാണല്ലോ. ആ ഊർജം ഈ ചെടിയിലെ ഊർജത്തെ ബാധിക്കുകയും ധാതുക്കളുടെ നില മാറ്റിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് മത്സ്യം പറിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത്, ഇത് പറത്താൽ സംസാരിക്കാനും പാടില്ല, മറ്റൊരാളെ തൊടാൻ പോലും പാടില്ല എന്നാ പറയാ. 2 ഊർജ്ജ ലെവലുള്ളവരാണ് നമ്മൾ 2 പേര്. ഒരാളുടെ ശരീരത്തിന്റെ ഊർജ്ജത്തിന്റെ ലെവലല്ല മറ്റൊരാളുടെ ശരീരത്തിന്റെ. അപ്പൊ മറ്റൊരാളെ തൊടാൻ പാടില്ല. തൊട്ട് ഉരിയാടാതെ. നിങ്ങളാണ് നിങ്ങളുടെ കുട്ടിയുടെ തലയിൽ കുറ്റിക്കുന്നതെങ്കിൽ കുട്ടിയെ തൊടരുത്. കുറച്ച് ഉയരത്തിന് വേണം കുട്ടിയുടെ മൂർധാവിലേക്ക് ഉറ്റിക്കുക. ഇതേമാതിരി വിഷ്ണുക്രാന്തി, കൃഷ്ണക്രാന്തി, ആ ചെടികൾ
ചെടിയുടെ പ്രത്യേകത ഓർമ്മിക്കേണ്ടത് രണ്ടിനമുണ്ട്. നിലത്ത് പറ്റി പടർന്നുണ്ട്, കുറച്ച് ഉയരത്തിൽ പടർന്ന് രണ്ടിനമുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഗർഭാശയത്തിലെ അഴുക്കുകൾ പുറത്തു കളയാനാണ് ഏറ്റവും കൂടുതൽ, ബുദ്ധിക്കല്ല. ഗർഭാശയത്തിലെ അഴുക്കുകൾ ഇപ്പോൾ ആർത്തവം സമയത്തിനല്ല, അതല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവുന്നു തുടങ്ങിയിട്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അബോർഷൻ ഉണ്ടായാൽ ഒരു 10 ദിവസമെങ്കിലും വിഷ്ണുക്രാന്തി അരച്ച് ഉരുട്ടി വിഴുങ്ങാൻ കൊടുത്തിരിക്കണം. 14 ദിവസമാണ് അതിന്റെ കണക്ക്. ദശപുഷ്പങ്ങളെല്ലാം മൊത്തമാണ്, സമൂലമാണ് ഉപയോഗം, വേര് മാത്രം ഉപയോഗമില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഗർഭാശയത്തിൽ ആർത്തവ സമയത്ത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ അഥവാ അബോർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് ഈ അബോർഷൻ നടന്നതിന്റെ ബാക്കിയായ പ്ലാസന്റയുടെ പീസ് എന്തെങ്കിലും ശരീരത്തിൽ ബാധിച്ചാൽ അത് അടുത്ത കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. ബാധിക്കാതിരിക്കാൻ 14 ദിവസം കൃത്യമായിട്ട്, 14 ദിവസം എന്ന് പറയുമ്പോൾ ഹാഫ് മെൻസസ് സൈക്കിൾ, അതായത് ഓവറിയിലേക്ക് ബീജം വരാനെടുക്കുന്ന സമയം, അതാണ് 14 ദിവസം. നമുക്ക് വലിയ പ്രത്യേകതയുണ്ട് 14 ദിവസം എന്നുള്ളതിന്. സ്ത്രീയുടെ ബീജം വരുന്നത് 13 ദിവസം കഴിഞ്ഞ് 14ാമത്തെ ദിവസമാണ് ആർത്തവം കഴിഞ്ഞാൽ. ഇത്രയും ദിവസം വിഷ്ണുക്രാന്തി ഉള്ളിൽ കൊടുക്കും. വിഷ്ണുക്രാന്തി ഉള്ളിൽ കൊടുത്താൽ ഇതും ബാധിക്കുന്നത് തലച്ചോറിനെ തന്നെയാണ്. പ്രത്യേകത അതാണ്, തലച്ചോറിനെ ബാധിക്കുകയും പീപ്പിറ്ററിയിൽ നിന്ന് ഗർഭാശയം ശുദ്ധീകരിക്കാനുള്ള സന്ദേശം വരികയും ചെയ്യും. ആ രീതിയിൽ ഇത്തരം ദശപുഷ്പങ്ങൾ ഏതും കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ശ്രദ്ധ വേണം. മുത്തളായാലും ഏതായാലും വേണ്ട, അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് ആ വർഗത്തിൽപ്പെട്ട ചെടികളുടെ. ഇത്തരം ചെടികൾ നമ്മുടെ വീട്ടിൽ തന്നെ വേണം, നമ്മൾ കൈയെത്തുന്ന വിധത്തിൽ വേണം. പഴയ കാലത്ത് കർക്കിടകത്തിൽ സ്ത്രീകൾക്കൊക്കെ കർക്കിടകം പ്രധാനം, പുരുഷന്മാർക്ക് വൃശ്ചികം പ്രധാനം. കർക്കിടകത്തിൽ അതിരാവിലെ കുളിച്ച് മുടിയിൽ ദശപുഷ്പം ചൂടുമായിരുന്നു എല്ലാ പെണ്ണും. ദശപുഷ്പം ഏതായാലും വേണ്ടിയില്ലേ, മൂർധാവിൽ ചൂടിക്കഴിഞ്ഞാൽ തലച്ചോറിനെ അത് ബാധിക്കും. ഇങ്ങനൊരു ചിട്ട പണ്ടേ നമ്മൾ അനുവർത്തിച്ചിരുന്നു. ആദ്യത്തെ ആർത്തവം കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ, വയസ്സറിയിക്കുക എന്നുള്ള ചടങ്ങ് കഴിഞ്ഞാൽ ദശപുഷ്പം ഓരോന്നായിട്ട്, മുക്കുറ്റിയുടെ പൂവ്, കർക്കിടകത്തിലാണ് മുക്കുറ്റിയുടെ പൂവ് കിട്ടുക, അരച്ച് ചൊട്ട തൊട്ട് എല്ലാ പെൺകുട്ടികളും മുക്കുറ്റിയുടെ പൂവ് അരച്ച് നെറ്റിയിൽ അരക്കുന്ന കൈകൊണ്ട് വെറുതെ വരച്ചാൽ മതി, കല്ലിൽ വരച്ചാൽ മതി, ചാണയിൽ വരച്ചാൽ മതി. വരച്ച് മുക്കുറ്റിയുടെ പൂവ് ഹൈപ്പോതലമസിലേക്ക് ഏറ്റവും പെട്ടെന്ന് സന്ദേശം പോകുന്ന നെറ്റിയുടെ നടുക്ക് ചൊട്ടയായി തൊട്ട് പൂവാങ്കുരുന്നില ചേർത്ത് കൺമഷി ഉണ്ടാക്കിയിട്ട്, അതാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ മാസികയിലുണ്ട്. കൺമഷി എങ്ങനെ ഉണ്ടാക്കണം? ഈ ദശപുഷ്പങ്ങൾ 10 ചേർന്നാൽ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഈ 10 മതി. അതാണ് അതിന്റെ പ്രത്യേകത. ഈ 10 ചേർന്നാൽ സർവ്വരോഗ സംഹാരിയായി. ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് രസായനമായിട്ടാണ് ഉപയോഗിക്കുന്നത്, മറ്റതുമായിട്ടല്ല. പോഷകമായിട്ടാണ് ഉപയോഗിക്കുന്നത്, മരുന്നായിട്ടല്ല. ഇതൊന്നും രോഗത്തിന് മരുന്നായിട്ടല്ല ഉപയോഗിക്കുന്നത്. മുത്തുകൾ ഉപയോഗിക്കുന്ന ഒരു പോഷകമാണ്. ഇപ്പൊ 4 വയസ്സ് വരെ തലച്ചോറ് വളരുക എന്ന് പറഞ്ഞാൽ ആ വളരുന്ന പ്രായത്തിൽ ഇത് കുട്ടിക്ക് ചെയ്യുന്നത് 300 കോടി സർക്യൂട്ട്സ് പ്രവർത്തിക്കാൻ വേണ്ട സാധനം വളരുന്ന പ്രായത്തിൽ തന്നെ കൊടുക്കണം. ഗർഭിണികൾക്ക് മുതൽ കൊടുക്കാൻ, ഗർഭത്തിൽ ഇന്നേ കുട്ടികൾക്ക് മുത്തള് കിട്ടണം. പുതിയ പാലുള്ള തേങ്ങ ചേർക്കുക. പശുവും പാലിന് പകരം തേങ്ങയുടെ പാല് വരും. അന്നേരം പാലുള്ള തേങ്ങ ചേർത്ത് പച്ചമുളകും ചേർത്ത് ഇഞ്ചിയോ എന്ത് വേണം ചേർത്തിട്ട് ചമ്മന്തിയായിട്ട് ഗർഭിണികൾക്ക് കൊടുത്താൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ഈ പോഷണം കിട്ടിക്കഴിഞ്ഞു, തലച്ചോറിന് പോഷണം കിട്ടിക്കഴിഞ്ഞവർക്ക് വയസ്സാകുന്നത് വരെ വേണ്ടുന്നത്ര സ്വർണം തലച്ചോറിൽ 4 വയസ്സിനുള്ളിൽ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പോഷണത്തിന്റെ ആവശ്യം വരില്ല. ഇത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ ഉണ്ടാവും. ഏതുവരെ? സ്വർണത്തോട് ലയിക്കുന്ന വിഷാംശങ്ങൾ തലച്ചോറിൽ എത്തുന്നത് വരെ. ഏറ്റവും പ്രധാനം മർക്കറി തന്നെ, രസം തലച്ചോറിൽ എത്തിപ്പോയാൽ സ്വർണം അതിൽ ലയിക്കും. അമാൽഗമേഷൻ പ്രോസസ്സാണ്. സ്വർണം അതിൽ ലയിച്ചു പോവും. ആ കുട്ടിക്ക് തലച്ചോറിലെ സ്വർണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായിട്ട് മാറും. രസത്തിന്റെ കണ്ടാമിനേഷനുള്ള സ്ഥലത്തൊക്കെ മന്ദബുദ്ധി ആവാൻ സാധ്യത. ഇതേമാതിരി തന്നെ ചില വിഷങ്ങൾ, പ്രത്യേകിച്ച് ഫോസ്ഫോറിക് ആസിഡ് കൂടുതൽ വന്നാൽ സ്വർണമായിട്ട് ചേരുക. അപ്പൊ ഫോസ്ഫോറിക് ആസിഡ് കൂടുതലായിട്ട് വരുന്നത് ഫോസ്ഫൈഡ് കീടനാശിനിയിലൂടെയാണ്. ഫോസ്ഫൈഡ് കീടനാശിനിയിലൂടെ എൻഡോസൾഫാൻ എങ്ങനെ മന്ദബുദ്ധി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഓക്സിജൻ കണ്ടന്റ് ഉള്ളത് ഫോസ്ഫേറ്റ്, ഓക്സിജൻ കുറഞ്ഞത് ഫോസ്ഫൈഡ് ആണ് അപകടകാരി. ഫോസ്ഫേറ്റ് ഒരിക്കലും അപകടകാരിയാവില്ല, കാരണം അതിന് ഓക്സിജൻ ഡിമാൻഡ് ഇല്ല, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇല്ല. അതൊരു ബാലൻസ്ഡ് സാധനമാണ്. ഞങ്ങൾ മറ്റ് ഫോസ്ഫൈഡ് ബാലൻസ്ഡ് അല്ല. ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ട്, പക്ഷെ ആ ഡെവലപ്മെന്റിന്റെ ഒരു ദോഷം എന്താണെന്ന് വിചാരിച്ചാൽ പുതിയ കോശങ്ങൾ തലച്ചോറുണ്ടാവുകയല്ല, ഉള്ള കോശങ്ങളെ പ്രവർത്തിപ്പിക്കുക മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ.
ഉത്തേജിപ്പിക്കാൻ ഉള്ള കഴിവ് കുറയും. ഇപ്പൊ ഏറ്റവും നല്ല വൈദ്യുത ചാലകം സിൽവറാണ്. സിൽവർ നമ്മൾ പിന്നെ ഇലക്ട്രിക് കമ്പനിക്ക് ഉപയോഗിക്കാത്തതിന്റെ കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് അത് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സിൽവർ തലച്ചോറിന് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? സിൽവറിന് രാസപ്രവർത്തനം വളരെ കൂടുതലാണ്. ഇപ്പൊ സൾഫർ ചെന്ന് പോയാൽ സിൽവർ സൾഫൈഡ് ആയാൽ കറുത്തു പോകും. ചില ശരീരത്തിൽ തന്നെ സൾഫർ കൂടുതലുണ്ട്, അവർക്ക് വെള്ളി ആഭരണം ഇട്ടാൽ കറുത്തിട്ടുണ്ടാവും. അപ്പോ സൾഫൈഡ് ആയപ്പോ ഇതിനകത്തൂടെ വൈദ്യുത ചാലനം നടക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രെയിൻ വളരെ കരുതലാണ്. നമ്മൾ ഇത്രയും ആയിരക്കണക്കിന് കൊല്ലം കൊണ്ട് തലച്ചോറ് വളർത്തിയെടുത്ത ഏറ്റവും വലിയ കഴിവ് അത് അവിടെയാണ് അമ്പരന്ന് പോകുന്നത്. നമ്മൾ തലച്ചോറിൽ കണ്ടക്ടിവിറ്റിക്ക്, ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നത് ധാതു സ്വർണമാണ്. അതിൽ നിന്നാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലൊക്കെ സ്വർണത്തിന്റെ ലൈനിങ് കൊടുക്കുന്ന വിദ്യ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മൾ പകർത്തിയതാണ് ഇങ്ങോട്ട് നടത്തുന്നത്. എല്ലാം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എല്ലാം സ്വർണത്തിന്റെ ലൈനിങ് ആയിരിക്കും. കാരണം വെള്ളിയായാൽ അന്തരീക്ഷത്തിൽ നിന്ന് സൾഫറിന്റെ വാതകം ഉണ്ടാവും. ഓരോ വാഹനം ഓടുമ്പോൾ വരുന്നുണ്ട്. അത് ഇതിനകത്ത് എത്തിപ്പോയാൽ കമ്പ്യൂട്ടറിന് പോകും. തലച്ചോറിനും അങ്ങനെയാണ്. തലച്ചോറ് അതുകൊണ്ടാണ് ഇവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ വെച്ചിരിക്കുന്നത്, തടസ്സം. ഇത്തരം സാധനങ്ങളൊന്നും തലച്ചോറിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ മരുന്നുകൾ, മിക്കവാറും അലോപ്പതി മരുന്നുകളൊക്കെ ഇത് ഇത്തരം വസ്തുക്കളായിരിക്കും, രാസവസ്തുക്കളായിരിക്കും. ഈ രാസവസ്തുക്കൾ തലച്ചോറിലേക്ക് കടത്തി വിടാതിരിക്കാൻ കഴുത്തിന് ചുറ്റും ശ്രമിക്കും. ഇത്തരം വസ്തുക്കൾ നിങ്ങൾ സ്ഥിരമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും കഴുത്തിന് ചുറ്റും ചെറിയ മണികൾ കണ്ടാൽ, ഈ ലിംഫോസൈറ്റ് ഗ്ലാൻഡുകൾ തടിച്ചിട്ട് കണ്ടാൽ മനസ്സിലായിക്കോളാം എന്താണ്, ഇവർ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വളരെ കൂടുതലായാൽ ഇവിടെ കറുപ്പ് നിറം വരും. അയോർട്ടയുടെ തലച്ചോറിലേക്കുള്ള രക്തവാഹിനിയുടെ ഇത് കഴുത്തിന് ചുറ്റും വരും. ആയുർവേദത്തിൽ ഇതിന്റെ പേര് കണ്ഠമാല എന്നാണ്. അതുകൊണ്ട് ആളുകൾ കളിയാക്കുന്നത് കണ്ഠമാല എന്നിട്ട് ആളുകളെ കളിയാക്കുന്നതും കണ്ഠമാലക്കുള്ളത് കുഴപ്പം. ഇത് ഗ്ലാൻഡ് വല്ലാണ്ട് തടിച്ചിടും ചിലപ്പോൾ ചിലർക്ക്. ഇത്തരം വസ്തുക്കൾ ഭക്ഷണത്തിലൂടെ അകത്ത് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് കണ്ഠമാല വരിക. ഇത് എംഗിൾസ് സ്റ്റാർച്ച് കൂടുതലുള്ള ഉരുളക്കിഴങ്ങിന്റെ കൂടെ എണ്ണ ചെന്നാൽ കണ്ഠമാല വരും എന്ന് 200 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. കാരണം വ്യാപകമായി ഐറിഷ് ദുരന്തത്തിന്റെ സമയത്ത്, ഐറിഷ് ദുരന്തം ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ച് കൂടുതലുള്ള ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യിപ്പിച്ചു എല്ലാവരെ കൊണ്ടും. നാടൻ ഉരുളക്കിഴങ്ങിന് പകരം സ്റ്റാർച്ച് കൂടുതലുള്ള ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്ന് കൃഷി ചെയ്യിപ്പിച്ചു. ഇപ്പൊ അയർലൻഡുകാരെ ബ്രിട്ടീഷുകാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. യൂറോപ്യന്മാരുടെ മെയിൻ ഫുഡാണ് ഉരുളക്കിഴങ്ങ്. നമ്മളമാതിരിയല്ല. നമ്മളൊക്കെ കറിയായിട്ട് അല്പം സ്വല്പം ലഭിക്കും. അവർ മെയിൻ ഫുഡാണ്. മെയിൻ ഫുഡായിട്ട് ഈ ഉരുളക്കിഴങ്ങ് കഴിച്ചപ്പോഴാണ് അവർക്ക് വ്യാപകമായി കണ്ഠമാല ഉണ്ടായതും. എംഗൽസ് പ്രകൃതിയിലെ വൈരുദ്ധ്യാത്മകത എഴുതി വെച്ചപ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ദ്രാവകമാണ് ലിംഫ്. ആ ദ്രാവകം ഇതിനെ അരിച്ച് ലിംഫോസൈറ്റ് ഗ്ലാൻഡുകൾ എത്തിച്ചിട്ട് അവിടെ വണ്ണം വരിക ചെയ്യും. നന്നായി വേർക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വേർപ്പിലൂടെ പുറത്തു പോകും. അധ്വാനിക്കുന്നവർക്ക് ഇത് വരില്ല. അല്ലാത്തവർക്ക് സ്റ്റാർച്ച് കൂടുതൽ തിന്നാൽ സ്റ്റാർച്ചും ചില തരം എണ്ണകളും ഒന്നിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് വരും, കഴുത്തിന് ചുറ്റും വരും എന്ന് എങ്ങനെ എഴുതിയിട്ടുണ്ട്. അതാണ് ഐറിഷ് ദുരന്തത്തിൽ ഉണ്ടാകാത്ത കാരണം. പിന്നെ ഈ സ്റ്റാർച്ച് കൂടുതൽ ഉരുളക്കിഴങ്ങ് എല്ലാവരും കൃഷി ചെയ്തു. അതിന് പെസ്റ്റ് ബാധയുണ്ടായി. അവിചാരിതമായി മഴയും പെയ്തു. കൂട്ട മരണങ്ങളുണ്ടായി. ആ മരണത്തിന് ഒഴിവാക്കാനാണ് ഈ ആൾക്കാർ മുഴുവൻ അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഐറിഷ് ദുരന്തത്തിന്റെ ആത്യന്തിക ഫലം എല്ലാവരും കുടിയേറ്റക്കാരാവേണ്ടി വന്നു. അവിടെ ജീവിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് അവർ കുടിയേറുക. അമേരിക്കൻ കുടിയേറ്റത്തിന്റെ ആദ്യത്തെ ബാച്ച് പിൽഗ്രിം ഫാദേഴ്സിന്റെ കൂടെ 2000 ക്രിമിനൽസ് പോയി. പിന്നീട് ഉണ്ടാവുന്ന കുടിയേറ്റം മുഴുവൻ ഇങ്ങനെ വരുന്നതാണ് ഇംഗ്ലണ്ടിൽ. ഐറിഷ് ദുരന്തത്തിന്റെ ഫലമാണ്. ഇപ്പോ നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഓർമ്മിക്കേണ്ടത് ലെയ്സ് എന്ന പേരിൽ വരുന്ന ചിപ്സ് ഇതേ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ചിപ്സ് സാധാരണ കള്ളു കുടിക്കുന്നോട്ട് ബാറിന്ന് ഇത് കുറയ്ക്കുമ്പോൾ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിക്കൊടുത്ത പാക്കറ്റ് മുഴുവൻ തിന്നും. ദിവസേന ആയിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദുരന്തം അതാണ്. അമേരിക്കയിൽ അതുകൊണ്ടാണ് 7 വയസ്സുള്ള കുട്ടികൾക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് കൊടുക്കാൻ പാടില്ല നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. നമുക്കങ്ങനെ നിയമമൊന്നുമില്ല. സാധാരണ പഴയ മുത്തശ്ശി ചികിത്സയിൽ കൈക്കൊക്കെയാണ് ചെയ്യുന്നത്. മുഴ, പാലുണ്ണി ഒക്കെ വന്നാൽ വെള്ളുള്ളി നടുക്കൂടെ മുറിക്കുക, അല്പം സോഡക്കാരം ഇട്ടിട്ട് അതിനകത്ത് ഉരക്കുക, ഇതിനെ മേലെ ഉരക്കുക. കുറച്ച് ദിവസം ഉരക്കുമ്പോഴേക്ക് ഇത് പൊളിഞ്ഞു പോകും. ഇതാണ് സാധാരണ മുത്തശ്ശി ചികിത്സയിൽ ചെയ്യുന്നത്. പക്ഷെ അവരൊരിക്കലും പ്രധാനപ്പെട്ട ഭാഗത്ത് മുലയുടെ മേലെ വന്നാൽ, കഴുത്തിന്റെ മേലെ വന്നാൽ ഒന്നും ആ പ്രയോഗം നടത്താൻ പാടില്ല. കാരണം അത് അപകടം ചെയ്തേക്ക്. ചിലപ്പോൾ ധമനികൾ തുറന്നു പോയാൽ
ബ്ലീഡിംഗ് ഉണ്ടാവുമോ പഴുപ്പ് വരുമോ ഒക്കെ ചെയ്ത് കളയും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. കൈക്കും കാലിനൊക്കെ ആണെങ്കിൽ ആവാം എന്നേ ഉള്ളൂ. അപ്പോ പറഞ്ഞത് ഞാൻ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ പറ്റി പറഞ്ഞാൽ തുടങ്ങിയത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തിരമാലകൾ പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അടിച്ച് അഴുക്കുകളെ മുഴുവൻ അത് ശേഖരിക്കും. ഈ അഴുക്കുള്ള ഭാഗം നേരെ സുഷുമ്നയിലൂടെ താഴോട്ട് കൊണ്ടുപോയി അറ്റത്തെത്തിച്ച് ഗുദത്തിന്റെ, അപ്പൊ ഇതിന് ഭാരം കൂടും, അഴുക്ക് കൂടുന്തോറും ഭാരം കൂടും, നിറവും മാറും. അറ്റത്ത് കൊണ്ട് അതിസൂക്ഷ്മമായ ഞരമ്പുകളിലൂടെ ഗുദത്തിന്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് മലത്തോടൊപ്പം പുറത്തേക്ക് കളയും. കാരണം ഇത് ഏറ്റവും മാരകമായ പക്ഷേ ഏറ്റവും നല്ല സാധനം ചീത്തയായാലും ഏറ്റവും ചീത്തയായിരിക്കും. ഉരുളക്കിഴങ്ങ് കേട്ടാൽ ജനലിലോട്ട് പുറത്തിട്ടാൽ മതി. പക്ഷെ മുട്ട കേട്ടാൽ മതിലിനപ്പുറത്ത് ഓടണം. പ്രോട്ടീൻ കൂടുന്തോറും ഡീക്ക് ആയെങ്കിൽ ദുർഗന്ധം വളരെ കൂടുതലായിരിക്കും, ചീത്തയാവും. ഇതൊരിക്കലും തിരിച്ചു വരരുത് എന്ന ശരീരത്തിന് നിർബന്ധമാണ്. അപ്പൊ ഗുദത്തിന്റെ അറ്റത്ത് കൊണ്ട് പുറത്തു വിട്ടാൽ മലത്തിന്റെ കൂടെ അങ്ങ് പോയിക്കോളും. മറ്റെവിടെയാലും തിരിച്ചു വന്നേക്കാം എന്ന് ശരീരം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഗുദത്തിന്റെ അറ്റത്തൂടെ അതിസൂക്ഷ്മമായ വളഞ്ഞു പിരിഞ്ഞ ഞരമ്പുകളിലൂടെയാണ് ഇത് വിടുക. എന്തുകൊണ്ട് വളഞ്ഞു പിരിഞ്ഞത്? ഗുദത്തുനിന്ന് വല്ലതും തിരിച്ചിങ്ങോട്ട് തലച്ചോറിലേക്ക് വന്നേക്കരുത്. അതുകൊണ്ട് അത്ര സൂക്ഷ്മമാണ് കാപ്പിലറി ട്യൂബ്. അങ്ങനെ അതിന് പുറത്തേക്ക് വിടുന്നു. അപ്പൊ മലത്തിന്റെ കൂടെ ഈ സാധനങ്ങൾ വെക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് കഠിനമായ മലബന്ധം ഉണ്ടായി. കഠിനമായ മലബന്ധം, മൈദപ്പൊടിയുടെ റൊട്ടിയും പൊറോട്ടയൊക്കെ തിന്നു, അല്ലെങ്കിൽ കുട്ടിയെക്കാളും ചെറിയ കുട്ടിക്കാളും ബിസ്ക്കറ്റ് തന്നെ കൊടുത്തു. 3 ദിവസത്തേക്ക് ശല്യമില്ല. 3 ദിവസം കൂടുമ്പാണ് ആവണക്കണ്ണയോ പുകയിലത്തിരിയൊക്കെ വെച്ചിട്ടാണ് ഒരു കഷ്ണം മരമൊക്കെ. അത്തരം കുട്ടികൾക്ക് ഈ സാധനം പുറത്തു പോകില്ല. കാരണം അവിടെ ബ്ലോക്കാണ്, പൊട്ടുകുറ്റി പോലെ നിറച്ചു വെച്ചിട്ട്. ഈ സാധനം പുറത്തു പോകാതെ കുട്ടിയേക്ക് ഇത് തിരിച്ചെടുക്കും. നേരെ ആ വഴിക്ക് പോകാൻ നിർത്തിയില്ല. അപ്പോൾ വേറെ വഴി ബൈപ്പാസ് വേണം. നേരെ തിരിച്ചു കൊണ്ടുവന്ന് കുറെ കൂടി ഫാറ്റ് ചേർത്തിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് തള്ളും. ഇതിന് നമ്മൾ ജലദോഷം എന്ന് പറയും. ഇത് അതിനൊരു നിമിത്തമൊക്കെ വേണം കേട്ടോ. മഴ കൊള്ളുക, നിങ്ങൊരു കാരണം ഉണ്ടാകുമ്പോഴാണ് ഈ തലന്ന് കഫ ഇളകിയിട്ട് ഇതിന്റെ കൂടെ വരിക. എന്നിട്ട് കഫവും കൂടി ചേർത്ത് വേണം പുറത്തുവിടാൻ. അഥവാ കഫം ഇല്ലാത്ത കുട്ടിയാണെന്ന് വെച്ചു, കഫം നന്നേ കുറഞ്ഞ മെലിഞ്ഞുണങ്ങിയ കുട്ടിയാണെങ്കിൽ ഇത് മൂക്കിലൂടെ പോയ സ്ഥലത്ത് പുണ്ണായിരുന്നു, ചുവന്ന വര കാണും. നന്നേ ഭക്ഷണം കുറഞ്ഞ് പോഷണം കുറഞ്ഞ കുട്ടികൾക്ക് ജലദോഷം വന്നാൽ ഇവിടെയൊക്കെ വര വരും, പൊള്ളിപ്പോവും. അത്രമാത്രം അസിഡിക്കാണ് ഈ സാധനം. അതുകൊണ്ട് മലബന്ധം പയറ്റുന്ന എല്ലാ രോഗം തുടങ്ങുന്ന ആയുർവേദക്കാരൻ പറയുന്നതിന്റെ കാര്യം അതാണ്. ഇത് അതിലൂടെ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജലദോഷം. ഇപ്പൊ എപ്പോ നമുക്ക് ജലദോഷം വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ കാരണം കണ്ടുപിടിക്കാൻ മലബന്ധം ഉണ്ടായി. ദീർഘമായ ബസ് യാത്ര, വണ്ടിയിലാണെങ്കിൽ കക്കൂസിലൊക്കെ പോകാം. ബസ് യാത്ര അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാക്കുന്ന ഫൈബർ നിൽ ആയ ഭക്ഷണം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, ഇറച്ചി എല്ലാം ഫൈബർ നില്ലാണ്, ഒന്നിലും നാരില്ല. ഇത്തരം ഭക്ഷണങ്ങൾ വരുമ്പോൾ എന്താവും? മലബന്ധം കൂടിക്കൊണ്ടിരിക്കും. എത്രത്തോളം എരിവ് കൂടുതൽ വരുന്നുണ്ടോ അത്രത്തോളം മലബന്ധം കൂടും. ഇങ്ങനെയൊക്കെ അസിഡിറ്റി കൂടുതൽ ആയവൻ. അതിന് മറ്റൊരു വശമുണ്ട്, മലബന്ധം ഉണ്ടായുള്ള വശം പിന്നെ പറയാം. ഏതായാലും അപ്പോൾ ഇത് മൂക്കിലൂടെ പുറത്തു പോകാൻ മാത്രം കഫം ഇല്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നേരെ ശ്വാസകോശത്തിലേക്ക്. അപ്പോൾ അത് ആസ്മയായിട്ട് മൂക്കിലൂടെ പോകുമ്പം തന്നെ നമ്മൾ പാരാസെറ്റമോൾ അടങ്ങിയ ഏതെങ്കിലും ഗുളിക കഴിച്ച് ജലദോഷം മാറ്റാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചു. പരീക്ഷയായിരിക്കും. ഇത് മൂക്കം നോക്കിക്കൊണ്ടിരുന്നാൽ പരീക്ഷ ഇടാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഭരതനാട്യക്കാരി ആയിരിക്കും. ഭരതനാട്യം കളിക്കണമെങ്കിൽ ഇടയ്ക്ക് ചുമച്ചുകൊണ്ട് ഭരതനാട്യം കളിക്കാൻ കഴിയും. അപ്പോൾ പനി എന്ന പേരിൽ പാരാസെറ്റമോളൊക്കെ പോകും. ഫലം എന്നറിയോ? ഇത് അപ്പോൾ തന്നെ ഇവിടുന്ന് കട്ട പിടിക്കും. സൈനസിൽ ഇവിടെയൊക്കെയുള്ള എല്ലിന് സുഷിരമുണ്ട്. ആ സുഷിരത്തിനകത്ത് കടന്നത് കട്ട പിടിച്ചാൽ അത് ഫൈബറൈസ് ചെയ്തു നാരായി കഴിഞ്ഞു. പിന്നെ വെയിലത്ത് നടക്കുമ്പോഴായിരിക്കും, സൂര്യനുദിക്കുമ്പോഴായിരിക്കും ഇത് ഉരുകുമ്പോൾ കട്ട പിടിച്ച സാധനത്തിനേക്കാൾ അളവ് കൂടുതലായിരിക്കും ഉരുകിയ സാധനം. അപ്പോ തലവേദനയിലേക്ക് എത്തും. മൈഗ്രെയിൻ എന്ന് പറയും. മാറാത്ത തലവേദന. ചിലപ്പോൾ ചെറുപ്പത്തിൽ കഴിച്ച മരുന്നിന്റെ ഫലമാണ് വലുതാവുമ്പം കിട്ടുന്ന മൈഗ്രെയിൻ. സൈനസിൽ കഫം. ആ കഫത്തെ ഒഴിവാക്കണം. കഞ്ഞുണ്ണിയുടെ നീര്, തുമ്പയുടെ നീരൊക്കെ 2 തുള്ളി മൂക്കിലിട്ടിച്ചാൽ ഈ കഫം കഴിഞ്ഞു. നിങ്ങൾ വയനാട്ടിൽ അപ്പച്ചൻ വൈദ്യടുക്കെ പോയാൽ ഇങ്ങനത്തെ എന്തെങ്കിലും രോഗം മുഖത്തു നിന്നും വന്നാൽ ഉടനെ പിടിച്ചിട്ട് അടുത്ത് പിടിക്കുകയും ചെയ്യും, മൂക്കിലേക്ക് ഇത് മുച്ചിക്കും. ഇതിന്റെ അവിടെ പിടിച്ചു കളയും കുറച്ചു നേരം. എന്നിട്ട് പോയി മൂക്ക് കടന്നു കളയാൻ പറയും. ചോപ്പ ഉറപ്പൊക്കെയുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒഴുക്കി ഒഴുകുന്നത്. കുറെ നേരം അവിടെ പോയി നിന്നു ഇത് കാണാൻ. ഇയാളുടെ ചികിത്സാ രീതി. കാരണം അയാളെ പറ്റി ഒരു ആക്ഷേപമുണ്ടല്ലോ, എഴുതാനും വായിക്കാനും അറിയാത്ത ആള് എന്നൊരു ആക്ഷേപമുണ്ട്. അയാൾക്ക് പ്രൊഫസർ സ്ഥാനം കൊടുത്ത് കെട്ടാടുത്തതിന്റെ പേരിൽ വലിയൊരു ആക്ഷേപം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ ഉന്നയിച്ചതാണ്. എഴുതാനും വായിക്കാനും അറിയാത്തക്കാണ് പ്രൊഫസർ സ്ഥാനം കൊടുത്തത്. അപ്പച്ചൻ വൈദ്യരുടെ പൂർണ്ണബുദ്ധി എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇയാൾ ഉടനെ പത്രക്കാർ ചോദിച്ചു, ഇങ്ങനൊരു ആക്ഷേപം ഉണ്ടല്ലോ, എഴുതിയും വായിക്കുകയും ചെയ്യുന്ന കാര്യത്തിലല്ല എനിക്ക് പ്രൊഫസർ സ്ഥാനം, രോഗത്തിന് ചികിത്സിക്കുന്നതിലാണ്. അതിന് പ്രൊഫസർ സ്ഥാനത്തിന് ഞാൻ അർഹം തന്നെയാണ്. മറ്റതിനല്ല. എനിക്ക് എഴുതാനും വായിക്കാനും അറിയേണ്ട ആവശ്യമില്ല. എനിക്കതില്ല, എനിക്ക് അറിഞ്ഞൂടാ, പഠിക്കണം തോന്നിയിട്ടുമില്ല.
എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. ഒരേപോലത്തെ 4 രോഗികൾ എടുക്കട്ടെ, 2 ആളെ മെഡിക്കൽ കോളേജിൽ ഏൽപ്പിക്കും, 2 ആളെ എന്നെ ഏൽപ്പിക്കും. ഒരേ രോഗമുള്ള 4 രോഗികൾ, അവർ തെരഞ്ഞെടുത്തോട്ടെ. ആരാണ് രോഗം പൂർണ്ണമായി മാറ്റുക എന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ അവരാരും വെല്ലുവിളിക്കാൻ പോയിട്ടില്ല, പോയിട്ട് അത് അതിനോട് നിൽക്കുകയും ചെയ്തു. അതാണ് പക്ഷം ഇത്. ഒരുപാട് വയസ്സുണ്ട് ആദിവാസിയാണ്. ഇയാൾ ചെയ്യുന്ന ഇതാണ്, മൂക്കിലേക്ക് തുമ്പേന്റെ നീര് ഉപയോഗിക്കും, അല്ലെങ്കിൽ കഞ്ഞുണ്ണിയുടെ നീര് 2 തുള്ളി ഒറ്റിക്കുക, കഫമൊക്കെ അലിഞ്ഞിട്ടാകും. 2 ആയാലും അളവ് കൂടുതലാക്കുന്നത് ഡേഞ്ചറസ് ആണ്. രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷമേ ചെയ്യാവൂ, സൂര്യൻ അസ്തമിച്ചാൽ ചെയ്യരുത്. ഇത് ഓർമ്മിച്ചോളണം. 2-3 ദിവസമേ വേണ്ടിയുള്ളൂ. അപ്പോഴേക്ക് കഫം മുഴുവൻ അലിഞ്ഞു പോകും. ഈ വിദ്യ പണ്ടേയുള്ള മുത്തശ്ശികൾ കേട്ടോ. ഇത് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ചികിത്സ നസ്യം ആയുർവേദത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും നല്ല മരുന്ന്, വേറെ സങ്കീർണമായ മരുന്നുകളാണ്. ഇത് സാധാരണ വീടുകളിൽ ചെയ്യാവുന്ന കാര്യം. രോഗം കഠിനമാണെന്ന് അളവ് കൂടുതലാക്കിയിട്ട് കാര്യമൊന്നുമില്ല. രോഗം കഠിനമാണെങ്കിൽ ദിവസം കൂട്ടേണ്ടി വരും. സൂര്യാസ്തമനത്തിന് ശേഷമാണെങ്കിൽ കഫം കട്ട പിടിച്ചിരിക്കും, അപ്പോൾ ഗുണം കിട്ടില്ല എന്ന്. മിക്കവാറും മരുന്നുകളൊക്കെ കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന്, മൂക്കിലൊഴിക്കുന്ന മരുന്നൊക്കെ സൂര്യാസ്തമയത്തിന് ശേഷം ഉപയോഗിക്കാറില്ല. ചില സൂര്യാസ്തമയത്തിന് മുമ്പേ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇപ്പൊ കിഴിവെക്കുന്നത് ഇപ്പോഴാണ് ഈ പഞ്ചകർമ്മ ചികിത്സയൊക്കെ പകൽ മുഴുവൻ ചെയ്യുന്നത്. സൂര്യൻ ഉദിച്ച് ചൂട് വന്നാൽ കിഴിവെക്കാൻ പാടില്ല, വസ്തു ചികിത്സ ചെയ്യാൻ പാടില്ല, ഒക്കെ നിയമമുണ്ട്. അപ്പൊ ഒരുവിന് ശേഷം വസ്തു ചികിത്സ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ ശാരീരിക വൈദ്യല്ല, അവരുടെ ഒരുപാട് കൊല്ലത്തെ അനുഭവമാണ് ഇതിന്റെ പിന്നിൽ. സൈനസിൽ കഫം കെട്ടിക്കിടന്നാൽ, ഇവിടെയൊക്കെ കഫം കെട്ടിക്കിടന്നാൽ മിക്കവാറും മനസ്സിലാവും. പലപ്പോഴും കുട്ടികൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല വണ്ണം വന്നാൽ അപ്പോൾ മനസ്സിലായിക്കോളും ഇതിനകത്തൊക്കെ കഫം കെട്ടി കിടപ്പുണ്ട്. ഇത് വലിയ ആരോഗ്യത്തിന് ലക്ഷണം ധരിക്കണ്ട, ഇങ്ങനൊന്നുമല്ല. അത് സാധാരണ തൊടുപ്പും വണ്ണമൊക്കെ ആവാം. അതിൽ കവിഞ്ഞ് പ്രത്യേക വണ്ണം വരിക, നടക്കുമ്പോൾ ഇവിടെ കുലുങ്ങുക, ലേശം വെയിൽ കൊണ്ടാൽ അപ്പോ കണ്ണിന്ന് വെള്ളം വരിക, ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇതിന് ശർഗധരൻ എന്ന ആയുർവേദാചാര്യൻ വേറൊരു വഴി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഊണ് കഴിഞ്ഞാൽ വായ കഴുകുമ്പോൾ 2 കൈ നിറയെ വെള്ളം എടുക്കുക, കണ്ണ് കഴുകുക. വായ കഴുകുന്ന കൂട്ടത്തിൽ വായ നിറയെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം വായിൽ നിർത്തിക്കൊണ്ട് കണ്ണ് കഴുകുക. 3 പ്രാവശ്യം ചെയ്യണം. ഇങ്ങനെ 3 പ്രാവശ്യം കണ്ണ് പൊത്തിപ്പിടിക്കുക. പൊത്തിപ്പിടിച്ചാൽ വെള്ളം തീർന്നാൽ വീണ്ടും വെള്ളം എടുക്കുക. 3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് വായിലെ വെള്ളത്തിന് അസാധാരണമായ കൊഴുപ്പ് വന്നിരിക്കും. എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ നല്ല കൊഴുപ്പായിരിക്കും. ആ കൊഴുപ്പ് പോകുന്ന കൂട്ടത്തിൽ ഈ തടിപ്പും സ്ഥിരമായി ചെയ്താൽ കണ്ണിന് ചികിത്സിക്കേണ്ടി വരില്ല. ഐ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയിൽ മാറ്റം വരില്ല. കണ്ണിനകത്തെ ദ്രാവകത്തിന്റെ സാന്ദ്രതയിൽ മാറ്റം വന്നു പോകും. തണുത്ത വെള്ളം കൈ നിറയെ എടുക്കുക, 2 കണ്ണിന് പൊത്തിപ്പിടിക്കുക, വെള്ളം ചോർന്ന് തീർന്നാൽ വീണ്ടും എടുക്കുക. 3 തവണ എടുക്കുമ്പോഴേക്ക് വായിലെ വെള്ളം അസാധാരണമായ കൊഴുപ്പുള്ളതായിരിക്കും. 3 കഴിഞ്ഞതിന് ശേഷം ചെയ്താൽ അവർക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഏതായാലും ഐ ഫ്ലൂയിഡിന്റെ സാന്ദ്രതയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. സാന്ദ്രതയിൽ മാറ്റം വന്നാലാണ് റെറ്റിനൽ ഡിപ്രഷൻ ഉണ്ടാവുക. റെറ്റിന പൊസിഷൻ മാറിക്കളയും. അപ്പോൾ ഓപ്പറേഷനൊക്കെയാണ്, മധുരയെ കൊണ്ടിട്ടൊക്കെ ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ ശർഗധരൻ എന്ന ആയുർവേദ ആചാര്യൻ പറഞ്ഞു തന്ന പറയുന്ന വിദ്യ ഇതാണ്. അത് കൂടുതൽ ഒരു കാര്യം കൂടി, കൂർക്കം വലിക്കുന്നവര്, അടുത്തുള്ളവരെന്ന് ഉറങ്ങാൻ വിടാത്തവര്, അഥവാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിലേക്ക് കഫം വരുന്നവര്, അവര് ഒരു കാര്യം കൂടി ചെയ്യണം. കുളിക്കാൻ പോകുമ്പോൾ വായ നിറയെ വെള്ളം എടുക്കണം. ഏത് വെള്ളത്തിലാണോ കുളിക്കുന്നത് ആ വെള്ളം, ചൂടുവെള്ളത്താൽ ചൂടുവെള്ളം, പച്ചവെള്ളം, തലയിൽ ഒഴിക്കാമെന്നും പോകുന്ന വെള്ളം വായിലെടുക്കുക, നിറച്ചു എടുത്തിട്ട് തലയിൽ വെള്ളം ഒഴിച്ചു. കുളിച്ചു കഴിഞ്ഞാലേ തുപ്പാവും. കാരണം അപ്പോൾ നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം കഴിക്കുള്ളൂ, വായിലൂടെ ശ്വാസം കഴിക്കില്ല. മൂക്കിലൂടെ ശ്വാസം കഴിക്കുന്ന ഒരു കുട്ടിക്കും മേലത്തെ പല്ല് പുറത്തേക്ക് തള്ളി വരില്ല. രാത്രി വായ തുറന്നുറങ്ങിയാലാണ് പല്ല് പുറത്തേക്ക് തള്ളി വരുന്നത്. മിക്കവാറും പെൺകുട്ടിക്കാണ് ഈ രോഗം ജാസ്തി. മൂക്കിന്റെ പാലം വളഞ്ഞു പോയിട്ട് ഓപ്പറേഷൻ നടത്തേണ്ട ആവശ്യം വരില്ല മൂക്കിലൂടെ ശ്വാസം കഴിക്കുന്നവർക്ക്. വായിൽ നിറയെ വെള്ളം എടുത്താൽ മതി, കുളിച്ചു കഴിഞ്ഞ് കുപ്പിക്കൊള്ളുക. തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ വായിൽ വെള്ളം വേണം. ഈ മർദ്ദ വ്യത്യാസം, തലയിൽ വെള്ളം വീഴുമ്പോണ്ടാവുന്ന മർദ്ദ വ്യത്യാസം, അതിനെ താങ്ങാൻ വായിലെ വെള്ളം സഹായിക്കും. അപ്പോ തലച്ചോറുള്ള അഴുക്ക് പോലും വായിലൂടെ തന്നെ നമുക്ക് വിസർജിക്കാൻ. ആദ്യം 3-4 ദിവസം പതുക്കെ കുറേശ്ശെ വെള്ളം തലയൊഴിക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് ഒഴിച്ചാൽ ശ്വാസം മുട്ടും. ചെറിയ കുട്ടികളൊക്കെ ചെറുപ്പത്തിലേ ശീലിക്കുക. കിഴക്കൻ ജർമ്മൻകാരായിരുന്നു ഒരു കാലത്ത് നീന്തൽ മത്സരത്തിന്റെ സമ്മാനം മുഴുവൻ വാങ്ങിയിരുന്നു. ഇപ്പൊ ചൈനക്കാരാണ് കൂടുതൽ വാങ്ങുന്നത്. ഒരു കോച്ച് മുഴുവൻ, അമേരിക്കയിലെ കോച്ചും ചൈനക്കാരുടെ കോച്ചും ഒക്കെ ജർമ്മൻകാരാണ്. അവർ ചെയ്യുന്ന പണി കുട്ടികളെ ചെറുപ്പത്തിലേ എടുക്കുക എന്നുള്ളതാണ്. 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ നെഞ്ചു മുങ്ങുന്ന വെള്ളത്തിൽ ഇരുത്തുക കുറെ നേരം. അടുത്ത് തന്നെ ആള് വേണം. കുട്ടി ബക്കറ്റോടെ മറിഞ്ഞു വീണ് പോകരുത്. ഇതൊക്കെ ഇരുത്തുക. വെള്ളത്തിന് നല്ല പാർശ്വമർദ്ദമുണ്ട്. ഇപ്പൊ നെഞ്ചിലേക്ക് നല്ല മർദ്ദം വരും. നല്ല മർദ്ദം വന്നാൽ ഈ മർദ്ദത്തെ അതിജീവിച്ചിട്ട് വേണം ശ്വാസം കഴിക്കാൻ. അങ്ങനെ ശ്വാസം കഴിക്കുമ്പോൾ കുട്ടിയുടെ ബ്രോങ്കിയൽ ട്യൂബ്സ്, ശ്വാസനാളിയിലേക്കുള്ള പെലങ്ങിനുള്ള 2 വികസിക്കും.
ആ കുട്ടിക്ക് ജീവിതത്തിൽ ബ്രോങ്കൈറ്റിസ് വരും. അത്തരം കുട്ടികൾക്ക് കൂടുതൽ നേരം ശ്വാസം പിടിച്ചു വെക്കാൻ കഴിയും. അവരാണ് നീന്തത്തിൽ സമ്മാനമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നമ്മൾ പുഴയെ കുളിക്കുന്ന വെച്ചോ, അപ്പോൾ വായ നിറയെ വെള്ളം എടുക്കുക, കഴുത്ത് വരെ വെള്ളത്തിൽ നിൽക്കുക. നമ്മുടെ സംഗീത സാധകം മുഴുവനും കഴുത്ത് വരെ വെള്ളത്തിൽ നിന്നിട്ടാണ് ചെയ്തത്. പാട്ട് പഠിക്കുന്നത് ദീർഘനേരം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ, ശബ്ദം ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ സംഗീത സാധകം ചെയ്യാൻ. മാത്രമല്ല നിരുക്തം എന്ന് വേദാന്തങ്ങളിൽ ഒന്നുണ്ട്. എങ്ങനെയാണ് മന്ത്രം ഉച്ചരിക്കേണ്ടത്? തോന്നിയ പോലെ ഉച്ചരിക്കാൻ പാടില്ല മന്ത്രം. നിരുക്തമുണ്ട്, ഇന്ന തരത്തിൽ വേണം. വേദാന്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇത് പഠിച്ചോളാം. അപ്പോൾ മന്ത്രം ഉച്ചരിക്കാൻ പഠിപ്പിക്കുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് കഴുത്ത് വരെ വെള്ളത്തിൽ നിന്നിട്ട് തന്നെയാണ്. എന്നാലേ ഉക്തി ശബ്ദം, ഇന്ന ശബ്ദം വായുടെ ഇന്ന ഭാഗത്ത് കൊണ്ട് ഉണ്ടാക്കണമെന്നാണ് ശരിയാവും. നമ്മുടെ കുട്ടികൾ നന്നായി സംസാരിക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും സ്ഫുടതയോടുകൂടി സംസാരിക്കാൻ കഴിയണമെങ്കിൽ വളരെ നല്ലതാണ് കഴുത്ത് വരെ വെള്ളത്തിൽ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇരുത്തുക. എന്റെ മകനിപ്പോ 2.5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അതിന് കുളിക്കണമെങ്കിൽ ആദ്യം ബക്കറ്റിൽ കയറി ഇരിക്കണം, എന്നിട്ടേ കുളിക്കുള്ളൂ. ചെറുപ്പത്തിൽ പഠിപ്പിച്ചു പോയി. അതുകൊണ്ട് ഇപ്പം എന്ന് വെച്ചാൽ ബക്കറ്റിൽ കുറെ നേരം എത്ര തണുപ്പുള്ള അവസാനം 10 വെള്ളത്തിൽ ഇരുത്തിയാലും വേണ്ടില്ല, കുറെ നേരം വെള്ളത്തിലിരുന്ന് വെള്ളത്തിന് കളിച്ചിട്ടൊക്കെ കുളിക്കുന്നുള്ളൂ. ഉച്ചാരണ ശുദ്ധി അത്രക്കുണ്ട്. ഇത് ഒരു ദിവസം മകളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, അവർ ചെയ്യിച്ചു. കുട്ടികൾ നല്ല രസം, വെള്ളം ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇരിക്കും. ഇത് നമുക്ക് ചെയ്യിക്കാവുന്നേ ഉള്ളൂ, നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ശ്വാസകോശ രോഗങ്ങൾ അപ്പോഴും ഉണ്ടാവുന്നത് തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ വായ നിറയെ വെള്ളമെടുക്കുന്നത് പോലെ തന്നെ കഫം ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത് തടയുകയാണ്. വെള്ളത്തിന്റെ പാർശ്വമർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ശ്വാസം കഴിക്കുമ്പോൾ ബ്രോങ്കിയൽ ട്യൂബ്സ് വികസിക്കുന്നു. ഇങ്ങനെ വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുമ്പോഴും നമ്മൾ സഹായിക്കുന്നത് ഹൈപ്പോതലമസിനെയാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ അഴുക്കാണ് വായിൽ എത്തുന്നത്. ജലദോഷം വരുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. മലബന്ധം ഉണ്ടായി താഴത്തോടെ പോകാൻ നിർത്തിയില്ലെങ്കിൽ വേറെ റോട്ടയില്ല, അപ്പോൾ വായിലൂടെ പുറത്തു പോകും, മൂക്കിലൂടെ പുറത്തു പോകും. അപ്പോഴും താരനുണ്ടാവും. കാരണം ഈ കൊഴുപ്പ്, തലച്ചോറിന്റെ കൊഴുപ്പ് വേസ്റ്റ് തലയിലെ തൊലിയിലൂടെ പുറത്തു പോയാൽ നമ്മളതിന് താരൻ എന്ന് പറയും. ഇപ്പൊ തലയിലെ തൊലിയിലൂടെ പുറത്തു പോകുന്ന ആർക്ക്? ഗുദത്തിലൂടെ ഇത് പുറത്തു കളയാൻ വഴിയില്ലാത്ത. അവിടെയും രോഗത്തിന്റെ ആരംഭം ഇവിടുന്ന് മലബന്ധത്തിൽ തന്നെയാണ്. വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്ന തെറ്റ്. ഒരു മുനിസിപ്പാലിറ്റിയിൽ തോട്ടുകൾ മുഴുവൻ പണിമുടക്കിയാൽ എന്ത് സംഭവിക്കും? ഇതൊന്ന് ആലോചിച്ചാൽ മതി. കോഴിക്കോട് അടിച്ചുവാരുന്ന മുഴുവൻ പണിമുടക്കിയപ്പോൾ കോഴിക്കോട് പോയവർക്കൊക്കെ അറിയാം, മൂക്ക് പിടിച്ചിട്ടുള്ള മൂക്കും വായും മുട്ടിയാലും മാറിയിട്ട് വഴി നടക്കാൻ പറ്റില്ലായിരുന്നു. ഇതേ അവസ്ഥ നമ്മുടെ ശരീരത്തിനകത്തുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇതൊന്നും ആലോചിച്ചാൽ മതി. മലബന്ധത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത് ആലോചിക്കണം നമ്മൾ. എന്താണ് സംഭവിക്കുക? ശരീരം അഴുക്കുകൊണ്ട് നിറയുന്നു. അഴുക്കുകൊണ്ട് നിറയാതിരിക്കാനുള്ള മുൻകരുതൽ നമുക്ക് വേണം. ഇനി ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ വേസ്റ്റ് മൂക്കിലൂടെ പോകുമ്പോൾ നമ്മൾ ഗുളിക കഴിച്ചു നിർത്തി. ശ്വാസകോശത്തിലെത്തിയ ഉടനെ ആന്റിബയോട്ടിക് കഴിച്ച് അവിടെ നിന്നും ചാടിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഇത് തൊലിയിലൂടെ പുറത്തു കളയാൻ ശരീരം ഒരു ശ്രമം നടത്തും. അപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചരങ്ങായിട്ട് പുറത്തു വരും. കുറച്ച് വലിയ ആളുകൾക്കാണെങ്കിൽ ശരീരത്തിൽ കടന്നാൽ ഹൃദയത്തിന്റെ ഏറ്റവും അകലത്ത് കൊണ്ടുപോയിട്ട് അതിനെ പുറത്തു കളയാം. കാരണം മെയിൻ തൊറാസിക് ക്യാവിറ്റി ഉണ്ടല്ലോ, ഈ ഭാഗത്ത് എവിടെയും ഇത് പുറത്തു കളയാൻ പറ്റില്ല, പുണ്ണായ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും ദൂരത്ത് കൊണ്ടുപോകും. അത് കാലിന്റെ മേലെയായിരിക്കും മിക്കവാറും. വിരലിന്റെ ഇടയിൽ വന്നാൽ നടക്കാൻ വിഷമാണ്. അതുകൊണ്ട് കാലിന്റെ പുറവടിക്കോ ആംഗിളിലോ ആണ് വരിക. അവിടെ ഉടനെ തൊലിക്ക് നിറം മാറും, കറുപ്പ് നിറം വരും, ചൊറിഞ്ഞു പൊട്ടും, വെള്ളം ഒഴുകാൻ തുടങ്ങും. നമ്മൾ സോറിയാസിസ് എന്ന് പറയും. അതിലൂടെ പോയി തീരുന്നില്ല, പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തും. ആദ്യം അതുവഴിയാണ് പുറത്ത് കളയാൻ ശ്രമിക്കുക. നീല നിറം വരും, ആ തോലിന് മുഴുവൻ നീല നിറം വരും. അവിടെയും തുടക്കം എവിടുന്ന സോറിയാസിന്റെ നീര് തട്ടിയോളം പുണ്ണാവും. അസിഡിക്കാണെങ്കിൽ, ഹൈലി അസിഡിക്കാണെങ്കിൽ ആ നീര് വീണ സ്ഥലത്തൊക്കെ പുണ്ണാവും. കുട്ടികൾക്ക് ചരങ്ങ് വന്നാൽ ആ നീര് തട്ടിയ സ്ഥലത്തൊക്കെ പുണ്ണാവും. അത്രമാത്രം അമ്ലതയുള്ളതാണ് കുട്ടിയുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ വേസ്റ്റ് എങ്കിൽ. അത് എപ്പിഡെർമിസിലൂടെ പുറത്തു പോകുമ്പോൾ, ബാഹ്യ ചർമ്മത്തിലൂടെ പുറത്തു പോകുമ്പോൾ ആന്തരചർമ്മത്തിൽ വരുന്നതാണെങ്കിൽ നല്ല വേദനയായിരിക്കും, കഠിനമായ വേദനയായിരിക്കും. അസിഡിറ്റി കൂടുതലാണെങ്കിൽ വല്ല പുകച്ചിലുണ്ടാവും, ഒരു തരം മുളക് തട്ടിയ പോലെ പുകയും. അപ്പോഴും തെറ്റ് നമ്മുടെ മലബന്ധം തന്നെയാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ വേസ്റ്റ് അതാത് സമയത്ത് പുറത്തു പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്, വളരെ പ്രധാനം. അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ ചെറുപ്പത്തിലെ ഇത് പുറത്തു പോകുന്ന രീതിയിൽ ശീലിപ്പിക്കണം. നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഫോർമുല ഫുഡ്സ്, കോംപ്ലാനെതിരെ കേസ് വന്നു കഴിഞ്ഞു, മഹാരാഷ്ട്ര ഗവൺമെന്റ് കേസ് ഫയൽ ചെയ്തു. കോംപ്ലാൻ അങ്ങനെ ഓരോ വയറും ഉണ്ടാക്കുന്നില്ലേ,
എന്ന് ആനന്ദ്, ഡോക്ടർ ആനന്ദ് ജസ്ലോക്ക് ആസ്പത്രിയിലെ ഡോക്ടർ പീഡിയാട്രീഷ്യനാണ്. ആൾ പറഞ്ഞു അങ്ങനെ ഓരോ വയറും ഉണ്ടാക്കുന്നില്ല, തട്ടിപ്പാണ് എന്ന് ആൾ റിപ്പോർട്ട് കൊടുത്തു. ബോംബെ കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇതൊക്കെ വിഡ്ഢികളാവുന്ന ആരായിരിക്കും? വിദ്യാഭ്യാസമുള്ളവർ. ഒരു സംശയവും വേണ്ട. പഠിച്ചിട്ടാണ് നമ്മളൊക്കെ വിഡ്ഢികളാവുക. അപ്പൊ പഠിച്ചു, പരസ്യം വായിച്ചു, ഉടനെ ഉയരം കൂട്ടി കളയാ കുട്ടിക്ക് ഭാഗ്യം കൊടുക്കും. പഠിക്കാത്തവരങ്ങനെ വിഡ്ഢികളാവില്ല. അത് എന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ വിദ്യാഭ്യാസമാണ് നമ്മളെ വിഡ്ഢികളാക്കാൻ സഹായിക്കുന്നത് എന്നർത്ഥം. അവിടെയാണ് ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്, വിദ്യാഭ്യാസം കൊണ്ട് കിട്ടേണ്ടത് തിരിച്ചറിവാണ്, അറിവല്ല, ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻ കിട്ടിയാലാണ്, ഇൻഫർമേഷൻ മാത്രമാകുമ്പോൾ അയോഡിൻ കൊടുത്താൽ ഉയരം കൂടും, തൈറോക്സിൻ ഉണ്ടാവും, തൈറോക്സിൻ ഉണ്ടായാൽ ദഹനം കൃത്യമായിരിക്കും, അപ്പോൾ ഉയരം കൂടുന്നു പഠിച്ചാൽ നമ്മൾ ഉടനെ അയോഡിൻ എത്തിക്കുക എന്നുള്ളതായിരിക്കും. നമ്മുടെ കുട്ടിക്ക് ചിലപ്പോൾ അയോഡിൻ ദഹിക്കാത്തത് കൊണ്ടായിരിക്കും, ശരീരം സ്വീകരിക്കാത്തത് കൊണ്ടാണെങ്കിലോ ഉപ്പ്, ചില കുട്ടികൾ ഉപ്പ് നക്കും കിട്ടിയാൽ. ഉപ്പിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. അമ്മമാർ അടിയായിരിക്കും, ഉപ്പ് തൊടാലിന്റെ എന്നിട്ട് അടി കിട്ടും. ഹോമിയോപ്പതിയിൽ നൈട്രമോറ് കൊടുക്കും, ഉപ്പ് തന്നെ പൊട്ടൻഡേസിൽ കൊടുത്തോളി. കാരണം സാധാരണ ഉപ്പ് കുത്തി ദഹിക്കുന്നില്ല, കോശങ്ങളിൽ സോഡിയത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോ പൊട്ടൻഡേസ് ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ട് മൈക്രോ ആക്കിയിട്ട് കൊടുക്കുക. അപ്പൊ അത് സെല്ലുലോസിലൂടെ കോശത്തിന്റെ അകത്ത് കടക്കും. പിന്നെ ആ കുട്ടി ഉപ്പ് തൊടില്ല. സോഡിയം ക്ലോറൈഡ് ജാസ്തിയാൽ ശരീരം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ഉപ്പിനെ പുറത്തു കളയലാണ്. ഉപ്പിനെ പുറത്തു കളയാൻ വേണ്ടി ബുദ്ധി മുഴുവൻ ഉപയോഗിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ബുദ്ധി ഉണ്ടാവും. ഇത് ഏത് വഴിക്ക് പുറത്തിടും? തൊലിയിലൂടെ പുറത്തു കളയണോ, കണ്ണീരിലൂടെ പുറത്തു കളയണോ, ഉമിനീരിലൂടെ വായുപ്പത്തും, കഫത്തിലൂടെ പുറത്തു കളയണോ? കഫത്തിനൊക്കെ ഉപ്പുള്ളതായിരിക്കും. ജലദോഷം വന്നാൽ കഫം ഭയങ്കര ഉപ്പായിരിക്കും. മൂത്രത്തിലൂടെ എത്ര കളയാൻ പറ്റും? ഇതൊക്കെ ആലോചനയിലാണ് തലച്ചോറ്. അപ്പൊ തലച്ചോറിന് ഈ ശരീരത്തിന്റെ ചയാപചയ പ്രക്രിയകൾ നിയന്ത്രിക്കാൻ സമയമില്ല. ഉപ്പ് പുറത്തു കളയാമെന്നായിരിക്കും. അതാണ് ഞാൻ പ്രമേഹത്തെപ്പറ്റി പറയുന്നത്. ഇതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. അതിനെ സമ്പന്നമാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം. ഏത് ഭക്ഷണം കൊണ്ട് അതിനെ സമ്പന്നമാക്കാം? അത് നമ്മുടെ ഭക്ഷണം ആയിരിക്കണം. ഏത് ആണ് ഇതിനെ പോഷിപ്പിക്കുക? എങ്ങനെയൊക്കെ പോഷിപ്പിക്കാൻ പറ്റും തലച്ചോറ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് അതിലെ അഴുക്കുകൾ പുറത്ത് കളയുക? രണ്ട് കാര്യം. ഒന്ന്, അഴുക്ക് പുറത്ത് കളയണം, പോഷിപ്പിക്കുകയാണ്. ഇതാണ് ശരീരത്തിന്റെ ഇക്വിലിബ്രിയം അഥവാ സന്തുലനാവസ്ഥ സൂക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്. ആയുർവേദത്തിലെ രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ആയിട്ട് പറയുന്നത് വേഗൻ നിരോധയ രോഗകാരണം. വേഗങ്ങൾ എന്നാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ആര് തടഞ്ഞു വെക്കുന്നുണ്ടോ അവർക്കൊക്കെ രോഗം വരും. അത് ഏത് പ്രവർത്തനങ്ങളുമില്ല. ഏത് പ്രവർത്തനത്തിനും നിങ്ങൾ തടഞ്ഞു വെച്ചാൽ രോഗമായി മാറും. അത് ക്രമേണ അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അപ്പോ ഏത് വേഗങ്ങളായാലുമില്ല, ഉറക്കം നല്ലോണം വന്നു, ഉറങ്ങുക. തടഞ്ഞു വെച്ചോയോ പിന്നെ ക്ഷീണം മാറില്ല, പിറ്റേന്ന് ഉറങ്ങിയാൽ. വിശപ്പ് വന്നു, ഭക്ഷണം കഴിക്കുക. വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് വേഗങ്ങളെ തടയലാണ്. അപ്പൊ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കരുത്, വിശന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും പാടില്ല. അതൊക്കെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വരേണ്ടതാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും എവിടെയൊക്കെ നമ്മൾ വേഗങ്ങളെ, ആയിരക്കണക്കിന് വികാരങ്ങളുണ്ട് നമുക്ക്. ഈ നവരസങ്ങൾക്ക് അടിസ്ഥാനമായ വികാരങ്ങൾ മാത്രമല്ല, ഭാരതീയ ദർശനശാസ്ത്രം അതിനെ വെട്ടിച്ചുരുക്കി നവരസങ്ങളാക്കുക. അതിൽ തന്നെ പിന്നെ നമ്മുടെ ഭട്ടൻ, ശൂദ്രകൻ മുതലായവർക്ക് നവരസമല്ല, ഇതിനപ്പുറമുണ്ട്. 10 രസമുള്ളത്, ചിലർക്ക് ദശരസമാണ്. അവർ നവരസക്കാരനപ്പോ ഒരു സൂത്രം പ്രയോഗിച്ചു, ആനന്ദവർദ്ധൻ. വെച്ചാല് അവസാനം ഒരു രസം ശാന്തം, ഇന്ന രസമാണെന്ന് പറയാതെ ഒരു രസോട്ട് വെച്ചു. ശാന്തം എന്ന രസം എല്ലാ രസങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ദർശനം വളരെ രസമാണ്. സൗന്ദര്യശാസ്ത്രത്തിന്റെ രസമൊക്കെ പഠിക്കുക എന്നാൽ അപാര രസമുള്ളതാണ്. ഇതിന്റെ ആ ഒരു പിന്നുള്ള ബുദ്ധിയാണ്. ഇന്ന രസമാണ്. എന്താണ് ശോകം? ശോകവും ദുഃഖവും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ രണ്ടും ഒന്നാം പര്യായമാണെന്ന് പറയാം. രണ്ടും രണ്ടാണ്. ദുഃഖം എന്ന് പറഞ്ഞാൽ ആളിക്കത്തുന്ന തീയും, ശോകം എന്ന് പറഞ്ഞാൽ ഉമിത്തീയുമാണ്. രണ്ടും തീയാണ്. എന്താണ് ഇതും കരുണവും തമ്മിൽ വ്യത്യാസം? അനിഷ്ടാത് ഇഷ്ടലാഭോപി ശോകാത്മാ കരുണോന്നൊത്തം. കരുണം ഒരു രസമാണ്. അനിഷ്ടത്തോടു കൂടി ഇഷ്ടം ഉണ്ടാവുക. ഏറെക്കാലം ആശിച്ച് കഷ്ടപ്പെട്ട് ഉള്ള ഭജനം മുഴുവൻ നടത്തിയ ഒരു കുട്ടിയെ കിട്ടുക. അപ്പോ ഇഷ്ടം സാധിച്ചു, സന്തോഷമായി. പക്ഷെ ഭാര്യ മരിച്ചു. ഇയാൾക്ക് ഇപ്പൊ ദുഃഖം ഉണ്ടാവോ സന്തോഷം ഉണ്ടാവോ? നമുക്ക് പറയാൻ കഴിയില്ല, നിർവചിക്കാൻ പറ്റില്ല. ഇതൊന്നുമല്ല, സമ്മിശ്രമല്ല, ഇതൊന്നും അല്ലാത്തൊരു വികാരമാണ്. അതാണ് കരുണം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുട്ടി, കാസർഗോഡ് ഒരു കുട്ടി, എൻഡോസൾഫാൻ രോഗി, മൂത്രാശയം ശരീരത്തിന് പുറത്താണ്. ഒരു ഈച്ച വന്നിരുന്ന് മുട്ടയിട്ട് പോയാൽ അത് ഓട്ടയാവും. കുട്ടി മരിച്ചു. ഒന്നും ചികിത്സിക്കാനല്ല, ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 14 വയസ്സ് കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഈ കുട്ടി മരിച്ചു. ഈ അമ്മക്ക് ദുഃഖം ഉണ്ടാവോ സന്തോഷം ഉണ്ടാവോ? ഇതൊന്നും നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. ഇതൊക്കെ പണ്ടുള്ളവർ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന്. ഇതുമാതിരിയുള്ള വികാരങ്ങൾ ശരീരത്തിൽ
നമുക്ക് 1000 സ്നേഹവും വാത്സല്യവും രണ്ടാ. അപ്പൊ വാത്സല്യം എന്ത്, സ്നേഹം എന്തെന്ന് വെച്ചാൽ രണ്ടും നമ്മൾ ഇംഗ്ലീഷിൽ ലവ് എന്നുള്ള വാക്കേ ഉള്ളൂ. നമുക്ക് ഒരു ഇഷ്ടം മാത്രമാണ്, അത് ഇനി ആവില്ല. ഈ ശരിക്കും നോക്കിയതിന് മുന്നേ ഇപ്പൊ കുട്ടിയോടുള്ള അഫെക്ഷൻ എന്ന് പറയാൻ പറ്റുമോ? നേരെ മറിച്ച് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, എല്ലാം ലവ് ഒന്നുമില്ല, അതും അഫെക്ഷനാണ്. നേരെ മറിച്ച് വാത്സല്യം നമുക്ക് ഇങ്ങനെ തോന്നുന്ന സാധനമല്ല, അതിന് പ്രത്യേക വാക്ക് തന്നെയുണ്ട്. ഈ നവരസങ്ങളിൽ ഇതൊക്കെ വരുന്നതാണ്. ഇങ്ങനെ എന്തൊക്കെ വികാരങ്ങളുണ്ടോ വികാരങ്ങളൊന്നും തടയാൻ പാടില്ലാത്തതാണ്. നമ്മൾ പല വികാരങ്ങളും തടഞ്ഞു വെക്കുന്നതൊക്കെ നമുക്ക് മാനസിക രോഗത്തിന് കാരണമാകും. നേരെ മറിച്ച് തടയുന്നതാണ്, ഇതിനെ നിയന്ത്രിക്കുന്നതാണ് സംസ്കാരം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വന്ന വികാരം വരുത്തി തടയാന്നുള്ളതാണ്. വരാതിരിക്കാൻ എന്ത് വേണമെന്ന് പഠിപ്പിക്കുന്നതാണ് യോഗവിദ്യ. ഇത്തരം വികാരങ്ങളൊന്നും വരാൻ പാടില്ല, അസ്ഥാനത്ത് വികാരങ്ങളൊന്നും വരരുത്. വന്ന് നിയന്ത്രിക്കുന്നതിന് പകരം വരാതിരിക്കാൻ മനക്കരുത്ത് നേടുക എന്നുള്ളതാണ് ഭാരതീയ രീതി. രോഗം വന്ന് ചികിത്സിക്കുന്നതാണ് പാശ്ചാത്യ രീതി. വരാതിരിക്കാൻ എന്ത് വേണമെന്നുള്ളതാണ് ഭാരതീയ രീതി. ആയുർവേദത്തിന് 2 പാർട്ടിനുണ്ട്. ഒരു പാർട്ട് സ്വസ്ഥവൃത്തമാണ്. രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന പാർട്ട് സ്വസ്ഥവൃത്തമാണ്. രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആതുരവൃത്തമാണ്. ഒരേപോലെ തൂക്കവും വലുപ്പവും വിവരണമൊക്കെയുള്ള 2 പാർട്ടുണ്ട്, സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും. പക്ഷെ ഒരു ആയുർവേദ കോളേജിലും സ്വസ്ഥവൃത്തം പഠിപ്പിക്കാറില്ല. കാരണം ഇത് പഠിച്ചു പോയ രോഗം വരില്ല. അതുകൊണ്ട് ആ കുഞ്ചനമ്പേര് ഭംഗിയായി എഴുതി വെച്ചു, വിദ്യകൾ മറ്റുള്ളതെല്ലാം വൃഥാ തന്നെ, വൈദ്യം പഠിക്കണം ദ്രവ്യമുണ്ടാക്കിയിടുവാൻ. പണം ഉണ്ടാവണോ? ആതുരവൃത്തമാണ് പഠിക്കേണ്ടത്, ഏതല്ല സ്വസ്ഥവൃത്തമല്ല. ശരീരത്തിന്റെ ബാലൻസ് എങ്ങനെ കീപ്പ് ചെയ്യാം? ഒരുപാട് ബാലൻസസ് ഉണ്ട്. സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഉണ്ട്, കാൽഷ്യം ഫോസ്ഫറസ് ബാലൻസ് ഉണ്ട്, ഇഷ്ടപ്പാട് ബാലൻസ് ഉണ്ട്. ഈ ബാലൻസിൽ ഏത് തെറ്റിയാലും നമുക്ക് രോഗം വരും. ചിലത് സഹ്യമായ ചെറിയ രോഗമായിരിക്കും, ചിലത് അസഹ്യമായ വലിയ രോഗമായിരിക്കും. ഇപ്പൊ എല്ലാ ബാലൻസും കീപ്പ് ചെയ്യണമെന്ന് വേണം, ബാലൻസ് ഉള്ള ഭക്ഷണം കിട്ടണം. ഇപ്പൊ നമ്മൾ ബാലൻസ് ഉള്ള ഭക്ഷണം എന്ന് വെച്ചാൽ ന്യൂട്രീഷനിസ്റ്റ് പഠിപ്പിക്കുന്നത് ഇത്ര പ്രോട്ടീൻ, ഇത്ര ഫാറ്റ്, ഇത്ര കാർബോഹൈഡ്രേറ്റ്സ്, ഇത്ര ഫാറ്റ്, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതല്ല ബാലൻസ്. നിങ്ങൾ കിട്ടുന്ന പ്രോട്ടീൻ ബാലൻസ്ഡ് ആണോ? അതിന്റെ ഒരു തേങ്ങ തിന്നുമ്പോൾ തേങ്ങ ബാലൻസ്ഡ് ആണോ? ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഒരു മൈസൂർ പഴം കഴിക്കുന്നു, അത് ബാലൻസ്ഡ് ആണെങ്കിൽ അത് അകത്ത് കൊലയുണ്ടെങ്കിൽ തന്നെ പുറത്ത് മണമെത്തും. അത് ബാലൻസ്ഡ് ആണോ? അങ്ങനത്തെ ബാലൻസ്ഡ് ഫുഡ് കഴിച്ചാൽ വേഗങ്ങൾ തടയപ്പെടില്ല, തടയേണ്ട ആവശ്യം വരില്ല. ഇംബാലൻസ് ആണ് എല്ലാ രോഗത്തിനും കാരണം ഉണ്ടാക്കുന്നത്. അത് വാതപിത്ത കഫങ്ങൾ എന്നുള്ള പേരിൽ ആയുർവേദം പറഞ്ഞാലും മോഡേൺ സയൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഇത്തരം ബാലൻസുകളെ പറ്റിയിട്ട്, കാൽഷ്യം ഫോസ്ഫറസ് ബാലൻസ്, നിങ്ങൾക്ക് കാൽഷ്യം കുറവുണ്ട്, എല്ല് തേഞ്ഞു പോകുന്നു, വ്യാപകമായ രോഗമാണിപ്പോ. അപ്പോ കാൽഷ്യമാണ് കൊടുക്കുക. പക്ഷെ കാൽഷ്യം ശരീരം സ്വീകരിക്കില്ല. എത്ര കാൽഷ്യം കൊടുത്തിട്ടും കാര്യമില്ല, ഇത് കക്കൂസ് പോയുള്ളൂ. കാൽഷ്യം സ്വീകരിക്കണമെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റിൽ ഫോസ്ഫറസ് വേണം. അപ്പൊ എത്ര ഫോസ്ഫറസ് ഉണ്ട് എന്നതാണ് എത്ര കാൽഷ്യം സ്വീകരിക്കും എന്ന് തീരുമാനിക്കുന്ന കാര്യം. അപ്പോ കാൽഷ്യം കുറഞ്ഞവർക്ക് എന്ത് കൊടുക്കണം? മോഡേൺ സയൻസ് പ്രകാരം നമ്മൾ കൊടുക്കുന്നത് കാൽഷ്യമായിരിക്കും. പക്ഷെ ആയുർവേദ പ്രകാരം കൊടുക്കേണ്ടത് ഫോസ്ഫറസ് ആണ്. അഥവാ നോബൽ സമ്മാനം കിട്ടിയ സയന്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ലിനസ് പോളിംഗ്. ലിനസ് പോളിംഗിന്റെ ലോ ഓഫ് ലിമിറ്റേഷൻ അനുസരിച്ചിട്ട് കൊടുക്കേണ്ടത് അത്രയും ഫോസ്ഫറസ് ആണ്. പഴയ മുത്തശ്ശി, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ചക്കര, തെങ്ങിൻ ചക്കര, എള്ള്, ചുക്ക് 3 കൂടി പൊടിച്ചു കൊടുത്തു. ഒരു ഗർഭിണിക്ക് ഛർദി വന്നാൽ അപ്പോൾ ഇത് കൊടുക്കും. കാരണം ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ ശരീരം വളരാൻ വേണ്ടി അമ്മയുടെ ശരീരത്തിൽ നിന്ന് കാൽഷ്യവും ഫോസ്ഫറസും പിൻവലിക്കും. കുഞ്ഞിന് തലയോട് വളരണ്ടേ, എല്ല് വളരണ്ടേ, അപ്പൊ അമ്മയുടെ ശരീരത്തിന് പിൻവലിക്കും. പിൻവലിച്ചപ്പോ കാൽഷ്യവും ഫോസ്ഫറസും കൊണ്ട് അപ്പൊ അസിഡിറ്റി വരും. അപ്പൊ മഞ്ഞ പിത്തവെള്ളം ഛർദ്ദിക്കാൻ തുടങ്ങും, കൈപ്പുള്ള വെള്ളം ഛർദ്ദിക്കാൻ തുടങ്ങും. നമ്മൾ ഛർദ്ദി നിർത്താൻ വേണ്ടി മരുന്ന് കൊടുക്കും, കുട്ടിക്ക് ആസ്മ വരും, മാറാത്ത ആസ്മ വരും, അല്ലെങ്കിൽ കുട്ടിക്ക് അപസ്മാരം ഉണ്ടാവും. ഛർദ്ദി നിർത്താൻ വേണ്ടി കൊടുത്താൽ, കാരണം ഗർഭപാത്രത്തിലെ രക്തം അസിഡിറ്റുള്ളതായി തീരും. പഴയ മുത്തശ്ശി ഛർദ്ദി നിർത്താൻ കൊടുത്തിരുന്നത് തെങ്ങിൻ ചക്കര, അതിൽ ചുണ്ണാമ്പുണ്ടല്ലോ, ചുക്കിട്ട് മലത്തുവെള്ളം ഛർദ്ദി തൽക്കാലത്തേക്ക് നിർത്താൻ സ്ഥിരമായി കൊടുത്തിരുന്നത്. ഇതിൽ കൂടെ ചുമ വരും, കഫളകും, നല്ല ചുമയുണ്ടാവും. അപ്പൊ ചുമക്കടക്കം കൊടുത്തിരുന്നത് ഈ ചുക്കിന്റെ ഇരട്ടി ചക്കര, ചക്കരയുടെ 2 ഇരട്ടി വറുത്ത എള്ള്, ചുക്കിന്റെ ഇരട്ടി ചക്കര, തെങ്ങിൻ ചക്കര, ചക്കരയുടെ 2 ഇരട്ടി എള്ള്, വറുത്ത എള്ള്, അത് ഇടിച്ചിട്ട് ഉരുളയാക്കിയിട്ടും കൊടുക്കും. ആർക്കും അമ്മളുള്ളവർക്ക് അമ്ലത കുറക്കാൻ അതാവുണ്ട്. ഇപ്പൊ മുടി കൊഴിയുന്ന കുട്ടികൾ ഇതാണ് കഴിക്കേണ്ടത്. എള്ള് വേണം, തെങ്ങിൻ ചക്കര വേണം. കാരണം തെങ്ങിൻ ചക്കരയിലേ ചുണ്ണാമ്പുള്ളൂ, കരിമ്പിന്റെ അകത്ത് ചക്കര ചുണ്ണാമ്പ് ചേർക്കുന്നില്ല, കിട്ടില്ല നമുക്ക്. പനഞ്ചക്കരയിലുണ്ട്, കരിപ്പെട്ടി വാങ്ങിയാലും മതി. അതുകൊണ്ട് ഇതാണ് പഴയ മുത്തശ്ശി കൊടുത്തിരുന്നത്. മുത്തശ്ശിക്ക് സർട്ടിഫിക്കറ്റും ഇല്ല, അംഗീകാരവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ മുത്തശ്ശിക്ക് വിവരമുണ്ട്, അനുഭവം. നമുക്കായിട്ട് സർട്ടിഫിക്കറ്റുകളുണ്ട്, വിവരം വളരെ മോശം. തമാശ പറഞ്ഞല്ല, സൈലന്റ് വാലിയിൽ 23-24 ഡോക്ടർമാർ വന്നപ്പോ DGOമാര് കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നവരാണ്. 600 മില്ലിഗ്രാമോ 750 മില്ലിഗ്രാമോ ഉള്ള കാൽഷ്യം ടാബ്ലറ്റ് ദിവസേന കഴിക്കുന്നവരാണ് അവർ. ഞാൻ എന്നിട്ട് അവരോട് വിളിച്ചു, നിങ്ങൾ എന്തിനാ ഇത് കഴിക്കുന്നത്? ആ മുട്ടിന്റെ എല്ലൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ എല്ല് തേഞ്ഞു പോകുന്ന ഏത് പുസ്തകത്തിലാണ് കാണുന്നത്?
എല്ല് തേഞ്ഞു പോകില്ലല്ലോ. എല്ലാം കൂടെ തേഞ്ഞു പോയില്ല. തേഞ്ഞു പോകുന്നത് കറക്റ്റ് ടിഷ്യൂ ആണ്. എല്ല് തമ്മിൽ കൂട്ടി വരാതിരിക്കാൻ വേണ്ടി റൊട്ടി പോലെ മാറുന്നുള്ള ഒരു ടിഷ്യൂ ഉണ്ട് ഇതിനുള്ളത്. അതാണ് തേഞ്ഞു പോകുന്നത്. അത് തേഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാ? യൂറിക് ആസിഡ് ശരീരത്തിൽ ഡെപ്പോസിറ്റ് വരിക, അസിഡിറ്റി കൂടുക. രണ്ട് കാരണമാണ്. അസിഡിറ്റി കൂടി കഴിഞ്ഞിട്ട് വരും. അപ്പൊ അതിന് കാൽഷ്യം ഗുളിക കഴിക്കാൻ നിങ്ങളോട് ആര് വന്നു? ഏത് പുസ്തകത്തിലുണ്ട്? അതെ, കാൽഷ്യം കൊല്ലാൻ കാൽഷ്യം കഴിക്കുക. ഇതാണ് എന്റെ രീതി. ഞാൻ നിങ്ങൾ ലീനസ് പോളിംഗിന്റെ സിദ്ധാന്തം പഠിച്ച ലോ ഓഫ് ലിമിറ്റേഷൻ ഇല്ലേ? ഫോസ്ഫറസ് ഇല്ലാതെ കാൽഷ്യം സ്വീകരിക്കില്ല, സോഡിയം ഇല്ലാതെ പൊട്ടാസ്യം സ്വീകരിക്കില്ല. ശരീരത്തിന് ഇങ്ങനെ കുറെ ഇക്വിലിബ്രിയംസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചതല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് കഴിക്കുന്നു വെച്ചു. അപ്പോഴാണ് നമ്മുടെ ജസ്റ്റിസ് കെ ഉഷയുടെ അനുജത്തി ഡോക്ടർ പത്മാവതി DGO സർവീസിന് റിട്ടയർ ചെയ്ത പെണ്ണുങ്ങൾ ഇത്രയും കൊല്ലം മനുഷ്യരെ ദ്രോഹിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങളിത് ആലോചിച്ചിട്ടേ ഇല്ല ഇതുവരെ. അങ്ങനെ ഇൻസ്ട്രക്ഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. എവിടുന്ന? ലീനസ് പോളിംഗിന്റെ സിദ്ധാന്തം ശരിയാണ്. ഫസ്റ്റ് MBBS പഠിച്ചിട്ടുണ്ട്. പ്രോട്ടോപ്ലാസ്റ്റിൽ ഫോസ്ഫറസ് ഇല്ലാതെ കാൽഷ്യം സ്വീകരിക്കില്ല. പക്ഷേ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുക അവരും ചെയ്യുന്നു. അപ്പൊ അവർ നാട്ടുകാരെ പറ്റിക്കുന്നു മാത്രമല്ല, അവർ സ്വയം പറ്റിക്കുന്നു. അങ്ങനെയാണ്. കാരണം മനുഷ്യനെ ഒരു യന്ത്രമായിട്ടാണ് കാണുന്നത്, ഒരു ജൈവ രൂപമാണെന്ന് കാണുന്നില്ല. അവിടെ അതിന്റെ പ്രശ്നം. അതുകൊണ്ട് കാൽഷ്യം വേണം, നമുക്ക് കാൽഷ്യം കൊടുക്കും. അവിടെയാണ് മുത്തശ്ശിയുടെ അറിവ്. എള്ളിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്, ചക്കരയിൽ ചുണ്ണാമ്പുണ്ട്, കാൽഷ്യം കിട്ടും. എള്ള് 2 ഇരട്ടിയുണ്ട്. ആദ്യം എള്ള് ചെല്ലണം, എള്ളിന്റെ ഫോസ്ഫറസ് ചെല്ലണം, പിന്നാലെ കാൽഷ്യം പിന്നെ അബ്സോർവ് ചെയ്തോളും ദിവസേന കഴിക്കുമ്പോൾ. ഇപ്പൊ മുടി കൊഴിയുന്നതിന് നമ്മൾ ഷാമ്പൂ തേക്കുന്നു, രാത്രി ഹെയർ ഓയിൽ തേക്കുന്നു, സിനിമാക്കാരത്തി, മിലീശ്വരക്കാരത്തി, കാവ്യമാധവൻ, പിന്നെ എള്ളെണ്ണ തേക്കുന്നു, ഏതോ കമ്പനിന്റെ എള്ളെണ്ണ, പാരച്ചൂട്ടിനകത്ത് എള്ളെണ്ണ ഇല്ല, എള്ളില്ല, പാരച്ചൂട്ട് വെളിച്ചെണ്ണയാണ് തേക്കുന്നു. മുത്തച്ഛയോട് നന്ദി പറയുന്നു ഈ വെളിച്ചെണ്ണ കണ്ടെത്തിന്. മുത്തച്ഛക്ക് പാരച്ചൂട്ട് വായിക്കാൻ തന്നെ അറിഞ്ഞൂടാ. തുടങ്ങിയിട്ട് എല്ലാ മണ്ടത്തങ്ങളും നമ്മളെ കൊണ്ടുവര് ചെയ്യിക്കുന്നു. വേണ്ടുന്നത് പല്ലിന് ആരോ ഒരു കുട്ടിക്കുണ്ടല്ലോ, പല്ലിന് പുളിപ്പുള്ള ഓർമ്മിച്ചോളൂ. വീട്ടിലെത്തിയാൽ പതിവായി എള്ളുണ്ട കഴിക്കുക. കടയിൽ നിന്ന് വാങ്ങിയാൽ മണ്ണ് കടിക്കും, കല്ലും മണ്ണൊക്കെ തിന്നേണ്ടി വരും. എള്ള് വാങ്ങി കഴുകി അരിച്ച് വൃത്തിയാക്കി വറുത്ത് പൊടിച്ച് മാറ്റിവെച്ച്, ചുക്ക് പൊടിച്ച് മാറ്റിവെച്ച്, ശർക്കര ഇടിച്ച് അതിനകത്ത് ഈ തെങ്ങിൻ ചക്കര കരിപ്പെട്ടി ഇടിച്ച് അതിനകത്ത് ഇതുകൂടി ചേർത്ത് ഇരട്ടി വെച്ചാൽ ദിവസേന കഴിക്കുക. കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ വഴി. ആർക്ക് അസിഡിറ്റി ഉണ്ടെങ്കിലും അസിഡിറ്റി കുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി കാൽഷ്യം എത്തലാണ്. കാൽഷ്യം ഒന്നിച്ചെത്തരുത്. വളരെ സ്ലോ ആയിട്ടേ കാൽഷ്യം എത്താവൂ. കാരണം ബേണിംഗ് സെൻസേഷനുള്ള ലോഹമാണ്. പുകയും കാൽഷ്യം ഗ്ലൂക്കോസ് ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം ടെസ്റ്റോസ് എടുത്ത് നിങ്ങളെ കിടത്തി കുറേ സമയം കൊണ്ട് ഇഞ്ചക്ട് ചെയ്യാൻ പാടുള്ളൂ. വളരെ സമയം എടുക്കണം, അല്ലെങ്കിൽ ആളെ മേലാസകലം നീറ്റിൽ വന്ന് നിലവിളിക്കാൻ തുടങ്ങും. നീറി പുകയും ചിരട്ടക്കണ്ണിൽ ചവിട്ടി പോലെ ഉണ്ടാവും. അതുകൊണ്ട് കാൽഷ്യം വളരെ സ്ലോ ആയിട്ട് പോകേണ്ട മെറ്റലാണ്. അവിടെയാണ് ഇപ്രാവശ്യം വെറ്റില മുറുക്കാം പക്ഷെ പുകയിൽ ഉപയോഗിക്കരുത് എന്ന് ലേഖനം എഴുതിയതിന്റെ അർത്ഥം അതാണ്. കാൽഷ്യം കുറേശ്ശെ അകത്തെത്തും. എല്ലാ വായ്പുണ്ണും ഉണങ്ങാൻ സഹായിക്കും വെറ്റിലയുടെ നീര്. ചെവിയിൽ നീരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെവിക്ക് ചേർക്കുന്ന മരുന്ന് ഇഞ്ചിയും വെറ്റിലയും കൂടി ഇടിച്ചു പിഴിഞ്ഞാൽ ചാറിലാണ് അരക്കുക. ഉരുക്ക് ചൂർണാതിന്റെ ഗുളികയുണ്ട്. അത് ചെവിയുടെ ചുറ്റും അരച്ചു പറ്റിക്കഴിഞ്ഞാൽ ചെവിയിൽ കഫ ഇറങ്ങി അപ്പ പോകും. വെറ്റിലക്ക് ഒരുപാട് സിദ്ധികളുണ്ട്. നമ്മൾ മുറുക്കിയിട്ട് ആ ക്യാൻസർ വരുന്ന പഴയ ആളുകൾക്കെല്ലാം ക്യാൻസർ വരണം. പക്ഷേ ക്യാൻസർ അങ്ങനെയല്ല. ക്യാൻസറിന്റെ കാരണം വേറെയാണ്. നമ്മളിത് മാറി കാണുന്നതാണ് അർത്ഥം. ഇപ്പോ മറ്റേ അനുഭവം പറയാം, രസമുള്ളൊരു അനുഭവം. എന്റെ ഇളയ മകന്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കുട്ടിക്ക് അവല് കൊടുത്തു. അമ്മച്ചി വൈകുന്നേരം വന്നോണ്ട് വിശക്കുന്നുണ്ടപ്പോ അവല് കൊടുത്തു. ഒരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. അവല് കൊടുത്തപ്പോ ഫ്രിഡ്ജിൽ കോഴിയിറച്ചി പാചകം ചെയ്ത് വെച്ചതുണ്ട്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞതാണ്. എടുത്ത് ചൂടാക്കി അത് വെച്ചു കൊടുത്തു. അവല് നിന്ന് കുട്ടിക്ക് ഭയങ്കര വയറുവേദന വന്നു. വയറുവേദന വന്നപ്പോഴ് തൊട്ടടുത്ത ഡോക്ടറോട് പോയി പറഞ്ഞു കുട്ടിക്ക് വയറുവേദന ഉണ്ടെന്ന്. അയാൾ എന്തോ ഒരു മരുന്ന് കൊടുത്തു. മരുന്ന് കഴിക്കുന്ന ദിവസം ഛർദ്ദം തുടങ്ങി. ഛർദ്ദിച്ചപ്പോ ഛർദ്ദിക്കുന്നുണ്ടെന്നു അയാൾ ഡോക്ടർ വേറെ ഗുളിക കൊടുത്തു. ഇത് കൊടുത്തോണ്ട് തുറാൻ തുടങ്ങി. 13-14 പ്രാവശ്യമൊക്കെ രാത്രി കൊണ്ട് വയറ്റിട്ട് പോയി. വരണ്ടു നേരെ കണ്ണൂര് ചൈൽഡ് സ്പെഷ്യലിസ്റ്റിലേക്ക് പോയി. അവിടെ അഡ്മിറ്റ് ചെയ്ത് എന്തോ ഒരു ഗുളിക കൊടുത്തു. അപ്പൊ തന്നെ വയറുപോക്ക് നിന്നു. അപ്പോൾ തന്നെ നിന്നു. എന്നിട്ട് എന്തൊക്കെയാ കഴിച്ചപ്പോ ഇങ്ങനെ അവലും കോഴിയിറച്ചിയും കഴിച്ചിരിക്കുന്നു. അപ്പൊ അവിലായിരിക്കും കാരണമെന്ന് ഡോക്ടർ അങ്ങ് പറഞ്ഞു. ഇത് ഫ്രിഡ്ജിൽ വെച്ച കോഴിയിറച്ചിയാണെന്നും ഫ്രിഡ്ജിൽ വെച്ചതിന്റെ അകത്തേ വൈറസ് ഉണ്ടാവുള്ളൂ, പുറത്തെടുത്ത വൈറസിന് നിൽക്കാൻ പറ്റില്ല എന്നും ഡോക്ടർക്ക് അറിയില്ല. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് കാര്യമില്ല. കാരണം 0 ഡിഗ്രിയിലാണ് എല്ലാ വൈറസും നിലനിൽക്കുക. നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന എല്ലാ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഡീപ്പ് ഫ്രീസറിൽ വെച്ചിട്ടാണ്. ഇത്തരം ഇതെല്ലാം വാക്സിൻസ് ഒക്കെ ഡീപ്പ് ഫ്രീസറിലാണ് ഉണ്ടാവുക. എല്ലാ ബാക്ടീരിയ കൾച്ചറിങ് നടത്തുന്നതും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. 0 ഡിഗ്രിയിലേ ഇത്തരം വൈറസും ബാക്ടീരിയ ഒക്കെ നിൽക്കുള്ളൂ. 38 ഡിഗ്രിന് മേലെ ചൂട് വന്നാൽ നിൽക്കുകയില്ല, നിൽക്കാൻ പറ്റില്ല. ഇതാണ് എന്റെ നിയമം. ഈ കോഴിയിറച്ചിയിൽ ഏത് സാൽമണേല മുതൽ ഏത് വൈറസും ബാക്ടീരിയയും വന്നിരിക്കാം. ഇത് ഡോക്ടർ കാണുന്നേയില്ല. കുട്ടിയെ ഒരാഴ്ച അഡ്മിറ്റ് ചെയ്തു, ഒരാഴ്ച ആസ്പത്രിയിൽ കിടന്നു. അതും മറ്റേ സ്പെഷ്യൽ റൂമിൽ തന്നെ. കാലം കഷ്ടപ്പെട്ടു. 2 ഇടക്കിടക്ക് മോനെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെയുണ്ട്, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് അവസാനം എന്നോട് ചോദിച്ചു, മരണം ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിക്കുക, ഒരു പ്രശ്നമില്ല, ഒന്ന് വയറ്റിൽ കുറച്ചുകൂടി പോകാനുണ്ടാവും,
അത് പോകുന്ന ഒരു കുട്ടി ശരിയാവില്ല, കാരണം ഇഞ്ചക്ഷൻ ചെയ്ത് നിർത്തുകയാണ്. പോയിക്കോട്ടെ, നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന് മോൻ അങ്ങനെ ഫോൺ ചെയ്തു. ഇതൊക്കെ ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, പക്ഷെ ഡോക്ടർ എന്തായാലും വിടില്ല, ഒരാഴ്ചയും കൂടി നിരീക്ഷിക്കണം, എന്താണെന്ന് കാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒബ്സർവേഷനിൽ നിർത്തിയിരിക്കുക. അന്ന് ഒരു നേഴ്സ് വന്ന് ഇഞ്ചക്ട് ചെയ്തു. ഇൻട്രാവൈനസ് ഇഞ്ചക്ഷൻ ചെയ്തപ്പോ ശരിക്കും വെയിനിൽ കടന്നില്ല, പുറത്തായപ്പോ കൈ അങ്ങ് വീങ്ങി വേണം പറ്റും ഗ്ലൂക്കോസ്. ഉടനെ ഇയാള് അച്ഛൻ വന്നു, അച്ഛൻ ദേഷ്യം കൊണ്ടു, ഇത് മുഴുവൻ മനസ്സിലുണ്ടല്ലോ. അപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇത് അപകടം പിടിച്ച സമയം, നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോയി നിങ്ങൾ കുടുങ്ങിപ്പോന്നൊക്കെ പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് ചെയ്തോളാണ്. കുട്ടി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോ തന്നെ കുട്ടിയുടെ സുഖേടും മാറി, കുട്ടി ഓടിച്ചാടി കളിക്കാതെ അതുവരെ കിടപ്പായ ഈ ആസ്പത്രിക്കകത്തും ജയിലിനകത്തായിട്ടാണ് കുട്ടിക്ക് രോഗം. ഒരു കുഴപ്പമില്ല, കുട്ടി ഓടിച്ചാടി കളിക്കാതെ എന്റെ സുഖെല്ലാം മാറി കുട്ടി പറയാം. കുറച്ച് ഓടിച്ചാടി കളിച്ച് ഒന്ന് വേർത്തപ്പോ കയ്യിലെ ഗ്ലൂക്കോസ് ഒക്കെ ശരീരം അബ്സോർവ് ചെയ്തു, സംഗതി നിന്നു. എന്നിട്ടാണ് നേരത്തെ മോൻ ഫോൺ ചെയ്തതെന്ന് വെച്ചാല് ഈ കുട്ടിയെ വീണ്ടും ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ വിളിച്ചു പറയുന്നുണ്ട്, എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് വേണ്ടി ആ മോൻ എടുത്തേക്ക് വിളിച്ചു. എന്താ വേണ്ട അച്ഛൻ, എന്താ പറയേണ്ടത്? ഞാൻ കുഴപ്പമുണ്ടെങ്കിൽ കാണിച്ചോളാൻ പറയാം, നമുക്കൊന്നുമില്ല, പക്ഷേ മരുന്ന് കൊടുക്കണ്ട, കാണിച്ചിട്ടൊക്കെ വന്നോളൂ എന്ന് പറയേണ്ടി വന്നു. സംഗതി അങ്ങനെയാ ഉള്ളത്. ഈ കാര്യമൊക്കെ ഏത് വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ രോഗസാധ്യത വളരെ കൂടുതലാണ്. 38 ഡിഗ്രി ചൂടുള്ള ശരീരത്തിലേക്ക് 0 ഡിഗ്രിയുള്ള വെള്ളം തൊണ്ടയിലേക്ക് എടുത്തങ്ങ് ഒഴിക്കും നമ്മൾ. കുട്ടികൾ പ്രത്യേകിച്ച് ഫ്രിഡ്ജിന്റെ അകത്ത് തന്നെ എടുത്തൊഴിക്കും. അപ്പോ തൊണ്ടയിലെ സെൻസിറ്റീവ് ഞരമ്പുകൾ മുഴുവൻ പൊട്ടിപ്പോവും. കാരണം ഭക്ഷണം എവിടെ എത്തി, അത് എത്ര അമ്ലതയുള്ളതാണ്, എത്ര സാരതയുള്ളതാണ്, എത്ര ചൂടുള്ളതാണ്, ഏതൊക്കെ തരം പ്രോട്ടീൻ ഉള്ളതാണ്, ഏതൊക്കെ തരം സ്റ്റാർച്ച് ഉള്ളതാണ്, ഏതൊക്കെ തരം ഫാറ്റ് ഉള്ളതാണ്, ഇത് മുഴുവൻ തലച്ചോറിൽ അറിഞ്ഞിട്ട് വേണം അതിനനുസരിച്ച് ആമാശയത്തിൽ രസം ഉണ്ടാക്കുക. അതിനിടയ്ക്ക് തൊണ്ട മുതൽ ആമാശയം വരെ അലിമെന്ററി കനാലിൽ നിറയെ അന്നനാളത്തിൽ നിറയെ സെൻസിറ്റീവ് ഞരമ്പുണ്ട്, ലക്ഷക്കണക്കിന്. ഇത് പൊട്ടാൻ ഒരു കാര്യമേ വേണ്ടൂ, 0 ഡിഗ്രിയുള്ള വെള്ളം എടുത്തിട്ട് വായിലേക്ക് വെച്ചാൽ. ഇങ്ങനെ വെള്ളം വായിൽ വെച്ച് ബോഡി ടെമ്പറേച്ചർ വന്നിട്ട് ആ കുടിക്കുന്ന വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പനിക്കുന്ന കുട്ടിക്ക് കരിക്കുന്ന വെള്ളം കൊടുക്കുന്നു, വറക്കാൻ തുടങ്ങും. അപ്പൊ പനിക്കുന്ന കുട്ടിക്ക് എങ്ങനെ കരിക്കുന്ന വെള്ളം കൊടുക്കണം? ഇത് വായിൽ അവിടെ നിർത്തുക. എപ്പോഴോ തണുപ്പ് മാറുന്നു അപ്പൊ ഇറക്കിക്കോളാം, ഒരു കുഴപ്പമുണ്ടാവില്ല. തണുപ്പ് മാറാതെ കുടിച്ചാൽ അപ്പൊ വറക്കാൻ തുടങ്ങും. പനി വിറയലോടുകൂടി ടെമ്പറേച്ചർ കൂട്ടും. കാരണം ഹൈപ്പോ തലമസിൽ ഈ തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ കുളിക്കുമ്പോൾ വെള്ളം വായിലാക്കണം എന്ന് പറഞ്ഞില്ലേ? കുളിക്കുന്ന വെള്ളം വായിലാക്കിയാൽ സംഭവിക്കുന്നത് മേലെണ്ണാക്കൽ കൂടിയാണ് നേരിട്ട് തലച്ചോറിലേക്ക് ബന്ധം. ആ ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര തണുപ്പുള്ള വെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പൊ രോമകൂപം ഇത്ര അടക്കണം, പിന്നെ ഷട്ടർ സ്പീഡ് എത്രയായിരിക്കണം, ഷട്ടർ എത്ര തുറക്കണം, ഷട്ടറിന്റെ സ്പീഡ് എത്രയായിരിക്കണം എന്ന് തലച്ചോറ് തീരുമാനിക്കും. ഓരോ രോമകൂപത്തിന്റെയും ഓരോ സ്വേദഗ്രന്ഥിയുടെയും ഓരോ സ്നേഹഗ്രന്ഥിയുടെയും. ഇതിന് ബോഡി കോമ്പാക്ടിങ് എന്നാണ് പറയുക. കുളിക്കാൻ പോകുന്ന വെള്ളത്തിന് കണക്കായിട്ട് ശരീരം സെറ്റാക്കും. അപ്പൊ ചെന്ന ഉടനെ കുളത്തിലേക്ക് തുള്ളരുത്. ഇത് വേണം, ആദ്യം വെള്ളം വായിലാക്കുക, കാല് തണുപ്പിക്കുക, ഒന്ന് മാനസികമായി ഒരുങ്ങിയിട്ട് മാത്രമേ കുളിക്കാവൂ. സോ ബോഡി കോമ്പാക്ടിങ്. രാത്രി നിങ്ങൾ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തുണ്ട് മൂത്രമൊഴിക്കാൻ, പുറത്ത് വന്ന് മൂത്രമൊഴിക്കും, പുറത്ത് നല്ല തണുപ്പാണ്, ഉടനെ നിങ്ങളൊന്ന് വറക്കും, ഒരു കിടുകിടുക്കൽ. ആ കിടുകിടുപ്പ് കഴിയുമ്പോഴേക്ക് നിങ്ങളെല്ലാ രോമകൂപങ്ങളും പുറത്തെ ടെമ്പറേച്ചറിനകത്ത് അസംബിൾ ചെയ്തതിന് ശരീരം. നിങ്ങൾ എല്ലാ സമയത്തും എ സി റൂമിൽ കഴിഞ്ഞ കുട്ടിയാണ്, അകത്ത് തന്നെയാണ് കക്കൂസും തൂറിലും മൂത്രമൊഴിക്കലൊക്കെ അകത്ത് തന്നെയാണെങ്കിൽ ഈ കോമ്പാക്ടിങ് എബിലിറ്റി കുറഞ്ഞു വരും ശരീരത്തിന്റെ. ഇതൊരു ആവശ്യമാണ്. മഴ നനയുക, കുറച്ച് വെള്ളം നനയുക, അകറ്റുള്ളൂ. അപ്പൊ രോമകൂപമൊക്കെ കുത്തനെ നിൽക്കുക, രോമാഞ്ചം ഉണ്ടാവുക. രോമാഞ്ചം ഉണ്ടായിട്ട് എല്ലാ രോമവും കുത്തി നിൽക്കുമ്പോൾ അവിടെയൊക്കെ സ്പേസ് വരിക. അപ്പൊ അകത്തുള്ള കൊഴുപ്പ് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരിക, തണുപ്പ് സഹിക്കാൻ വേണ്ടി ശരിയാവും. നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന കാര്യം ആലോചിച്ച് നമ്മൾ ഞെട്ടിപ്പോകും. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ 5 പേജ് എഴുതേണ്ടി വരും. കാരണം എല്ലാ രോമകൂപവും കുത്തനെ നിൽക്കുമ്പോൾ ഇതിന്റെ ഇടക്ക് മുഴുവൻ സ്പേസ് വരും. ആ സ്പേസിലേക്ക് അകത്തുള്ള കൊഴുപ്പ് മുഴുവൻ പുറത്തേക്ക് വലിക്കും. എന്നിട്ട് 2 തൊലിന്റെ നടുക്ക് എപ്പിഡെർമസിന്റെ എൻഡെർമസിന്റെ നടുക്ക് കൊഴുപ്പ് നടക്കും. ഇത് ബോഡി കോമ്പാക്ടിങ്. നമ്മൾ ഈ കഴിവ് കൂട്ടുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കഴിവ് കുറച്ചു വരിക. തണുപ്പുണ്ട്, ഉടനെ കമ്പിളി കുപ്പായ എടുത്തിട്ടു. ചെറിയൊരു തണുപ്പ് വരുമ്പോൾ തന്നെ കമ്പിളി കുപ്പായ എടുത്തിരുന്നു. കിടന്നൊന്നും കുറച്ചോളൂ. കാരണം നിങ്ങൾ കിടക്കുന്നതിനെ രാവിലെ എണീറ്റ് മടക്കി വെക്കുന്നു. എന്തിനാ മടക്കി വെക്കുന്നറിയോ? നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് കിടക്ക വരണം. കിടക്കുന്ന സ്ഥലം ബോഡി ടെമ്പറേച്ചർ വന്നാലേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, എല്ലാം ഉറങ്ങില്ല. ഇത് രാവിലെ എന്നിട്ട് മടക്കി വെച്ചാൽ ആ ടെമ്പറേച്ചർ അതിൻ്റെ ഉണ്ടാവും. പഞ്ഞിക്കിടക്കൽ രാത്രി നിവൃത്തി വെച്ചാൽ ആ ടെമ്പറേച്ചർ കുറെ അതിനകത്തുണ്ട്. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ എളുപ്പത്തി സുഖമായിട്ട് ഉറങ്ങി. ഇതുകൊണ്ടാണ് ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നത് ശീലം ഉണ്ടാക്കുന്നത്. ബോഡി ടെമ്പറേച്ചറിലെ ബെഡ്ഷീറ്റ് ഉണ്ടാവും. മടക്കി വെച്ചാൽ ഇതിന്റെ പുറത്ത് പായ പോലും മടക്കി വെച്ച് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചറിൽ കുറച്ച് കുറയുന്നേ ഉള്ളൂ. പകൽ മുഴുവൻ നിന്നുകൊണ്ട് കുറച്ച് കുറയും. രാത്രിയാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഈ തണുപ്പുള്ള സീറ്റിൽ കിടന്നാൽ, തണുപ്പുള്ള ബെഡ് കിടന്നാൽ ആ ടെമ്പറേച്ചർ നമ്മൾ കിടക്കുന്ന സ്ഥലത്തിന് കണക്റ്റാക്കി ടെമ്പറേച്ചർ അപ്പം വരുന്നു. അപ്പം നമുക്ക് ഉറക്കം വരും. അവര് ഉറക്കം വരില്ല. ചാണകം മെഴുകിയ അകത്ത് കിടന്നുറങ്ങിയവരാ നമ്മള്. ആ പൊടി തന്നെയാണ് അമ്മ പ്രസവിച്ചത്.
ഒരു കുട്ടിക്കും ടെറ്റനസ് വന്നിട്ടില്ല. ആ കാലത്ത് മീൻ മുറിക്കുന്ന കത്തി കൊണ്ടാണ് പൊക്കിൾ കൂടി മുറിച്ചത്, എന്നിട്ടും ടെറ്റനസ് വന്നിട്ടില്ല. ഇപ്പൊ വരുന്നുണ്ട്. പണ്ട് ബെൻ ജോൺസൺ മോക്ക് ഡിക്ഷണറിയിൽ തമാശയായിട്ട് പറഞ്ഞത്. അല്ല ടീച്ചറെ, ഒരു തമാശയുണ്ട്, കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. ഇതാണ് ഉത്തരം. അത് അത്ര കോമൺ അല്ല, എല്ലാവർക്കും ഉണ്ടാകാനല്ല. ഒരാൾ വീണു, ഇയാൾ വീണു എന്ന് പറയില്ലേ, പെർപെൻഡിക്കുലാരിറ്റി ചേഞ്ച് ഇൻടു ഹൊറിസോണ്ടാലിറ്റി. ഇതാണ് നിർവചനം. ഇങ്ങനെ കുറെ നിർവചനങ്ങൾ നമ്മൾ ആലോചിച്ച് ചിരിച്ചു. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത കുറെ നിർവചനങ്ങളുണ്ട്. സിഗരറ്റ്, എ വൈറ്റ് സ്റ്റിക്ക് വിത്ത് വൺ ആൻഡ് ഫയർ ആൻഡ് അതർ ആൻഡ് ഫുൾ. എ ഫുൾ ഈസ് എ സിഗരറ്റ്. വലിക്കുന്നോ കുട്ടി? ഞാൻ ഇതുകൊണ്ട് അവരൊന്നും കിട്ടാനില്ല. എന്തിനാ ഇത് വലിക്കുന്നു വെച്ചാൽ പിന്നെ വിശപ്പ് മാറുമോ, ദാഹം മാറുമോ, ജീവിതത്തിൽ എന്തായാലും കൊണ്ട് ആവശ്യം വെച്ചാൽ ഒന്നും അറിഞ്ഞൂടാ. അവ വലിക്കുന്ന ഒരു സുഖം. അതുകൊണ്ട് എ വൈറ്റ് സ്റ്റിക്ക്. ചക്കര ഉണ്ടാക്കണമെങ്കിൽ ചുണ്ണാമ്പ് ചേർത്തേ പറ്റൂ. തെങ്ങിൻ കള്ള് 1 മണിക്കൂർ കഴിയുമ്പോൾ പൊളിച്ചു പോയാൽ പിന്നെ ചക്കര ഉണ്ടാക്കാൻ പറ്റില്ല. കരിമ്പിന്റെ കള്ളായാലും ഒക്കെ വേഗം പുളിക്കും, സ്റ്റാർച്ച് പെട്ടെന്ന് ഫെർമെന്റ് ചെയ്യും. അതുകൊണ്ട് അത് കുറെ ചുണ്ണാമ്പ് ഇട്ട് വെച്ചാൽ ഫെർമെന്റ് ചെയ്യില്ല. ആ ചുണ്ണാമ്പ് ഇത് ചക്കരയാക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചുണ്ടാവും. അതിന്റെ ശരിക്കും അതിന്റെ തലയിൽ അത്രയും ചുണ്ണാമ്പുണ്ടാവും. ബാക്കി വെച്ച് കളയും, അത് ഈ മട്ട് കളയും. ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ചുണ്ണാമ്പ് അല്പം എത്തുന്നുണ്ട്. നമുക്കിപ്പോ കാൽഷ്യം കുറയാനൊരു കാരണം തന്നെ, ഒരു പെണ്ണിന് കാവുകര മുടിയുടെ ഉള്ളിൽ ഒളിപ്പിക്കാൻ പറ്റിയിരുന്നു. ഒരു വടകരക്കാരത്തി പെണ്ണിന് പാലാട്ട് കോമിനെ ഒളിപ്പിക്കാൻ പറ്റിയിരുന്നു. ആ മുടിയെ പറ്റിയൊക്കെ വർണ്ണിക്കുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ നോക്കും. സത്യത്തിൽ അന്നത്തെ ചക്കര ഒരു കാരണമാണ്, ഭക്ഷണ രീതി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനിയും സാധിക്കും ആ ഭക്ഷണ രീതിയിൽ സ്വല്പം മാറ്റം വന്ന് വേണ്ടത്ര കാൽഷ്യം കിട്ടി. ഈ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് മുടിയെന്ന് മനസ്സിലാക്കി, മുടിയിനുള്ളിലൂടെ കുഴലുണ്ടെന്ന് മനസ്സിലാക്കി, വായുസഞ്ചാരമുണ്ട്. ഓരോ രോമവും ഓരോ കുഴലാണ്. ആ കുഴലിലൂടെ വായുസഞ്ചാരമുണ്ട്. വായുസഞ്ചാരം പോയാൽ അപ്പോ അവിടുന്ന് മുടി കൊലക്കും, രണ്ടായി മാറും, ബ്രാഞ്ചായിട്ട് വരും. ബ്രാഞ്ചായിട്ട് വന്നിട്ട് അതിലൂടെ വായുസഞ്ചാരം ഉണ്ടാക്കാൻ പറ്റുമെന്നാ നോക്കുന്നത്. അത് പൊടിയാൻ തുടങ്ങും. പിന്നെ ഫ്ലിക്ക് ചെയ്താൽ പിടിച്ചാൽ പൊടിഞ്ഞു, ചെറിയൊരു കഷ്ണമായിട്ട് പൊടിഞ്ഞു പോകും. അത് തന്നെ മലബന്ധം വന്നെന്ന് വെച്ചോ, കഠിനമായ മലബന്ധം വന്നാൽ ഗുദത്തിന് ചുറ്റും കുരു വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടയില്ല. അപ്പൊ തലച്ചോറ് ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ വേറെ ഓട്ട ഉണ്ടാക്കാനപ്പുറം മറ്റൊരു ഓട്ട ഉണ്ടാക്കും. അതാണ് ഭഗന്തരം. അന്തരമായ മറ്റൊരു ഭാഗം ഉണ്ടാക്കുക, ഒരോട്ട ഉണ്ടാക്കുക, അതിലൂടെ മലം കളയാൻ നോക്കും. അതും വരാന്ന് വന്നാലോ അതിനപ്പുറം വേറൊന്നുണ്ടാക്കും. ഗുദത്തിന് ചുറ്റും ഓട്ട വന്നവരൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാ തൂറുക എന്നുള്ള കാര്യം മഹാത്ഭുതമാണ്. ഷവർമാരി ഉണ്ടാവേണ്ടി വരും. ഗുദത്തിൽ ഉള്ള മെംബ്രെയിൻ അകത്തോട് വരുന്ന അസിഡിറ്റി ഉള്ള മലം നമ്മളെ പേശികളെ ടച്ച് ചെയ്യില്ല. ഈ മറ്റൊരു പിന്നെ ഇതുണ്ടാവുമ്പോ പേശികളെ ടച്ച് ചെയ്യും, ഓട്ട ഉണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര വേദനയായിരിക്കും. ഈ അസിഡിറ്റി സാധനം വയറ്റിലുള്ള പേശികളെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ല വേദന ഉണ്ടാവും. ഇതാണ് മലബന്ധം. മലബന്ധമില്ല, മലബന്ധമില്ല, മൂലക്കുരുവില്ല. ബലം പ്രയോഗിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ എന്താ നടക്കുന്നത്? അവിടുത്തെ ധമനികളിൽ മുഴുവൻ ബ്ലഡ് കൂടുതൽ അയക്കുകയാണ്. എല്ലാം ബ്ലഡ് കൂടുതൽ അയച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രഷർ ഉണ്ടാക്കുന്നത്, എല്ലാം വണ്ണം വെപ്പിക്കുന്നത്. ബ്ലഡ് കൂടുതൽ പോകുമ്പോൾ ഇത് എൻഡാണ്. ഗുദം തന്നെ ഒരു എൻഡാണ്. എൻഡിൽ പോയി അത് അവസാനിക്കും. അപ്പൊ എൻഡ് വണ്ണം വെക്കാനാവും. ആ ധമനിന്റെ എൻഡ് വണ്ണം വെക്കും. വണ്ണം വെച്ച് ചിലപ്പോ ഇത് കുരുവായിട്ട് പുറത്തേക്ക് വരും. ധമനിക്കല്ല കട്ടികളാണ്. കട്ടി കുറഞ്ഞാണെങ്കിൽ ഇത് പൊട്ടും, പൊട്ടിയിട്ട് ബ്ലഡ് ആയിട്ട് പോകും. ഇതാണ് മൂലക്കുരു. പൊട്ടിയാൽ ബ്ലീഡിംഗ് ഉണ്ടാവും, പൊട്ടിയിട്ടില്ലെങ്കിൽ ഇത് കുരുവായിട്ടുണ്ടാവും. മലശോധന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും. എനിക്ക് ഏറ്റവും സംശയമുള്ള ഞാൻ പറഞ്ഞതാണ്, കുറച്ച് കൊല്ലത്തിനുള്ളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ മുഴുവൻ നമുക്ക് മൂലക്കുരുവായിട്ട് ചികിത്സിക്കുന്നതാണ്. എല്ലാവരും പൊറോട്ട തിന്നും, ഉച്ചക്കത്തെ ഭക്ഷണം പൊറോട്ടയാണ്, പഞ്ചായത്ത് വാങ്ങിക്കൊടുക്കുന്നു. ഞാൻ ഏറ്റവും രസമുള്ള കാര്യം പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിക്കാർ മുഴുവൻ പ്ലാസ്റ്റിക് ബാഗും കൊണ്ട് ഇവരെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വടകര റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ ആ കോർണറുള്ള വലിയ ഹോട്ടലിൽ നിരക്ക് നമുക്ക് ഞാൻ ചെയ്തൊക്കെ പോയാൽ സീറ്റ് ഇല്ല. ഞങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കണം, സീറ്റ് കിട്ടില്ല. എല്ലാ സീറ്റിലും ആളുണ്ടാവും. എല്ലാവരും പൊറോട്ടയും മീൻകറിയാണ്. രാവിലെ ഇത് കഴിച്ചിട്ടാ ജോലിക്ക് പോകുന്നത്. വരുമാനമുണ്ട്, ഇത് കഴിച്ചിട്ട് ജോലിക്ക് പോകും. മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണം അമ്മ കഴിക്കുകയും ആ മുലപ്പാൽ കുട്ടി കഴിക്കുകയും ചെയ്യുന്നു. മുലപ്പാലിലൂടെ പോലും മുലക്കുരു വരാം. കഴിക്കുന്ന ഫ്രൂട്ട്സും ചിലപ്പോ ഫൈബർ നില്ലായ ഫ്രൂട്ട്സ്. ആപ്പിൾ ഫൈബറിനില്ല, ഫൈബർ വളരെ കുറവാണ്. പേരൊക്കെ നല്ലോണം ഫൈബർ ഉള്ളതുമാണ്. വെള്ളക്കാരൻ ആപ്പിൾ കഴിക്കാതിരുന്ന കാലത്ത് പ്രോട്ടീനും ഫാറ്റും കുറഞ്ഞ പഴമാണ് ആപ്പിൾ. കാരണം അവർക്ക് പ്രോട്ടീനും ഫാറ്റും മാംസത്തിലൂടെ കിട്ടും. അതുകൊണ്ട് അവന് കണക്കായിട്ടുണ്ടായ പഴം, ശീതരാജ്യത്ത് പഴം, ആ പഴം അവർ കഴിച്ചിരുന്നു. കാരണം അത്രയും വൈറ്റമിൻ സി ചെന്നില്ലെങ്കിൽ ഇവൻ ഡോക്ടറെ കാണേണ്ടി വരും. കാരണം ഇത്രയും ഫാറ്റ് വരുമ്പോൾ ചീത്തയായ ഫാറ്റ് പുറത്തു പോകണം. ഫാറ്റ് മാനേജ്മെന്റ് പറയാം. ഇപ്പോൾ ധാരാളം വൈറ്റമിൻ സി കിട്ടണം. വൈറ്റമിൻ സി കിട്ടുന്ന ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരോട് ആപ്പിൾ കഴിക്കാൻ പറഞ്ഞത്. അവ കഴിച്ചാൽ ഡോക്ടർക്ക് പോണ്ടിയില്ല, അല്ലെങ്കിൽ ആഴ്ചക്ക് 5 ദിവസവും ഡോക്ടർക്ക് ആയിരിക്കും. നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന പഴം എത്രയാ? എന്തെല്ലാം തരം പഴമുണ്ട്, എത്ര ഇനം മാങ്ങയുണ്ട്? 3080 തരം മാങ്ങ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ജ്യോതി, എന്റെ ജോൺ ഡയറക്ടറാണ്, കേരളത്തിൽ നിന്ന് കണ്ടത്. 3080 തരം മാങ്ങ. സ്ഥിരമായി മലബന്ധം വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മലാശയം മാത്രമല്ല, വലിയ കുടൽ മുഴുവൻ നിറഞ്ഞ് സ്ഥിരമായ രൂപത്തിൽ വരും. അപ്പൊ ഇതിന്റെ മടക്ക് നിവർന്നു പോകും. ആ പ്രഷർ കൊടുക്കാനുള്ള കഴിവ് പറയും. അപ്പൊ നമ്മള് ബലം പ്രയോഗിച്ച് ചോറുണ്ട് കുറ്റി പോലെ ടൈറ്റ് ആവും മലാശയങ്ങളൊക്കെ. നല്ല പ്രഷർ ഉണ്ട്. പ്രഷർ വരുമ്പോൾ ധമനിയിൽ മുഴുവൻ ബ്ലഡ് നിറയും. ധമനിന്റെ എൻഡ് വണ്ണം വയ്ക്കും. ആ എൻഡ് വണ്ണം വെച്ചാൽ അതാണ് മുലക്കുരുവായിട്ട് മാറും.
ഇങ്ങനെ അങ്ങനത്തോളം കഫത്തിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് എങ്ങനെയാ വരിക? ശരീരത്തിൽ കോശങ്ങളുണ്ടായിരുന്ന അഴുക്ക് കൊഴുപ്പിൽ അലിയിക്കുന്ന കൊഴുപ്പുണ്ടാവും. വെള്ളത്തിൽ അലിയുന്ന ഉടൻ ബ്ലഡിന്റെ കൂടെ വന്നിട്ട് മൂത്രത്തിലൂടെ അരിച്ച് പുറത്തു പോകും. വായുവായിട്ട് വരുന്ന മുഴുവൻ ശ്വാസകോശത്തിലൂടെ പുറത്തു പോകും കാർബൺ ഡയോക്സൈഡ്. ഫാറ്റ് സോളിബിൾ ആയ എങ്ങനെയാ പോവാ? അഴുക്കുള്ള ഫാറ്റ് മുഴുവൻ കരള് അരിച്ച് വയറ്റിലേക്ക് അയക്കും. മ്യൂക്കസ് മെമ്പറൈനിലൂടെ വയറ്റെത്തും. അത് മലത്തിന്റെ കൂടെ ലൂബ്രിക്കന്റ് ആയിട്ട് പുറത്തു. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലെ ആസിഡ് ഒരിക്കലും വയറിന് തട്ടില്ല. നിങ്ങൾ വയറിളക്കാൻ സ്ഥിരമായിട്ട് മാണിപത്രം കഴിക്കുന്നു. കഴിക്കുന്നവൻ പൈനാപ്പിൾ കഴിച്ചുപോയോ? പൈനാപ്പിൾ നല്ല അസിഡിറ്റി ഉണ്ടാക്കുന്ന സാധനം, അമൃതമുള്ളതാണ്. പൈനാപ്പിൾ കഴിച്ചുപോയോ വായ്പുണ്ട് വരും. കാരണം വയറ് മുഴുവൻ മുണ്ണായി. മദ്യപാനം കൊഴുപ്പിൽ കഫാലിയും. അപ്പൊ ഈ മ്യൂക്കസ് മെമ്പറൈൻ പൊളിഞ്ഞു പോയോ വയറ് പുണ്ണായി. അത് ആദ്യം പുണ്ണാവുക കരളായിരിക്കും. അതാണ് മദ്യം കഴിക്കുന്നവർക്ക് ലിവർ സിറോസിസ് വരുന്നത്, പുണ്ണാവുന്നത്. അല്ലെ കുറച്ചു കാലം കഴിഞ്ഞ് ഇത് കോട്ടിങ് വരും. ഇതിന്റെ പുറത്ത് മെമ്പറൈന് കോട്ടിങ് വരും, കട്ടി വരും, തയമ്പ് വന്നു പോകും. നമ്മളെ തയമ്പ് പിടിച്ചവർക്ക് എത്ര നേരം പിടിച്ചാലും ടെമ്പറേച്ചർ അടിക്കില്ല. അത് മതി. അപ്പൊ ഭക്ഷണം സ്വീകരിക്കില്ല. അത് മെലിഞ്ഞുണങ്ങി. ശരീരത്തിന് രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ പിത്തം സഹിക്കാവുന്ന രീതിയിൽ വയറിനെ മാറ്റുക, അല്ലെ പിത്തത്തിന്റെ പ്രവാഹങ്ങൾ നിർത്തുക. ഒരു ഭക്ഷണവും വേണ്ട. പിന്നെ ഭക്ഷണം കഴിക്കല ചാരായം മാത്രം മതി. ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാൽ ലിവർ പിത്തരസം ഉണ്ടാക്കുന്നത്. പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക? ഭക്ഷണം സ്വീകരിക്കുന്നേ ഇല്ല. അവരെന്തെങ്കിലും ചെറിയ സാധനം എന്തെങ്കിലും തിന്നെങ്കിലായി. ഊർജം വളരെ കുറച്ചായിരിക്കും. അവർക്ക് ഊർജ്ജ ഉത്പാദനമില്ല, അധ്വാനിക്കാൻ പറ്റില്ല. അവർക്ക് നന്നായിട്ട് തൊള്ളയിടാം. അതിന് ഊർജ്ജം തീർന്നു പോയാൽ ബോധം കിട്ട് കിടക്കും. അപ്പോൾ വീണ്ടും ചാരായം കഴിക്കേണ്ടി വരും. അപ്പോൾ ഗ്ലൂക്കോസ് കുറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങും. കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രക്രിയയാണ്. കാരണം കുളിക്കുക എന്ന് പറഞ്ഞാൽ ഷവറിന്റെ മുകളിൽ പോയി 5 മിനിറ്റ് കൊണ്ട് കുളിച്ചേക്ക് പറ്റില്ല. നിങ്ങൾ കുളിക്കുമ്പോൾ എന്ത് വേണം? മേലെ ആസകലം തലോടണം, എല്ലാം തലോടണം. അതുകൊണ്ട് ഏറ്റവും നല്ല വഴി തോർത്ത് വീട്ടിൽ നന്നായിട്ട് ഉരക്കുക, പുറത്തൊക്കെ ഇറക്കുക. അപ്പൊ ലിംഫിന്റെ പ്രവാഹം ഉണ്ടാവും. പിന്നെ വ്യായാമം വേണമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഒരു കരിങ്കലിന്റെ കഷ്ണം കൊണ്ടാണ് ഗാന്ധിജി മേല് വെച്ചിരുന്നത്. ഒരു കരിങ്കൽ സ്ഥിരമായിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് വരച്ചിരുന്നത്. നിങ്ങൾ ഈ പറയുന്ന മാതിരി അഴുക്കൊന്നും ശരീരത്തിൽ എന്ത് വേണം? മാസേജിങ് നടത്തണം. നന്നായി മാസേജിങ് നടത്തണമെങ്കിൽ തോർത്തൊന്ന് നല്ലോണം ഉരച്ച് കഴുകിയിട്ട് നിങ്ങൾ ആ മേല് സോപ്പ് തേക്കുന്നവരെ തോർത്ത് ഏത് പണ്ടാര സോപ്പ് കൊണ്ടും കലക്കിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ സോപ്പ് മേല് തേക്കും തോറും തൊലിയുടെ ഈ പ്രതിരോധ ദ്രാവകം കഴുകിക്കളയും നമ്മൾ. കാരണം പാമ്പിന് പോകുന്ന പോലെ തന്നെ നമ്മുടെ ബാഹ്യചർമ്മം പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. 7 കൊല്ലം കൂടുമ്പോൾ ബാഹ്യചർമ്മം മുഴുവൻ മാറും. മുഴുവൻ തോലും മാറി 7 ദിവസം കൂടുമ്പോൾ തോലിന്റെ ഒരു കുറച്ച് പോകുന്നതാണ്. ആ തോലാണ് കൊണ്ടുവരുന്നത് ചേറിലാണ്. തോല് കുറെ പൊളിഞ്ഞു പോകും. അല്ലെങ്കിൽ ആ പോണം. അത് തോട്ടം വരച്ചാലോ കൈകൊണ്ട് വരച്ച് കഴുകിയാലോ പോകും. ഇതൊന്നും അഴുക്കല്ല. അഴുക്കാണെങ്കിൽ ടൗണിൽ പോകണം. നിങ്ങൾ ടൗണിൽ പോയി വാഹനത്തിന്റെ പുകയൊക്കെ തട്ടി കഴുത്തിനൊക്കെ കറുപ്പ് നിറം വരും. അത് അപ്പൊ സോപ്പ് തേച്ചോളണം. അപ്പൊ സോപ്പോ കടലപ്പൊടിയോ എന്തെങ്കിലും തേച്ചിട്ട് കളഞ്ഞോളണം. കാരണം ലെഡൊക്കെയുള്ള പുകയാണ്. വാഹനത്തിന്റെ പുകയാണെങ്കിൽ കഴുത്തിനൊക്കെ കറുപ്പ് നിറം വരും, ഷർട്ടൊക്കെ കറുപ്പ് നിറം വരും. അപ്പോ ടൗണിലൊക്കെ പോയാൽ തീർച്ചയായിട്ടും സോപ്പ് തേക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടലപ്പൊടിയോ ചെറുപയർ പൊടിയോ എന്തെങ്കിലും തേച്ച് കഴുകേണ്ടി വരും. അതല്ലാത്ത അവസ്ഥയിൽ നമുക്ക് അങ്ങനെ അഴുക്കില്ല. നമ്മൾ ഈ ഉരച്ച് കഴുകും തോറും ലിംഫ് നഷ്ടപ്പെടുകയാണ്. സോപ്പ് തേക്കും തോറും പ്രതിരോധ ദ്രാവകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നേരത്തെ രോമം നരക്കും. ശരീരത്തിലൊക്കെ രോമം നരക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, മാഷക്ക് ഇത്ര വയസ്സിട്ടുണ്ട് കൈയുടെ രോമമൊന്നും നരച്ചിട്ടില്ലല്ലോ. പലർക്കും നരക്കാറുണ്ട്. ഞാൻ സോപ്പ് തേക്കാറില്ല. അപ്പൊ എനിക്കിന്റെ ആവശ്യമില്ല. ഈ കൺപുരികം പോലും നരക്കുന്നത് ഇപ്പൊ ഷെയ്വ് ചെയ്ത് കൂടുതൽ ഷെയ്വ് ചെയ്യുന്നുണ്ട്. ആ താടി ആദ്യം നരക്കും. നിങ്ങളുടെ ജീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് രോമത്തിന് ഇത്ര നീളം വരണം. അത്രയും നീളം വന്നു കഴിഞ്ഞാൽ പിന്നെ നരച്ച രോമേ വരും. എങ്ങനെ ഷേവ് ചെയ്താലും രോമം മുറിച്ചാലല്ലേ അതിന് നീളം കണക്കുണ്ട്. അതുമാതിരി മുടി മുറിക്കുന്നതാണെങ്കിൽ മുട്ടയടിക്കുന്ന നരച്ചോ തലവേദന നരക്കും. സ്ത്രീകൾക്ക് നരക്കാനുള്ള സാധ്യത കുറയുന്നത് മുടി നീട്ടി വളർത്തുന്നുണ്ടാവും. മുടി മുറിക്കാത്തവർക്ക് നരക്കുന്ന ഏറ്റവും കുറയും. പിന്നെ നടക്കുന്നുണ്ടെങ്കിൽ ഈസ്ട്രോജനൊക്കെ സ്ത്രീ ഹോർമോണൊക്കെ കടക്കുന്നതുകൊണ്ടൊക്കെയാണ്. മറ്റു കാരണങ്ങളാണ്. ജനറ്റിക്കലല്ല, പാരമ്പര്യത്തിനുള്ളതല്ല, സ്ത്രീകളായതുകൊണ്ടുമല്ല. അതിങ്ങനെയാണ് കാരണം. അപ്പൊ നിങ്ങൾ ക്ലീൻ ആയിട്ട് ഷേവ് ചെയ്യുന്ന വെച്ചു ദിവസേന ഷേവ് ചെയ്യുന്നവർക്ക് വേഗം നരക്കും. ഒരാഴ്ച കൂടുമ്പോൾ ഷേവ് ചെയ്യുന്നവർക്ക് നരക്കൽ കുറയും. കാപ്പിലറി ട്യൂബിൽ ബ്ലോക്ക് വന്നു നേരിച്ചു. ഏറ്റവും സൂക്ഷ്മമായ മുടിനാരിന്റെ 100 ഗ്രാംസുള്ള ഞരമ്പുകളുടെ ശരീരത്തിൽ ബ്ലോക്ക് വന്നു നേരിച്ചു. നമ്മളെന്തെങ്കിലും എന്താ കൊടുക്കാറിയോ? കഞ്ഞിയിൽ നിലമ്പരൻ്റെ ഇട്ട് കഴിക്കാൻ പറയും. ആ ബ്ലോക്ക് മുഴുവൻ കഞ്ഞി പോകും. നല്ല തവിടുള്ള അരിയുടെ കഞ്ഞി വെച്ച് കുടിക്കുക. അതിനകത്ത് നിലമ്പരൻ്റെ ഇടുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ കഞ്ഞി വെന്ത് കഴിഞ്ഞാൽ നിലമ്പരൻ്റെ അടുത്ത് കളഞ്ഞേക്ക് കഴിച്ചോളൂ. ഒരു സംശയമില്ല. ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്. കയ്യിന്റെ ചെറുവയറിൽ മുഴുവൻ തരിച്ചു വരും. പെൺകുട്ടി നല്ല തരിപ്പാ. ഈ ഭാഗമൊന്നും അറിയില്ല, തൊട്ടാലൊന്നും അറിയില്ല. ഞാൻ മരുന്ന് പിടിച്ച് ഞെക്കി വേദനയാക്കിയൊക്കെ നോക്കുന്നില്ല, അറിയുന്നില്ല. കഞ്ഞി കുടിച്ചോളാൻ പറഞ്ഞു. ഒറ്റ ആഴ്ച കഴിയുമ്പോൾ ഇവിടെയൊക്കെ ടെമ്പറേച്ചർ വന്നിരുന്നു, തണുപ്പ് പോയത്. അപ്പോഴാണ് പ്രസവിച്ച ഉടനെ കുട്ടി വന്ന ഉടനെ ആദ്യത്തെ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ മൂർധാവില് 4 തുള്ളി നിലമ്പരണ്ടയുടെ നീരുറ്റിക്കാൻ ആയുർവേദ ഗ്രന്ഥത്തിൽ ബാലചികിത്സയിലുണ്ട്. ശരീരത്തിൽ ആകെ രക്തപ്രവാഹങ്ങൾ ശരിയാവും. ആയുഷ്കാലത്ത് കുട്ടിക്ക് രോഗം ഉണ്ടാവില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാ കാപ്പിലറിറ്റിയും മൂർധാവ് കൂടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് മൂർധാവിന് 4 തുള്ളി തടവി ചേർക്കാൻ പോലും പാടില്ല. മൂർധാവിനോട് എത്തിച്ചേക്കുക. അപ്പോ ഇത് ഉൾവലിക്കും. ഉൾവലിച്ചാൽ എല്ലാ കാപ്പിലറി ട്യൂബും നടക്കുന്നു.
ആ കുട്ടിക്ക് വെള്ളവാതവും മറ്റുള്ള പിന്നെ ബാല TB തുടങ്ങിയിട്ടുള്ള ഒരു സാധനം വരില്ല. ഇൻഫന്റൽ ഡിസീസസും ഒക്കെ കളയാൻ ഈ ഒരൊറ്റ കാര്യം. സർജറി ഒന്നും ആയുർവേദത്തിന് ആവശ്യമില്ല. സ്ത്രീ പ്രസവിക്കുന്ന അവരറിയില്ല. ആ രീതിയിൽ മരുന്നുണ്ട് ആയുർവേദത്തിൽ. പിന്നെ കാലിന് നീര് വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഒറ്റ ഉയരം കുറഞ്ഞ സ്ത്രീയാണ്, കുഞ്ഞിന്റെ തലക്ക് വണ്ണമുണ്ട്, അപ്പോൾ മൂത്രാശയമൊക്കെ ചുരുങ്ങിപ്പോവും. അപ്പോൾ മൂത്രം പോയി തീരില്ല. കാലിന് നീര് വന്നിട്ട് ഇത്തിരി ചെറുപുളി ഇട്ട് കഞ്ഞി വെച്ച് കൊടുത്താൽ സുഖമായിട്ട് മൂത്രം പോകും. മൂത്രം ഒഴിക്കുന്ന തവണ കൂടും. ഇടയ്ക്കിടയ്ക്കേ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. ചെറുപുള കഞ്ഞിലിട്ട് കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. കിഡ്നി നന്നായി പ്രവർത്തിക്കും. ഞെരിഞ്ഞിൽ ശരിയായ ഔഷധം. അത് പക്ഷേ ഗർഭിണികൾക്ക് കൊടുക്കില്ല. ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂത്രം ഒഴിക്കണം വിചാരിക്കുമ്പോൾ കൊച്ചിലേക്ക് ഒഴിച്ചു പോകും. ലാസിക്സ് കൊടുത്ത അതേ ഫലമാണ്. മൂത്രം ഒഴിക്കണം വിചാരിക്കുമ്പോൾ വെച്ചോളണം, വിചാരിക്കുമ്പോഴേക്ക് മൂത്രം പോയിരിക്കും. കഴിയുന്നതും 4 വയസ്സ് വരെ കഴിയുന്നത്ര മരുന്ന് ഒഴിവാക്കുക. ഉള്ളിൽ കൊടുക്കുന്നത് പുറത്തെന്തൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ അതൊക്കെ പ്രയോഗിച്ചോളാം. ഉള്ളിൽ മരുന്ന് കൊടുക്കരുത്. എല്ലാ മരുന്നും വിഷമാണ്. അഗ്നിവിഷം എന്നുള്ള ആയുർവേദ ആചാര്യം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ മരുന്നും വിഷമാണ്. എല്ലാ വിഷവും മരുന്നുമാണ്. ഏത് വിഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം. അഗ്നിവിഷൻ ആയുർവേദ ആചാര്യം തന്നെ എഴുതി വെച്ചാണത്. അതുകൊണ്ടാണ് മരുന്ന് ഉള്ളിൽ കൊടുക്കരുത് കുട്ടി. എങ്ങനെയൊക്കെ പുറത്ത് എന്തൊക്കെ പ്രയോഗിക്കാൻ പറ്റും. ഇപ്പൊ പനിയുണ്ട്, തൊണ്ടകളിലൊക്കെ കഫ ഇറങ്ങിയിരിക്കും, തൊണ്ടവേദനയുണ്ട്, ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടി. അല്പം പനിക്കൂർക്കിന്റെ ഇലയെടുത്ത് ആവിയിൽ വെച്ച് വാട്ടി പിഴിയുക. ഒരു ₹100 വലുപ്പത്തിൽ തുണി, നേരിയ പരുത്തി തുണി മുറിച്ച് അതിൽ മുക്കി മൂർധാവിലൊട്ടി. നെഞ്ചിലെ കഫം മുഴുവൻ പോയി. ഉള്ളു മരുന്ന് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ ഒരു കാര്യം, ഒരു ദിവസം എടുത്ത് പിറ്റേന്ന് ഉപയോഗിക്കരുത്. ദിവസം എടുത്ത നീര് അന്നേ ഉപയോഗിക്കാവും, പിറ്റേന്ന് ഉപയോഗിക്കാൻ പാടില്ല. തുണി അത് ഉപയോഗിക്കാം. അതിന് ഇത് പുളിച്ചു പോകാൻ പാടില്ല എന്നർത്ഥം. ചെറിയ തുണി കഷ്ണം വട്ടത്തിൽ ചെറിയൊരു കഷ്ണം മുറിച്ചിട്ട് നല്ല കോട്ടൺ തന്നെ ആയിരിക്കണം. ഇത് കുടിക്കണം. ഇത് എടുത്തിട്ട് മൂർധാവ് കൂടുന്നത് വരെ 90 ദിവസത്തിയാലേ എല്ല് കൂടുള്ളൂ. അതുവരെ ഇവിടെ ഓട്ടയല്ലേ, അതിനകത്ത് അങ്ങ് വെച്ചോട്ടെ. അത് കൂടിക്കഴിഞ്ഞാൽ തുണി 3 മടക്കാക്കണം. എന്നിട്ട് മൂർധാവിൽ വെച്ചോക്കണം. അപ്പോൾ 2 വയസ്സ് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് മൂർധാവിൽ വെച്ചാൽ തന്നെ കുട്ടിയുടെ തൊണ്ടയിലെ കഫം മുഴുവൻ പോവും. അഥവാ കൂടുതലുണ്ട്, കൂർക്കലിന്റെ ഇല അവര് വെച്ച് വാട്ടി പിഴിഞ്ഞ നീര് നെഞ്ചിന് തള്ളുക. വേറെ കാര്യം ചെയ്യാം. പനിക്കൂർക്കലിന്റെ ഇല എടുക്കുക. ഒരു 2 ഇല എടുത്ത് തേങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു വെച്ചേട്ടെ. തൊണ്ടവേദന പോയില്ല, അപ്പ പോയില്ലേ. മുത്തിൽ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കും. ഇല ചേർത്ത ചമ്മന്തി. അഥവാ വയറ് ചീത്തയായിരിക്കുന്നു, വയറ് കടിയുണ്ട്, വയറെന്തോ ഒരു സുഖമില്ല, വയറ്റിന്റെ പോണം തോന്നും, കക്കൂസ് പോയ പോവുകയില്ല. എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് വെച്ചോ, പുളിയാറിൽ ഇറച്ചിയ ചമ്മന്തി ഉണ്ടാക്കണം. പുളിയാറിലെന്ന ചെടിയുണ്ട്, 6 ഇല. അതേപോലെ ചെറിയ ചെടി 6 ഇലയുണ്ട്. മുകളിൽ അരച്ച് കലക്കി കുടിച്ചാൽ വയറ്റിലെ അമീബിയാസിസ്. അല്ല, സാധാരണഗതിയിൽ ചുമയുണ്ടെന്ന് വെച്ചോ കുട്ടിക്ക്, ചെറിയ കുട്ടി ചുമച്ചോണ്ടിരിക്കുന്നു, 6 ഇല എടുക്കുക, അവിൽ വെച്ച് വാട്ടിപ്പിഴിയുക, പനിക്കൂർക്കലിന്റെ എല്ലാം ചേർക്കുക, കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുത്തോളാം. ഉള്ളിൽ കൊടുക്കുക. 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടിക്കൊക്കെ ഏറ്റവും നല്ലതാ. തേനും ചേർത്ത സുഖമായിട്ട് കഴിച്ചോളൂ. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ വാതകാലവും 8 മണിക്ക് ശേഷം കഫകാലവുമാണ്. മിക്കവാറും പല്ലുവേദന ഇത്തരം രോഗങ്ങളൊക്കെ വരും ആ സമയത്തായിട്ട്. മല്ലിയില കഴിച്ചാൽ എന്താ മെച്ചെന്ന് വെച്ചാൽ അത് കരളിനാണ്. കരളിന് കുഴപ്പമുണ്ടായി, പിത്തം വല്ലാണ്ട് ഉണ്ടാവുന്നു, നെഞ്ചരിച്ചിൽ വരുന്നു. അപ്പോ പുളിയില്ലാത്ത മോരിന്റെ അകത്ത് മല്ലിയില അരച്ച് ചേർത്ത് അല്പം ഉപ്പും പച്ചമുളകൊക്കെ ചേർത്തിട്ട് കഴിച്ചോളൂ. കുട്ടിക്ക് പാല് കുടിച്ചാൽ കഫത്തിന്റെ രോഗം വരുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കാച്ചി പാല് കൊടുത്താൽ മതി. കപ്പ എന്ന് പറയുന്ന സാധനം ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം, അത് ഏറ്റവും കൂടുതൽ 65% സ്റ്റാർച്ചാണ്. ടാപ്പിയൊക്കെ കപ്പ. ഡയബറ്റീസിന് 1 കാരണമാണത്. കപ്പയും ചോറും ഒന്നിച്ച് കഴിക്കും. കാച്ചലിൽ പോയി കഴിച്ചിട്ട് കഞ്ഞി കുടിക്കാം. അതിന് നമ്മൾ ചക്കയും കഞ്ഞിയല്ല, ശരിക്കും പ്രയോഗം എന്താണ്? ചക്കയും കോരിക്കുടിയാണ്. വെള്ളം വളരെ കൂടുതൽ, വറ്റ് വളരെ കുറവാണ്. കഞ്ഞി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി കിട്ടിക്കഴിഞ്ഞാൽ ചക്ക വേഗം ധരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇഞ്ചി ചേർത്ത ചമ്മന്തി ഒക്കെ ഉണ്ടാക്കും. ശരിയായ കഞ്ഞിയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതൽ, അതാണ് വേണ്ടത്. ചക്കയുടെ പുഴുക്കിന്റെ കൂടെയൊക്കെ അതാ വേണ്ടത്. ഇനി കപ്പയുടെ പുഴുക്കാണെങ്കിലും കഞ്ഞി വെള്ളമാണെങ്കിൽ കുടിക്കാം. വറ്റ് കൂടുതൽ വരുമ്പോൾ സ്റ്റാർച്ചിന്റെ അളവ് വളരെ പെട്ടെന്ന് കൂടും. വളരെ പെട്ടെന്ന് കൂടുമ്പോൾ അത്രയും ഇൻസുലിൻ ഉണ്ടാകേണ്ടി വരും. ഡയബറ്റീസുകാർക്ക് ചോറ് തിന്നാം, കുറേശ്ശെ കഴിക്കാവും. എത്ര ഗ്ലൂക്കോസ് കോശങ്ങളിലെത്തുന്നോ, എത്ര ഇൻസുലിൻ ആവശ്യമാണോ ശരീരത്തിലുണ്ടോ, അതിനനുസരിച്ച് കുറേശ്ശെ കഴിക്കാവൂ. ശരിക്കും ഭാര്യമാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം, ഡയബറ്റീസ് വന്നോ പിറ്റേന്ന് മുതൽ ഇനി തിന്നാൻ കൊടുക്കില്ല, ആള് തൂക്കം കുറഞ്ഞ് മെലിഞ്ഞെത്തു. ഇങ്ങനെയല്ല തരേണ്ടത്. ചോറിനകത്ത് സ്റ്റാർച്ച് കിട്ടാനുള്ളൂ. അതുകൊണ്ടൊന്നും കാര്യമില്ല. 1 കൊല്ലം പഴയ നെല്ല്, അതിന്റെ അരി കൊടുക്കാൻ പറ്റുമോ കഴിക്കാം. നെല്ലിന്റെ അകത്തുനിന്നാകുമ്പോൾ നെല്ല് ജീവനുള്ളതാണ്. ജീവനുള്ളതായതുകൊണ്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർച്ച് 5% ഉപയോഗിക്കും. പച്ച നെല്ല് സൂക്ഷിക്കുക, 1 കൊല്ലം കഴിഞ്ഞാൽ പ്രമേഹക്കാർക്ക് കഴിക്കാം. അങ്ങനെ പനിയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന പഴയ പൊടിയരി കഞ്ഞിയാണ്. പഴയ അരി ആയിരിക്കണം, പൊടിയരി ആയിരിക്കണം. സ്റ്റാർച്ച് കുറക്കുന്ന ഒരു വിദ്യയാണ്. അരിയുടെ സ്റ്റാർച്ച് 35%, ഗോതമ്പ് 30%. അപ്പൊ 1 കൊല്ലം പഴയ നെല്ലിന്റെ അരിയും ഗോതമ്പും തമ്മിൽ ഒരു വ്യത്യാസമില്ല. സ്വാദ് കുറയും, മധുരം കുറയും. അപ്പൊ ഗോതമ്പിനേക്കാൾ സ്റ്റാർച്ച് കുറഞ്ഞത് തന്നെയാണ്. അതും വെളുത്ത ഗോതമ്പാണ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ അത് 32% ഉണ്ട്. നല്ല വെള്ള ഗോതമ്പല്ലേ, അത് 32% വരും സ്റ്റാർച്ച്. അപ്പൊ പഴങ്ങൾ ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. ഷുഗർ ആയ ഒരു പഴം മാത്രം കൊടുത്തു നോക്കുന്നത്.
പഴം മാത്രം തീർച്ചയായിട്ടും ഷുഗർ പോകും. കാരണം നിങ്ങൾ കരിമ്പിന്റെ ജ്യൂസ് കുടിച്ചാൽ ഇത് അബ്സോർവ് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് വരാൻ കുറെ സമയം എടുക്കും. വെള്ളമല്ലേ, അത്രയും സമയം കൊണ്ട് അത്രയും ഇൻസുലിൻ ഉണ്ടായി. പ്രമേയക്കാർക്ക് മധുരം കൊടുക്കണം. മധുരം കൊടുത്തില്ലേ ഇൻസുലിൻ ഉണ്ടാവില്ല. നിങ്ങൾ പുളിയുള്ള സാധനത്തിന് മണം വരുമ്പോൾ ഉമിനീര് വരുന്നില്ലേ? എല്ലാ എൻസൈമും ഉണ്ടാവുന്നത് സ്റ്റിമുലേറ്റ് സിസ്റ്റം കൊണ്ടാണ്. ഇൻസുലിൻ കുറയാനൊരു കാരണം എന്താണ്? പ്രമേയക്കാരന് മധുരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പഞ്ചസാര കൊടുക്കരുത്, പഞ്ചസാര കൊടുക്കരുത്, ശർക്കര കൊടുക്കാം, മധുരം കഴിക്കണം. പക്ഷെ ഒന്നിച്ച് ഒരുപാട് മധുരം കഴിക്കരുത്. കാരണം സ്വീകരിക്കാനുള്ള കഴിവ് ശരീരത്തിനില്ല. വളരെ കുറച്ച്. നമ്മൾ പറയാ പിന്നെ ഒരു മധുരമുള്ള ഉണ്ട, അരി ഉണ്ട കൊടുത്തു വെച്ചോ, അരി വറുത്ത് പൊടിച്ച ഉണ്ട, ഒരു മധുരമുള്ള ഉണ്ട കൊടുത്താൽ ഒരു ചെറിയ ഉണ്ട ഒരു 10 പ്രാവശ്യമായിട്ട് തിന്നുക, ഒന്നിച്ച് കഴിക്കരുത്. പ്രമേയത്തെ പറ്റിയുള്ള നമ്മൾ അറിവ് മുഴുവൻ തെറ്റാണ്. 10 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഓരോ തവണ കഴിക്കും മധുരം വായിൽ തട്ടുമ്പോൾ തന്നെ തലച്ചോറിന് സന്ദേശമായ മധുരമാണ്. അത്രയും ഇൻസുലിൻ ഉണ്ടാവും. ഇൻസുലിൻ ഒരിക്കലും കൊടുക്കരുത്. പുറത്ത് കൊടുത്തുപോയ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവില്ല. എന്റെ ഒരു സുഹൃത്തായ ഡോക്ടർ പറഞ്ഞ തമാശയുണ്ട്. ഒരു തമാശയാ പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് കൊണ്ട തമാശയാണ്. ഹാർട്ട് അറ്റാക്കാരനെ കിട്ടുന്ന നഷ്ട ഒറ്റ അറ്റാക്ക് ചത്തുപോകും. 10 ഷുഗറുകാരനെ കിട്ടാൻ സൂക്കേട് മാറൂല, ചികിത്സ നിർത്തൂല, ഇടക്കിടക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഷുഗറുകാരെ കൈകാര്യം ചെയ്യാൻ ശരിക്കും ഭാര്യമാരെയൊക്കെ പഠിപ്പിക്കണം. അവരെ ഭാര്യമാരെ പഠിപ്പിക്കണം. നമ്മൾ മധുരം കൊടുക്കണം, ഭക്ഷണത്തിന്റെ അളവ് കുറക്കരുത്, മൊത്തം അളവ് കുറക്കരുത്, പക്ഷേ സ്റ്റാർച്ച് കുറക്കണം. ഭയപ്പെടുത്തരുത്. കാരണം ടെൻഷൻ വരുന്നതിനനുസരിച്ചിട്ട് ഇവന് ഷുഗർ കൂടുക ചെയ്യുക. ഉപ്പ് നിർത്തുക. ഷുഗറുള്ളവന് നന്നായിട്ട് അരമണിക്കൂർ അധ്വാനിപ്പിക്കുക. ഒരു അരമണിക്കൂർ ഷട്ടിൽ കളിക്കട്ടെ, അല്ലെങ്കിൽ ഭാഗം നടട്ടെ, വെള്ളമൊഴിക്കട്ടെ, അരമണിക്കൂർ വേർക്കുന്നവരെ അധ്വാനിക്കട്ടെ. അതേമാതിരി തന്നെ സ്റ്റാർച്ച് കുറക്കുക. എത്രത്തോളം സ്റ്റാർച്ച് കുറച്ചിട്ടുണ്ടോ? 1 കിലോ ഭക്ഷണം കഴിക്കുന്നവന് 1 കിലോ തന്നെ കഴിച്ചോളണം. പക്ഷേ 3/4 കിലോ സ്റ്റാർച്ച് കഴിക്കുന്നവനെ കൊണ്ട് 1/4 കിലോ ആയി കുറയ്ക്കുകയും 3/4 കിലോ വെള്ളരിക്കയും കക്കരിക്കയും വെള്ളരി വർഗ്ഗങ്ങൾ, കുക്കുർബിറ്റേസിയ ഫാമിലി ഏതായാലും വെള്ളം കഴിച്ചോളാം. വെള്ളരി, കോവക്ക, പച്ചയായിട്ട് കക്കരിക്ക അരിഞ്ഞിട്ടിട്ട്, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയിട്ട് എന്ത് സാധനവും കഴിക്കാം. ഇതൊക്കെ കഴിച്ചോട്ടെ. പക്ഷെ മൊത്തം തൂക്കം കുറയാൻ പാടില്ല. ഒരിക്കലും ശരിയായി ടൈപ്പ് 1 ഡയബറ്റീസ് ഒന്നും തൂക്കം കുറഞ്ഞോ അവൻ രക്ഷപ്പെടില്ല. അവർക്ക് ചെയ്യുന്ന ചികിത്സ ആയുർവേദ പ്രകാരം ബ്രഹ്മണ ചികിത്സയാണ്. തടിപ്പിക്കുക എന്നുള്ളതാണ്. തൂക്കം കുറയാൻ വിടാണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് വേണം വെച്ചാൽ അത്രയും ഇത് വേണം. പാല് കഴിക്കാനേ പാടില്ല. പാല് കഴിച്ചാൽ ഇൻസുലിൻ പോകും. പാല് ഫുഡല്ല അവർ. കാരണം പാല് ഉണ്ടാക്കുന്നതും ദഹിക്കാൻ വേണ്ടുന്ന ഇൻസുലിനും, ഈ സ്റ്റാർച്ച് ദഹിക്കാൻ വേണ്ടുന്ന ഇൻസുലിനും പാല് ദഹിക്കാൻ വേണ്ടുന്ന റെനിനും ഉണ്ടാക്കുന്ന ശരീരത്തിന്റെ ഒരേ അവയവം. അത് പെൻക്രിയാസിന് ലിംഗർഹാൻ സൈലൻസ് ആണ്. ഒരേ ഭാഗത്തുനിന്നാണ് വേണ്ടത്. പാല് കഴിച്ചു പോയോ ഇൻസുലിൻ കുറയും. അതുകൊണ്ട് പാല് കഴിക്കരുത്. തിന്നാൻ പറ്റുന്ന എന്തെല്ലാം ഉണ്ടോ എല്ലാം തിന്നോളുക. ചോളത്തിന്റെ റൊട്ടി കൊടുക്കുക, സ്റ്റാർച്ച് കുറച്ചിട്ട്. മുത്തായിട്ട് റൊട്ടി കൊടുക്കുക. വയറു നിറച്ചും തിന്നിട്ട് എന്നിട്ട് തൂക്കം കുറയാൻ പാടില്ല. തൂക്കം കുറയാണ്ട് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതൊരു സിസ്റ്റമിക് ഫെയിലറാണ്. ബോഡി സിസ്റ്റത്തിന്റെ ഒരു ഫെയിലർ മാത്രമാണ് ഇൻസുലിൻ കുറഞ്ഞു പോയി. ചിലപ്പോൾ വയറ്റിൽ ജീർണ്ണം ആരോഗ്യം കുറക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അഴുക്കുള്ള ഭക്ഷണം കഴിച്ചു, പനി വന്നു, ആന്റിബയോട്ടിക് കൊടുത്താൽ മതി. ഡയബറ്റീസ് വരാൻ ഒരു സംശയം വരും. ഒരുപാട് തടിയുള്ള പെൺകുട്ടികൾ ഗർഭിണിയായാൽ പ്രമേഹം വരും. ചിലപ്പോ അന്നേരം ഇൻസുലിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളുടെ ജീവിതകാലത്ത് ഇത് മാറുകയും. ഒരുപാട് പെൺകുട്ടികളുണ്ട്, എനിക്കറിയാം നല്ല പെൺകുട്ടികളുണ്ട്. ഇതാണ് പ്രശ്നം. ഈ ഡയബറ്റീസ് വന്ന് ഗർഭിണിയായാൽ അപ്പോ പൊണ്ണത്തടി വരരുത് കുട്ടിക്ക്. ഏത് കുട്ടിക്കായാലും എന്ന് വെച്ച് തടി കണ്ടു പഠിപ്പിക്കും. നമ്മളെ ഇവിടെ വന്ന മോള് മാഷെ എന്റെ തടി കുറക്കാൻ എന്താ പറയുന്നത്? ഞാൻ നീ ബേജാറാവേണ്ട, എന്റെ തടി കൂടുതലല്ല, അത് പ്രശ്നമേ അല്ല. കളിയാക്കി തടിച്ചിരുന്നിട്ട് കളിക്കുക. ഞാൻ അത് അസൂയ കൊണ്ടാണ്, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് തടിയുണ്ട്, അവർക്ക് തടിയില്ലാത്തതുകൊണ്ട് അസൂയാണ്. പച്ചച്ചക്ക എത്ര വേണമെങ്കിലും പുഴക്കായിട്ട് കഴിക്കാം, പഴുച്ചക്ക കഴിക്കരുത്. ബൂസ്റ്റ് ചെയ്ത് വരും. ചക്കപ്പഴത്തിന്റെ അകത്തൊരു പ്രശ്നം, അത് ലാക്ടോസും ഫ്രാക്ടോസും ഗ്ലൂക്കോസും എല്ലാം കൂടി ചേർന്ന സാധനം ചക്ക എന്നാണ് സാധനം. വീകരനാണ്. പഴുക്കുമ്പോഴേക്കാണ് ഇത് ലാക്ടോസ് ആയിട്ട് മാറുന്നത്. പലതരം ഷുഗർ ഒത്തുചേർന്ന ഒരു കോമ്പൗണ്ട് സാധനമാണ്. കോമ്പൗണ്ട് ഫ്രൂട്ടാണ്, കോമ്പൗണ്ടായ സാധനമാണ്. ശരീരത്തിന്റെ ഒരു ക്രമക്കേട് മാത്രമാണ്, ഒരു കഴിവുകേട് മാത്രമാണ്. സ്റ്റാർച്ച് ദഹിക്കാൻ കഴിവില്ല. അപ്പൊ എന്ത് വേണം? സ്റ്റാർച്ച് കുറക്കണം. തീർന്നു. സ്റ്റാർച്ച് ഇൻസുലിൻ കുറക്കുന്ന ഒരു സാധനം വരുന്നത് പാല് അതിൽപ്പെട്ടതാണ്. പാലും തൈരും ഒക്കെ കുറച്ചുള്ളത്. മോര് കഴിക്കാം, ഇഷ്ടംപോലെ കഴിക്കാം. ഒരു രോഗമില്ല. പ്രമേഹം കൊണ്ട് നിങ്ങൾക്ക് 100 വയസ്സ് വരെ ജീവിക്കും. പാരമ്പര്യമുണ്ട് പ്രമേഹത്തിൽ അല്പം. പാരമ്പര്യ ഭക്ഷണ രീതിയാണ് പാരമ്പര്യ രോഗങ്ങൾക്ക് മിക്കവാറും കാരണം. ഒരു വീട്, ആ വീട്ടിൽ നല്ല പുളിയുള്ള അച്ചാർ കഴിക്കുന്നവര് അപ്പം പുളി കഴിച്ചുകൊണ്ടിരിക്കും. ചെറുപ്പത്തിൽ നമ്മുടെ ശീലമാണ്. ഉപ്പ് കൂടുതൽ കഴിക്കുന്നവരുണ്ട്. കുറക്കാൻ നോക്കും, ഉപ്പ് നിർത്താം. അവിടെ നല്ല ഹോമിയോ ഡോക്ടറെ കാണുക. അവിടെ നൈട്രമോറ് തരും, ഉപ്പ് പൊട്ടൻഡേസ് തരും. അത് കോശത്ത് കിടന്നാൽ പിന്നെ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടി വരില്ല, ഉപ്പിനോട് താല്പര്യം ഉണ്ടാവില്ല, നിർത്താം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക്
തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെ എല്ലാ മലകളും. തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. എവിടെ എന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. എവിടെയെന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമ്മരം കിളികൾ പാടിയ പാട്ടുകൾ. ഇലകൾ മൂടിയ മർമ്മരം കിളികൾ പാടിയ പാട്ടുകൾ. ഒക്കെ ഇങ്ങു നിലച്ചു കേൾപ്പത് ഭൂമി തന്നുടെ നിലവിളി. ഒക്കെ ഇന്നു നിലച്ചു കേൾപ്പത് ഭൂമി തന്നുടെ നിലവിളി. നിറഞ്ഞമായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം. നിറഞ്ഞമായും ഭൂതലം വസന്തമിങ്ങു വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലെത്തി സുഖങ്ങളെല്ലാം കവരുവോർ. സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ. ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ. ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. പെരിയ ഡാമുകൾ രമ്യകർമ്മ്യം അണുനിലയം യുദ്ധവും. പെരിയ ഡാമുകൾ രമ്യകർമ്മ്യം അണുനിലയം യുദ്ധവും. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അത് മർത്യ മനസ്സിനതിരിൽ നിന്ന് തുടങ്ങണം. വികസനം അത് മർത്യ മനസ്സിനതിരിൽ നിന്ന് തുടങ്ങണം. വികസനം അതു നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടം. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്ക് പാടാം തുയിലുണർത്തുക കൂട്ടരെ. 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 ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക്
ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?